വിഷയം പാലിയേറ്റീവ് കെയർ മേഖലയിൽ സന്നദ്ധ പ്രവർത്തകരായിരുന്നുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ റോൾ എന്താണ്, ഏതൊക്കെ രീതിയിലുള്ള ഇടപെടലുകൾ നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റും. അപ്പം ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്കിന്ന് ക്ലാസ് എടുത്തു തരാനായിട്ട് നമ്മുടെ കൂടെ ആയിരിക്കുന്നത് പാലിയം ഇന്ത്യയുടെ കമ്മ്യൂണിറ്റി സോഷ്യൽ വർക്കറും അതോടൊപ്പം തന്നെ സ്റ്റുഡന്റ് ഇനിഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് കെയറുമായിട്ട് ബന്ധപ്പെട്ട് വർഷങ്ങളോളം പ്രവർത്തിച്ച് പരിചയമുള്ള ശ്രീ അബൂബക്കർ സിദ്ദിഖ് സാറാണ്. സാറിനെ പ്രത്യേകമായിട്ട് ഇന്നത്തെ ഈ ക്ലാസ് നയിക്കുന്നതിലേക്കായിട്ട് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് കുറെ അറ്റൻഡൻസ് കുറവായി കാണുന്നു. നമുക്ക് അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യുകയുള്ളൂ എന്ന് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും കയറിയിട്ടില്ലെങ്കിൽ അവരെയൊക്കെ ഒന്ന് മെസ്സേജ് അയച്ചൊന്ന് അറിയിക്കുക ക്ലാസ് തുടങ്ങുന്നു എന്നുള്ള വിവരം. അപ്പം ഞാൻ മൈക്ക് അബുസാറിന് ഹാൻഡ് ഓവർ ചെയ്യാണ്. അബുസാർ ബാക്കിയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. താങ്ക് യു സാർ. താങ്ക് യു. Good morning to all. Good morning, sir. Okay, thank you. ഇന്ന് നമ്മൾ സാൻസ്പെയിൻ അല്ലെങ്കിൽ സ്റ്റുഡൻസ് അഗെയിൻസ്റ്റ് നീഡ്ലെസ് സഫറിങ് അല്ലെങ്കിൽ SIPC എന്ന് പറയും. പാലിയേറ്റീവ് കെയറിൽ വിദ്യാർത്ഥികളുടെ റോൾ എന്താണ്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ പാലിയേറ്റീവ് കെയർ എന്താണെന്നും ഫസ്റ്റ് ക്ലാസ് നിങ്ങൾ പാലിയേറ്റീവ് കെയർ എന്താണെന്ന് കേട്ടു. അതിനുശേഷം ഷീബ മാഡത്തിന്റെ ക്ലാസ് നിങ്ങൾ കേട്ടു. അതിൽ നിന്നെല്ലാം അതിനുശേഷം നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ കിട്ടി നിങ്ങൾക്ക്. അതുപോലെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, ബാബു സാറിന്റെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ക്ലാസ് നിങ്ങൾക്ക് കിട്ടി. ഇങ്ങനെയുള്ള എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ ആരെങ്കിലും ഒരാൾ ഒന്ന് പറഞ്ഞു തരുമോ എന്താണ് പാലിയേറ്റീവ് കെയർ? നമുക്കിതൊരു നല്ലൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് പോവാനാണ് എൻ്റെ താല്പര്യം. ഒരുപാട് അറ്റൻഡൻസ് കുറവായിട്ട് കാണുന്നുണ്ട്. ബാബു സാർ നേരത്തെ പറഞ്ഞ പോലെ അറ്റൻഡൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. ഈ കഴിഞ്ഞ ഒരു 5-6 ദിവസമായിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആരെങ്കിലും ഒന്ന് ജസ്റ്റ് മെസ്സേജ് ചെയ്തിട്ടൊന്ന് കയറാൻ പറയണം. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ആരെങ്കിലും ഒരാൾ ഒന്ന് പറഞ്ഞു തരണം എന്താണ് പാലിയേറ്റീവ് കെയർ. നിങ്ങളിപ്പോ ഒരുപാട് ക്ലാസ് കേട്ടിട്ടുണ്ടാവും. ഇൻട്രൊഡക്ഷൻ ടു പാലിയേറ്റീവ് കെയർ, പാലിയേറ്റീവ് കെയറിൽ ഹോം ബേസ്ഡ് പാലിയേറ്റീവ് കെയർ, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ കേട്ടു, അതുപോലെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ നിങ്ങൾ കേട്ടു. ഇങ്ങനെ ഒരുപാട് 4 ക്ലാസ് കേട്ടുന്ന 5ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സാൻസ്പെയിൻ, സ്റ്റുഡൻസ് അഗെയിൻസ്റ്റ് നീഡ്ലെസ് സഫറിങ് ആൻഡ് പെയിൻ. അതായത് സ്റ്റുഡൻസിന് എന്തൊക്കെ പാലിയേറ്റീവ് കെയറിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ആദ്യം എന്താണ് പാലിയേറ്റീവ് കെയർ എന്ന് അറിയാതെ നമ്മളൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞു തരും. Good morning, sir. ഓക്കെ, താങ്ക് യു മറവ, പറയൂ. പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ ഒരു ടോട്ടൽ കെയർ ആണ്. ഒരു പേഷ്യന്റ്, ആ പേഷ്യന്റ് ഡയഗ്നോസിസ് ആണ്, ആ ഒരു രോഗം ഡയഗ്നോസിസ് ചെയ്യുമ്പോൾ തൊട്ട് അത് സ്റ്റാർട്ട് ചെയ്യാം. അത് അയാളുടെ ആ ഒരു പേഴ്സന്റെ ഫാമിലിയും നമ്മുടെ കമ്മ്യൂണിറ്റിയും ഡോക്ടേഴ്സും എല്ലാവരും കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ഇതാണ്. പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തത്, ഇതിന്റെ ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഇത് ഇംഗ്ലണ്ടിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മുടെ കേരളത്തിലോട്ട് വരുമ്പോൾ ഡോക്ടർ രാജഗോപാൽ സാറാണ് ഇത് ഫസ്റ്റ് കോഴിക്കോട് 1993 സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇതെല്ലാവർക്കും ക്യാൻസറോ സ്ട്രോക്കോ സ്പൈനൽ കോഡ് ഇഞ്ചറിയോ അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ വരുന്ന ആൾക്കാർക്ക് ഈ പാലിയേറ്റീവ് കെയർ ആവശ്യമാണ്. ഇതൊക്കെ. ഓക്കെ, താങ്ക് യു മറവ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു. ക്ലാസ്സിൽ എല്ലാ ക്ലാസ്സും ശ്രദ്ധിച്ചു എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകളുണ്ട്. ഇന്ന് നമുക്ക് നല്ലൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് പോകണം. കാരണം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മളെ കുറിച്ചാണ്. ഇതുവരെ നിങ്ങൾ ഡോക്ടറും പേഷ്യന്റും കെയർ ഗിവറും ഹോം കെയറും
അങ്ങനെ കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, നമുക്ക് ഇമ്പോർട്ടൻസ് ആണ് കമ്മ്യൂണിക്കേഷൻ, അതൊക്കെ നിങ്ങൾ കേട്ടു. ഇന്ന് നമ്മൾ നമ്മളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സാൻസ് പെയിൻ കാണുമ്പോൾ തന്നെ സ്റ്റുഡൻസ് അഗെയിൻസ്റ്റ് നീഡ്ലെസ് സഫറിങ് ആൻഡ് പെയിൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഫസ്റ്റത്തെ തന്നെ സ്റ്റുഡൻസ് എന്നാണ്, SIPCയുടെ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ ഇന്ന് നമുക്കുള്ള ക്ലാസ് ആണ്. അപ്പൊ ഇപ്പൊ ഒരുപാട് ആളുകൾ കയറുന്നുണ്ട്. നിങ്ങൾ അതായത് ഇന്ന് ഓഫ് ആയിട്ടുള്ള ആരെങ്കിലും, കയറാത്ത ആരെങ്കിലും നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് മെസ്സേജ് ഇട്ട് അയക്കുക, കയറാൻ പറയുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ക്ലാസ് ആണ്. അതായത് നമ്മുടെ കോളേജിൽ പാലിയേറ്റീവ് കെയർ എങ്ങനെ പ്രവർത്തിക്കണം, ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കണം, നമ്മൾ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ്. അതുപോലെ തന്നെ നമുക്ക് മാക്സിമം നല്ലൊരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആയിട്ട് പോകണം. നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഓരോരുത്തരുടെ പേര് വിളിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ആളിവിടെ ലൈവായിട്ട് ഉണ്ടോ അല്ലെങ്കിൽ ഓഫാക്കി പോയോ എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഏതായാലും നമ്മൾ നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാണ്. നമ്മൾ പാലിയേറ്റീവ് കെയറിനപ്പം മർവ പറഞ്ഞതുപോലെ തന്നെ പാലിയേറ്റീവ് കെയർ നമ്മൾ കേട്ടു. ഇനി നമ്മൾ വിദ്യാർത്ഥികളിലോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് കെയർ, SIPC എന്ന് നമ്മൾ പറയും. സാൻസ് പെയിൻ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ SIPC സെയിം തന്നെയാണ്. അപ്പൊ അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പാലിയേറ്റീവ് കെയറിൽ സ്റ്റുഡൻസ് എന്താണ്, സ്റ്റുഡൻസ് പാലിയേറ്റീവ് കെയർ വന്നതുകൊണ്ട് എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഒരു ഇതുള്ളത്. അപ്പം അതിന്റെ ഒരു ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, സെലക്ടഡ് സ്റ്റുഡന്റ് വോളണ്ടിയേഴ്സ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് നീഡ്ലെസ് സഫറിങ് ആൻഡ് പെയിൻ. നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ആളുകൾ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കും വേണ്ടി ഫൈറ്റ് ചെയ്തിട്ട് അവർക്കും വേണ്ടി ഒരു സഹായം, ഹെൽപ്പ്, സാന്ത്വനം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു വിദ്യാർത്ഥി കൂട്ടായ്മയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ സാൻസ് പെയിൻ അല്ലെങ്കിൽ SIPC എന്നുള്ള പാലിയേറ്റീവ് കെയർ, കുട്ടികളിലെ പാലിയേറ്റീവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. വിദ്യാർത്ഥികളിലെ പാലിയേറ്റീവ് കെയർ ഇൻവോൾവ്മെന്റ്, വളണ്ടിയർ ഇൻവോൾവ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ അടുത്ത, യൂസ് ദെയർ ടാലൻസ് ടു വൈപ്പ് ഔട്ട് നീഡ്ലെസ് സഫറിങ് ഫ്രം ദെയർ ലൊക്കാലിറ്റി. നമ്മളെ ഏരിയയിലുള്ള, നമ്മളെ ലൊക്കാലിറ്റിയിലുള്ള ആളുകളെ മാക്സിമം നമ്മളെ കഴിവ് ഉപയോഗിച്ച് അവരിലുള്ള അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നമുക്ക് നൽകുക എന്നതാണ് പാലിയേറ്റീവ്. അപ്പൊ നമ്മൾ പൊതുവെ പാലിയേറ്റീവ് കെയർ എന്ന് പറയുമ്പോൾ നമ്മളെ അടുത്ത് ഉള്ള ആളുകളിലോട്ട് മാക്സിമം നമ്മുടെ സപ്പോർട്ടൊക്കെ എത്തിക്കുക എന്നതാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ക്രിയേറ്റ്സ് ഫ്യൂച്ചർ ജനറേഷൻ വിത്ത് വാല്യൂ ആഡഡ് ലൈഫ് ആൻഡ് ഫുള്ളി സോഷ്യലി കമ്മിറ്റഡ്. നമ്മളെ സൊസൈറ്റിയിൽ നമ്മളൊക്കെ സോഷ്യൽ ഹ്യൂമൻ ബീയിങ് ആണ്. നമുക്ക് സമൂഹത്തോട് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഈ വരുന്നൊരു ഫ്യൂച്ചർ ജനറേഷന് അങ്ങനെ വാല്യൂ ഉള്ള നല്ല സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള യുവാക്കളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ സാൻസ് പെയിൻ. നിങ്ങൾക്കറിയാം, NSSൽ നിങ്ങൾ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അതായത് NSS വിദ്യാർത്ഥികളെ നല്ലൊരു കമ്മിറ്റഡ് ആയ, സമൂഹത്തിന് ഉപകാരപ്പെടുന്ന നല്ലൊരു യുവാക്കളെ വാർത്തെടുക്കുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അതെല്ലാം കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ നമ്മൾ പാലിയേറ്റീവ് കെയർ ക്ലബും ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെയാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ ഒരുപാട് ദിവസം ക്ലാസ് ഒക്കെ കേട്ടു, ഹൂ നീഡ്സ് പാലിയേറ്റീവ് കെയർ? ഈ പാലിയേറ്റീവ് കെയർ എന്താണ് നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ആർക്കാണ് പാലിയേറ്റീവ് കെയർ ആവശ്യമുള്ളത്? പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞിട്ട് ഈ ആവശ്യക്കാരും വേണമല്ലോ. അപ്പൊ ഈ പാലിയേറ്റീവ് കെയർ ആവശ്യമുള്ളത് ആർക്കാണ്? നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം, അതുപോലെ തന്നെ സംസാരിക്കും ചെയ്യാം. കഷ്ടപ്പാടുകൾ നേരിടുന്നവർക്കാണ് കൂടുതൽ പാലിയേറ്റീവ്. ഓക്കെ ജീവ. നെക്സ്റ്റ് വേറെ സാം പറയും. നമ്മള് ക്യാൻസർ വരുന്നവർക്ക്, പിന്നെ ഈ മരത്തേന്നും അതുപോലെയൊക്കെ വീണ് സ്പൈനൽ കോഡിനൊക്കെ ഇഞ്ചുറി വരുന്നവർക്ക്, പിന്നെ നമ്മളെ ന്യൂറോളജിക്കലായിട്ടുള്ള ഡാമേജുകളൊക്കെ വരുന്നവർക്ക്, പിന്നെ കിടപ്പായവർക്ക് എന്ന് പറഞ്ഞാൽ കിടപ്പായവർക്ക് എല്ലാവർക്കും അല്ല നമ്മൾ കൊടുക്കുന്നത്. ഒരു വകയും ഇല്ല, ഒരു നിർവാഹവും ഇല്ലാത്തവർക്ക് നമ്മൾ പാലിയേറ്റീവ് കെയർ കൊടുക്കുന്നുണ്ട്. അതുപോലെ കിഡ്നി 2 ഫെയിലിയർ ആയവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ HIV ബാധിച്ച അവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ അൾഷിമേഴ്സ് അസുഖം, മറവി വന്ന് ഇതുപോലെ മക്കളും ആരും നോക്കാനില്ല, അവര് മറവി കാരണം പല സ്ഥലങ്ങളിൽ ചെല്ലുന്നു, എന്നിട്ട് ലാസ്റ്റിൽ എവിടാണെന്ന് പോലും അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സാഹചര്യം, അവർക്കൊക്കെ നമ്മൾ ഇത് കൊടുക്കുന്നുണ്ട്.
പിന്നെ നമ്മള് പിന്നെ സ്ട്രോക്ക് ഒക്കെ വന്ന് ഇരിക്കുന്നവർക്ക് ഇതുപോലുള്ള പാലിയേറ്റീവ് കെയറിന്റെ ആവശ്യമുണ്ട്. അതുപോലുള്ളവർ പിന്നെ കിടപ്പിലായി പോയവർക്ക് ഈ വയസ്സായവർക്കൊക്കെ നമ്മൾ ഇതുപോലുള്ള സഹായങ്ങൾ പാലിയേറ്റീവ് കെയർ കൊടുക്കുന്നുണ്ട്. അവർക്കൊക്കെയാണ് പാലിയേറ്റീവ് കെയർ കൊടുക്കുന്നത്. ഓക്കെ, താങ്ക് യു സം. അതുപോലെ തന്നെ ചാറ്റിൽ ഒരുപാട് ആളുകളുണ്ട് മെന്റലി ആൻഡ് ഫിസിക്കലി വീക്കായ, ഫൈനാൻഷ്യലി ബാക്ക്വേർഡ് ആയ, കിടപ്പിലായ, അതുപോലെ തന്നെ അത് പേഷ്യന്റ് വിത്ത് ക്യാൻസർ, ഹാർട്ട് ഡിസീസസ്, ക്രോണിക് ലങ് ഡിസീസസ്, എയ്ഡ്സ്, അൽഷിമേഴ്സ്, മൾട്ടിപ്പിൾ, അങ്ങനെ ഒരുപാട് ALS, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പാലിയേറ്റീവ് കെയർ വേണം. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ടൊന്ന് പറയുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ കുറേ കാറ്റഗറി പറഞ്ഞു, നമുക്ക് ഏറ്റവും പറയാൻ പറ്റുന്ന ഒന്നെന്ന് പറഞ്ഞാല് എല്ലാവർക്കും പാലിയേറ്റീവ് കെയർ ആവശ്യമാണ്. അങ്ങനെ പറയുന്നത് വല്ല തെറ്റുണ്ടോ? കാരണം ഇങ്ങനെയുള്ള ഡിസീസുള്ള ആളുകൾക്കൊക്കെ വേണം, കുട്ടികൾക്ക് വേണം, യുവാക്കൾക്ക് വേണം, മുതിർന്നവർക്ക് വേണം. അപ്പൊ നമുക്ക് പൊതുവേ പാലിയേറ്റീവ് കെയർ, ആർക്കാണ് പാലിയേറ്റീവ് കെയർ ആവശ്യമുള്ളത്? എല്ലാവർക്കും പാലിയേറ്റീവ് കെയർ കൊടുക്കാം. നമ്മൾ അതിന്റെ ഒരു മലയാളം വേർഡ് സാന്ത്വനം എന്നാണ്. സാന്ത്വന പരിചരണം. ഉദാഹരണത്തിന് ഞാനൊരു റോഡ് ക്രോസ് ചെയ്യാണ്, ആ സമയത്ത് സാം വന്നിട്ട് എൻ്റെ കൈ ഒന്ന് പിടിച്ചിട്ട് ആ റോഡൊന്ന് ക്രോസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ വണ്ടി ഒന്നും തട്ടാതെ ഞാൻ നല്ല രീതിയിൽ ഈ റോഡൊന്ന് കടന്ന് അപ്പുറത്തെത്തും. ഒരു സഹായം എനിക്ക് ചെയ്തു തരികയാണ്, അതിലൂടെ ഒരു സാന്ത്വനമാണ്. ആ സാന്ത്വനം എന്ന് പറയുന്നത് ഒരു പക്ഷെ നമുക്ക് പാലിയേറ്റീവ് കെയറിന്റെ ഒരു ഭാഗമായിട്ട് എടുക്കാം. നമുക്കറിയാം പേഷ്യൻസ് മാത്രം. നമ്മൾ ആദ്യം തന്നെ നിങ്ങൾ പാലിയേറ്റീവ് കെയറിന്റെ ക്ലാസ് കേട്ട സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പാലിയേറ്റീവ് കെയർ ടോട്ടൽ കെയർ ആണ് ഉദ്ദേശിക്കുന്നത്. പേഷ്യന്റ് ഫാമിലി, മക്കള്, അവരെ ഹാപ്പിനെസ്, സാന്ത്വന പരിചരണം. അപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാവർക്കും എല്ലാ നല്ല കാര്യങ്ങളും സാന്ത്വനത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ പാലിയേറ്റീവ് കെയർ നീഡ് ആർക്കുള്ളതാന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പാലിയേറ്റീവ് കെയർ പ്രൊവൈഡ് ചെയ്യാന്നുള്ള ഒറ്റ വാക്കിൽ വേണമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. പക്ഷെ എന്നാലും കൂടുതലായി കാണപ്പെടുന്ന അസുഖങ്ങളിൽ, അതായത് പാലിയേറ്റീവ് കെയറിൽ കൂടുതലായി കാണപ്പെടുന്ന രോഗികളെ ഒരു ഏരിയയാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. ഇങ്ങനെയുള്ള ഈ പേഷ്യന്റ് ക്യാൻസർ, എയ്ഡ്സ്, അല്ലെങ്കിൽ സ്പൈനൽ കോഡ് ഇഞ്ചുറി വന്ന ആളുകൾ, കിടപ്പിലായവര്, വൃദ്ധരായവര്, സാമ്പത്തികമായി പിന്നോട്ടം നിൽക്കുന്ന എല്ലാവർക്കും. അതെ, എല്ലാവർക്കും ആ ലാസ്റ്റിലെ വേർഡ് നമുക്ക് ഏറ്റവും ബെറ്റർ ആക്കി എടുക്കാം. എല്ലാവർക്കും പാലിയേറ്റീവ് കെയർ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്, കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ടാവും, നമ്മൾ പാലിയേറ്റീവ് കെയറിന്റെ എലമെന്റ്സ് കേട്ടിട്ടുണ്ടാവും. സോഷ്യലി, ഫിസിക്കലി, സ്പിരിച്വലി, ഇമോഷണലി, ഇല്ലേ? സോഷ്യൽ കെയർ, ഫിസിക്കൽ കെയർ, സ്പിരിച്വൽ കെയർ, ഇമോഷണൽ കെയർ. ഈ 4 കെയറിൽ നമ്മൾ വിദ്യാർത്ഥികൾ പാലിയേറ്റീവ് കെയർ ക്ലബിന്റെ ഭാഗമായിട്ട്, അതായത് നമ്മളെ കോളേജിലെ പാലിയേറ്റീവ് കെയർ ക്ലബിന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് വിദ്യാർത്ഥികൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സർവീസുകളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിൽ ഏതാണ്? ഈ 4 എലമെന്റ്സിൽ ഏതാണ്? Emotional ഓക്കെ, support. Emotional health and physical health. ഓക്കെ. പിന്നെ ഫിസിക്കലും സ്പിരിച്വലും ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ. എല്ലാം ചെയ്യാൻ പറ്റുമല്ലോ സർ. ഓക്കെ. പിന്നെ വേറെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടോ? അതുപോലെ ചാറ്റിൽ വരുന്നുണ്ട് ഇമോഷണൽ സ്പിരിച്വൽ, ഇമോഷണൽ ഫിസിക്കൽ. നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് ഏതാണ്? ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റും, നമ്മൾ വിദ്യാർത്ഥികളായത് കൊണ്ട് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് ഇമോഷണൽ, സോഷ്യൽ. ഓക്കെ, ചാറ്റിൽ കുറെ വരുന്നുണ്ട്, അതാണ് ഞാൻ വായിക്കുന്നത്. സോഷ്യൽ, ഇമോഷണൽ, ഫിസിക്കൽ കുറെ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് പാലിയേറ്റീവ് കെയറിന്റെ, നമ്മുടെ കോളേജിലെ പാലിയേറ്റീവ് കെയർ ക്ലബിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഓക്കെ ഗൂഗിൾ കൃഷ്ണ, ഫിസിക്കൽ, ഇമോഷണൽ, എല്ലാവരും കുറെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് സോഷ്യലാണ്. ഓക്കെ, ഫാത്തിമ പറഞ്ഞ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എല്ലാം ചെയ്യാം. ഞാൻ ചോദിച്ചത് ഫാത്തിമ, ഈ 4 എലമെന്റ്സിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് ഏതാണെന്നാ ചോദിച്ചത്. എല്ലാം ചെയ്യാൻ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സോഷ്യലാണ്. കാരണം എന്താന്ന് വെച്ചാല്, നിങ്ങളിപ്പോ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും,
ഒരു ഹോം കെയർ പോകുന്ന സമയത്ത് നമ്മളെ കൂടെ ഡോക്ടർ ഉണ്ടാവും, നേഴ്സ് ഉണ്ടാവും, സോഷ്യൽ വർക്കർ ഉണ്ടാവും, വളണ്ടിയർ ഉണ്ടാവും. നിങ്ങളെ പോലെ വിദ്യാർത്ഥി വളണ്ടിയേഴ്സ് ആവാം, അല്ലെങ്കിൽ കുറച്ച് മുതിർന്ന വളണ്ടിയേഴ്സ് ആവാം. ഈ ഒരു രോഗിയെ കാണാൻ പോകുന്ന സമയത്ത് സോഷ്യലി ഞാൻ അവിടെ മാറ്റി നിർത്തുകയാണ്. ബാക്കിയുള്ളത് ഫിസിക്കലായിട്ട് ആ പേഷ്യന്റിന്റെ കാര്യം, അതായത് ആ പേഷ്യന്റിന് ഫിസിക്കൽ പെയിന്, ഫിസിക്കൽ റിലേറ്റഡ് ആയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഡോക്ടർ ആയിരിക്കും. അവരായിരിക്കും മെഡിസിൻ കൊടുക്കുന്നത്. അല്ലെങ്കിൽ നേഴ്സ്, ഡോക്ടറോ നേഴ്സോ ആയിരിക്കും ആ കാര്യങ്ങൾ ചെയ്യുന്നത്. നേഴ്സ് ആയിരിക്കും ആ മുറിവുണ്ടെങ്കിൽ ആ മുറിവൊക്കെ കെട്ടി വെച്ച് കൊടുക്കുന്നതും മെഡിസിൻ കൊടുക്കുന്നതും. ഒരു രോഗിയുടെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യുന്നത്, ചെയ്യാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്, കൂടുതൽ ചെയ്യുന്നതും ഡോക്ടറും നേഴ്സും ആയിരിക്കും. പിന്നെ സ്പിരിച്വൽ ഇമോഷണൽ. ഈ സ്പിരിച്വാലിറ്റി, പാലിയേറ്റീവ് കെയറിലെ സ്പിരിച്വാലിറ്റി എന്താണെന്ന് അറിയോ? നമ്മൾ സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ ആത്മീയതയാണ്. പൊതുവെ നമ്മൾ റിലീജിയൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കുക അല്ലേ? ഞാനൊരു മതമാണെങ്കിൽ എൻ്റെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അതായിരിക്കും, വേറൊരു വ്യക്തിയുടേതാണ് അവരത് അതായിരിക്കും. പാലിയേറ്റീവ് കെയറിൽ സ്പിരിച്വാലിറ്റി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയോ? നമ്മളിപ്പോൾ പാലിയേറ്റീവ് കെയറിന്റെ ക്ലാസ് ഒക്കെ ആയിട്ട് 4 എലമെന്റ്സ്, പാലിയേറ്റീവ് കെയറിന്റെ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? കെയറിംഗ് ആണ്. സ്പിരിച്വാലിറ്റി കെയറിംഗ് ആണ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുക. കാരണം ദൈവികമായ കാര്യങ്ങൾ അവരെ സപ്പോർട്ട്, കാരണം മെന്റലി ഉള്ള ഹെൽത്ത് ദൈവികമായ കാര്യങ്ങളിലൂടെ സപ്പോർട്ട് ചെയ്ത് നന്നാവും എന്നുള്ള ഒരു തോന്നൽ അവരുടെ മനസ്സിലെത്തിക്കുക. സ്പിരിച്വാലിറ്റി. ഓക്കെ. അപ്പൊ ഞാൻ പറയുന്നത് പാലിയേറ്റീവ് കെയർ സ്പിരിച്വാലിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഉദാഹരണം എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാം. ഒരു വ്യക്തി, അയാള് കുറേ കാലം നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നടന്നു, നല്ല കാര്യങ്ങളൊക്കെ ഒരു കാലം നല്ലത് ചെയ്ത് നടന്ന ശേഷം അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റിൽ അയാൾക്ക് സ്പൈനൽ കോഡ് ഇഞ്ചുറി വന്നു, ആള് കിടപ്പിലായി. ആ കിടപ്പിലായ ആള് ചിന്തിക്കണത് എന്താണ്? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരാൾക്ക് പോലും ഒരു ദോഷം ചെയ്തിട്ടില്ല, തെറ്റായ വഴിയിലൂടെ നടന്നിട്ടില്ല, വേണ്ടാത്തരങ്ങളൊന്നും ചെയ്തിട്ടില്ല, എന്നിട്ടും ദൈവം എനിക്ക് എന്തുകൊണ്ട് ഇത് തന്നു? അങ്ങനെ ചിന്തിക്കൂലേ? തീർച്ചയായിട്ടും ചിന്തിക്കും. അതുപോലെ തന്നെയാണ് വേറെ ഒരു സിറ്റുവേഷൻ. ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ നല്ല കാലങ്ങൾ, കുറച്ചു കാലം വേണ്ടാത്തരങ്ങളൊക്കെ തെറ്റുകളൊക്കെ ചെയ്ത് നടന്ന് അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് കഴിഞ്ഞു, ആള് കിടപ്പിലായി, അല്ലെങ്കിൽ ഒരു അസുഖം വന്ന്, ക്യാൻസർ വന്നിട്ട് കിടപ്പിലായി, അല്ലെങ്കിൽ എന്താ അസുഖം വന്ന സമയത്ത് ആള് ചിന്തിക്കുന്നത് എന്താണ്? ഞാൻ ഇങ്ങനെ അതെ, നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്. ഞാൻ എന്റെ തെറ്റുകളൊക്കെ ചെയ്തു, കുറെ കാലം തെറ്റുകളൊക്കെ ചെയ്ത് നടന്നതിന് ഉള്ള ഒരു ശിക്ഷയാണോ ദൈവം എനിക്ക് തന്നത്? അങ്ങനെയുള്ള ഒരു ചിന്ത അവരിലോട്ട് വരും. ആ ചിന്ത കൂടുതലായാൽ, ഒരു പക്ഷെ അങ്ങനെ ആയാൽ അവർക്ക് ദൈവത്തിനൊന്നും ഒരു അക്സെപ്റ്റ് ചെയ്യില്ല. എനിക്കൊരു സിറ്റുവേഷൻ അറിയാം. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞങ്ങളെ പാലിയേറ്റീവ് കെയറിന്റെ IP, അത് ഇൻ പേഷ്യന്റിൽ കിടപ്പിലായ രോഗികൾ കിടക്കുന്ന സ്ഥലത്ത് ഞാൻ ഒരു ദിവസം ഇങ്ങനെ പോണ സമയത്ത് ഒരു അമ്മൂമ്മനെ കണ്ടു. അമ്മൂമ്മനോടൊക്കെ ഞാൻ കുറെ സംസാരിച്ച സമയത്ത് അമ്മൂമ്മ ദൈവത്തിന് ഇങ്ങനെ കുറെ കുറ്റം പറയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ത് ഈ അമ്മൂമ്മ ദൈവത്തിനൊക്കെ ഇങ്ങനെ കുറെ കുറ്റം പറയുന്നത്. അപ്പൊ ആ അമ്മ എന്നോട് പറഞ്ഞത്, എനിക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ, അവന് ഒരു ചെറിയ കട നടത്തുകയാണ്. അവൻ ഒരു നാട്ടിൽ ഒരാൾക്കൊരു ദോഷം ചെയ്യലില്ല, നല്ല കുട്ടിയായിട്ടാണ് വളർന്നു ഒക്കെ ചെയ്തത്. അപ്പം സ്വന്തമായിട്ട് അധ്വാനിക്കുന്നുണ്ട്, ഫാമിലിനെ നോക്കുന്നുണ്ട്, എന്നെ നോക്കുന്നുണ്ട്, അവന്റെ മക്കളെ നോക്കുന്നുണ്ട്. ആൾക്ക് എന്തോ ക്യാൻസർ വന്നിക്കുകയാണ്. അപ്പം പറഞ്ഞു, ഇത്രയ്ക്ക് ഒരു തെറ്റ് പോലും ചെയ്യാതെ എന്റെ മകനെ എന്തിനാണ് ദൈവം ഇങ്ങനെ ശിക്ഷിക്കുന്നത്? അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഇവ നല്ലതല്ലേ ചെയ്തിട്ടുള്ളൂ ഇത്ര കാലം, എന്തുകൊണ്ട് ദൈവം അവനെ ശിക്ഷിക്കുന്നു? അല്ലെങ്കിൽ ദൈവം എന്തിനാ അവനെ ഇങ്ങനെ ചെയ്യുന്നത്? ആ അമ്മക്ക് ദൈവത്തിൽ വിശ്വാസം. എന്നോട് പറഞ്ഞത്, എനിക്ക് അങ്ങനത്തെ ഒരു ദൈവത്തിലെ വിശ്വാസം ഇല്ല, എനിക്കൊക്കെ മടുത്തു, ഞാൻ അങ്ങനത്തെ ദൈവത്തിൽ തന്നെ വിശ്വസിക്കുന്നില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം പാലിയേറ്റീവ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അസുഖം മൂലം, അസുഖങ്ങൾ കൊണ്ട് ആത്മീയമായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ, നമ്മൾ പ്രോബ്ലംസ്, അതായത് ചിന്തിച്ചിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ദൈവത്തിലുള്ള വിശ്വാസം കുറയാം, അല്ലെങ്കിൽ ചില ആളുകൾ അങ്ങനെയുള്ള ഒരു സ്പിരിച്വാലിറ്റിയാണ് നമ്മൾ പാലിയേറ്റീവ് കെയറിൽ.
പക്ഷെ ഇങ്ങനെയുള്ള ഒരാളെ നമ്മൾ ഡീല് ചെയ്യുന്നത്, ഞാൻ അതിലോട്ടാണ് വരുന്നത്, ഇങ്ങനെ സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകളെ ഡീല് ചെയ്യുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. ചെയ്യാൻ പറ്റില്ല എന്നല്ല, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയുന്നത് ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡോക്ടറോ നേഴ്സോ ചെയ്യും. ഇങ്ങനെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ സോഷ്യൽ വർക്കറോ അല്ലെങ്കിൽ നമ്മളെ പള്ളിയിലെ പുരോഹിതന്മാരൊക്കെ ആയിരിക്കും നമ്മൾ ഡീല് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. സ്പിരിച്വാലിറ്റിയുടെ പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ അവരെ നമുക്ക് ഡീല് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് അവിടെ ഒരുപാട് ലിമിറ്റേഷൻസ് വരും. ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല, ലിമിറ്റേഷൻസ് വരും. അടുത്തതാണ്, അപ്പൊ എല്ലാവർക്കും മനസ്സിലായി സ്പിരിച്വാലിറ്റി എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് പറയാൻ കാരണം? മനസ്സിലായി. ഓക്കെ. മനസ്സിലായി സർ. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കണം. അത് റിലീജിയൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണെങ്കിലും, പക്ഷെ പാലിയേറ്റീവ് സ്പിരിച്വാലിറ്റിയിൽ അസുഖങ്ങൾ കണക്ട് ചെയ്തിട്ടായിരിക്കും, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളായിരിക്കും. അതുപോലെ തന്നെയാണ് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കുറെ സപ്പോർട്ട് ചെയ്യാം. ഒരാൾ ഇമോഷണൽ ആയിട്ടിരിക്കുകയാണ്, നമുക്ക് ഹെൽപ്പ് ഒക്കെ ചെയ്യാം. പക്ഷെ ഇമോഷണൽ ആവുമ്പോൾ ചിലപ്പോൾ ഇമോഷണൽ മൈൻഡ് എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റിക്കോളണമെന്നില്ല. പക്ഷെ അതിലും നമുക്ക് ഹെൽപ്പ് ചെയ്യാം. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഈ 4 എലമെന്റ്സിൽ നമുക്ക് സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഫിസിക്കൽ, സ്പിരിച്വൽ, ഇമോഷണൽ ഉണ്ട്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് സോഷ്യൽ ആണ്. ആ സോഷ്യൽ എന്താണ് ഞാൻ അതുവരെ പറഞ്ഞിട്ടില്ല, അത് നമ്മൾ അടുത്ത പാർട്ടിലോട്ട് വെക്കുകയാണ്. എന്താണ്? അപ്പം നിങ്ങളിപ്പോ ഇത് ഈ ഫോട്ടോ കാണുന്നുണ്ട്, സോഷ്യൽ സപ്പോർട്ട്. ഒരു വ്യക്തിക്ക് ഒരു സോഷ്യൽ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടീം വർക്ക് അല്ലെങ്കിൽ യൂണിറ്റി ആയിട്ടാണ് ചെയ്യുന്നത്, അല്ലെ? ഒരു യെല്ലോ കാണുന്നുണ്ട്, നമ്മൾ യെല്ലോ ഒരു വ്യക്തിയെ കാണുന്നുണ്ട്, ആ വ്യക്തി ആ സൈഡിൽ നിൽക്കുന്നത്, ബാക്കി ഒരു ടീമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ സോഷ്യൽ സപ്പോർട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ സോഷ്യൽ സപ്പോർട്ടിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ അടുത്ത് പറയുന്നത്. ഞാൻ ചെറിയൊരു സിറ്റുവേഷൻ പറയാം. ഈ സിറ്റുവേഷനിൽ ഞാൻ ഇവരുടെ സാമൂഹികമായിട്ടുള്ള സിറ്റുവേഷൻ ഒക്കെ പറയും. സാമൂഹികമായിട്ടുള്ള സിറ്റുവേഷൻ പറയുന്ന സമയത്ത് ഇതിൽ ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നം ഉണ്ടാവും, സ്പിരിച്വൽ ആയിട്ടുള്ള പ്രശ്നം ഉണ്ടാവും, ഫിസിക്കൽ ആയിട്ടുള്ള പ്രശ്നം ഉണ്ടാവും. ആദ്യം ഞാൻ ഈ കഥ എല്ലാവരും കേൾക്കണം, ഈ സിറ്റുവേഷൻ എല്ലാവരും കേൾക്കണം, എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഓരോരുത്തരുടെ പേര് ഇവിടെ നോക്കി വിളിക്കും. ഓക്കെ, അപ്പം സിറ്റുവേഷൻ ഇതാണ്. ഒരു ഫാമിലി, ആ ഫാമിലിയിൽ ഒരു അച്ഛനും ഒരു അമ്മയും ഉണ്ട്. ആ അച്ഛൻ ഒരു കൺസ്ട്രക്ഷൻ വർക്ക്, അതായത് ഒരു ബിൽഡിംഗ് വർക്കർ ആയിരുന്നു. അദ്ദേഹം ഒരു ബിൽഡിങ്ങിന്റെ വർക്കിന്റെ സമയത്ത് ബിൽഡിങ്ങിൽ നിന്ന് താഴെ വീണ് ആള് കിടപ്പിലായി. അവർക്ക് 2 മക്കളാണുള്ളത്. ഒരു മകള് 10ാം ക്ലാസ് പഠിക്കുന്നു, ഒരു മകൻ 5ാം ക്ലാസ്സിലും പഠിക്കുന്നു. അച്ഛൻ കിടപ്പിലായതുകൊണ്ട് കുറച്ചു കാലം ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു അവരെ കുറെ വരുമാനം ഉണ്ടായിരുന്നതൊക്കെ അവര് ഈ ട്രീറ്റ്മെന്റിന് വേണ്ടി അതായത് ഉപയോഗിച്ചു, പൈസ ഒക്കെ തീർന്നു. അമ്മ അടുത്തുള്ള വീട്ടു ജോലിക്ക് പോവുകയാണ്. ബേസിക്കലി ഒരു പുവർ ഫാമിലിയാണ്, ഭയങ്കര ദാരിദ്ര്യം നിറഞ്ഞൊരു ഫാമിലിയാണ്. മകൾ 10ാം ക്ലാസ് പഠിക്കുകയാണ്, സ്കൂളിൽ പോകുന്നുണ്ട്. മകൻ 5ാം ക്ലാസ് പഠിക്കുകയാണ്, അവനും പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ സോഷ്യലി, ഫിസിക്കലി, ഇമോഷണലി ആയിട്ട് ഒരുപാട് പ്രശ്നം ഇവരെ ഫാമിലിയിൽ അവർ ഫേസ് ചെയ്യും, സ്വാഭാവികം. നിങ്ങൾ ഈ സിറ്റുവേഷനിൽ അമ്മ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം, അച്ഛൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം, ഈ 5ാം ക്ലാസ് പഠിക്കുന്ന മകൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം, 10ാം ക്ലാസ് പഠിക്കുന്ന മകൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം, നിങ്ങൾ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ചിന്തിക്കുക, അമ്മയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക. അപ്പൊ അമ്മ എന്താണ് അതേപോലെ ആ മകൾ 10ാം ക്ലാസ് പഠിക്കുന്ന മകൾ ഞാനാണെന്ന് ചിന്തിക്കുക. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പെട്ടാൽ ഞാൻ എന്തൊക്കെയായിരിക്കും? ഈ 5ാം ക്ലാസ് പഠിക്കുന്ന മകന്റെ സിറ്റുവേഷൻ. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ സിറ്റുവേഷനിൽ ഞാനായിരുന്നു, ഈ അച്ഛന്റെ സ്ഥാനത്ത് ഞാനാണ് ഇങ്ങനെ കിടപ്പിലായിരിക്കുന്നത്, അപ്പൊ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെ, ഈ അമ്മ ഫേസ് ചെയ്യുന്ന, നമ്മൾ ചിന്തിക്കുക. ഓരോ ക്യാരക്ടറും നമ്മളാണെന്ന് ചിന്തിക്കുക. ആ നമ്മളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക എന്തൊക്കെയാ അവര് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം. അപ്പം സിറ്റുവേഷൻ ഇതാണ്. അപ്പൊ നിങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെയായിരിക്കും അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ നിങ്ങളൊന്ന് പറയാം. സർ, പറയും. ആ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിട്ട് ലൈക്ക് പറയുവാണെങ്കിൽ അവൾ ആദ്യത്തെ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ ലൈക്ക് പബ്ലിക് എക്സാം എഴുതാൻ പോവാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് തയ്യാറെടുക്കേണ്ട ഒരു സമയത്ത് വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അത് അവളെ പഠിത്തത്തെ തീർച്ചയായിട്ടും ബാധിക്കും. കാരണം അച്ഛൻ എന്ന് പറയുന്ന ആളെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ട ആളായിരിക്കും. വീട്ടിലെ എല്ലാ സപ്പോർട്ടും പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന അച്ഛൻ അങ്ങനെ വരുമ്പോഴത്തേനും അവൾക്ക് ഇമോഷണലി മാത്രമല്ല പഠിക്കാനും ഒത്തിരി പഠിത്തത്തെ അവളുടെ ഒത്തിരി ബാധിക്കും. പിന്നെ അച്ഛൻ അങ്ങനെ വന്ന് കിടക്കുമ്പോൾ തീർച്ചയായിട്ടും വീട്ടില് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് കാണും. അപ്പൊ അവൾക്ക് വേണ്ട വിധത്തിലുള്ള ഫുഡ്, ന്യൂട്രിയൻസ് ഉള്ള ഫുഡ്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. മെറ്റീരിയൽസ് കുറവായിരിക്കും പഠിക്കാനുള്ള.
അവൾക്ക് അതായിരിക്കും അവളുടെ പ്രശ്നങ്ങൾ. പിന്നെ ഓക്കെ, പറയൂ. പിന്നെ അച്ഛന്റെ കേസ് നോക്കുവാണെങ്കിൽ അച്ഛൻ ചിന്തിക്കുക ബാക്കി 3 പേരെ കുറിച്ചും. അച്ഛൻ കിടപ്പിലായതുകൊണ്ട് അച്ഛന്റെ മനസ്സിൽ കൂടെ ബാക്കി വീട്ടിലുള്ള 3 പേരുടെ കാര്യങ്ങളും പോകും. കൊച്ചിന്റെ, അമ്മയുടെ എല്ലാ കാര്യങ്ങളും. ഞാനില്ലാതെ ഇവരെങ്ങനെ ഇത് പോവും, എന്റെ കൊച്ചിന്റെ പഠിത്തം, പിള്ളേരുടെ പഠിത്തം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അമ്മയ്ക്കാണെങ്കിലും വീട്ടില് ഇനി ഇത് എങ്ങനെ എൻഡ് ടു എൻഡ് എങ്ങനെ എത്തിക്കും, പിള്ളേരുടെ പഠിത്തം, വീട്ടിലെ ഫുഡ്, എല്ലാ കാര്യങ്ങളും നോക്കണം. അച്ഛന്റെ ഹോസ്പിറ്റൽ കേസ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഇളയ കൊച്ചിനാണെങ്കിൽ ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഇതൊക്കെ അവന് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതലായിരിക്കും. താങ്ക് യു സർ. താങ്ക് യു ശ്രീ നിരഞ്ജന. നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തു. നല്ല രീതിയിൽ നമ്മൾ വിചാരിച്ച ലെവലിൽ തന്നെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ. അതുപോലെ ഇനി വേറെ ആർക്കെങ്കിലും ഇവര് പറയാത്ത പോയിന്റ്സ് പറയാത്ത പോയിന്റ്സ് പറയാം. അഞ്ചൽ പറഞ്ഞോളൂ. അപ്പൊ അച്ഛനാണെങ്കിൽ അച്ഛന്റെ ഭാഗത്തുനിന്ന് നോക്കുവാണെങ്കിൽ ഭാര്യ എങ്ങനെ ഒറ്റയ്ക്ക് ആ കുടുംബം നോക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷൻ ഉണ്ട്. പിന്നെ ഞാനിങ്ങനെ കിടപ്പിലായത് കൊണ്ട് അവർക്കൊരു ഭാരമാകുമോ, അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും. പിന്നെ അമ്മയ്ക്കാണെങ്കിലും മക്കളെ കുറിച്ച് ഓർത്തിട്ടുള്ള ടെൻഷനും ഭർത്താവിനെ കുറിച്ചുള്ള ടെൻഷനൊക്കെ ഉണ്ടാവും. എങ്ങനെ ഒറ്റയ്ക്ക് കുടുംബം നോക്കും, മക്കളെ എങ്ങനെ ഇനി പഠിപ്പിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷൻ കാണും. അതുപോലെ മകൾക്കാണെങ്കിലും അച്ഛൻ ഇങ്ങനെ കിടക്കുമ്പോൾ അച്ഛനെ പറ്റി ഓർത്ത് തന്നെ പുള്ളിക്കാരി ആ കൊച്ചിന്റെ പഠിത്തത്തെ അതിന് നല്ല രീതിയിൽ ബാധിക്കും. അതുപോലെ ആ ഇളയ കൊച്ചാണെങ്കിലും ആ കുട്ടിക്കും ഇങ്ങനെയൊക്കെയുള്ള ഓരോ ചിന്തകളായിരിക്കും, അച്ഛനെ പറ്റിയും അമ്മയെ പറ്റിയും അങ്ങനെയൊക്കെ ഓരോ ചിന്തകളായിരിക്കും. ഓക്കെ, താങ്ക് യു. നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തു. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഓക്കെ, രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തു, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തു. അപ്പൊ ഈ സ്റ്റോറി എല്ലാവരും മനസ്സിൽ വെക്കണം. നമ്മൾ ഇനി മുന്നോട്ടുള്ള സമയങ്ങളിലൊക്കെ ആവശ്യം വരുന്നതാണ്. അപ്പം നിങ്ങൾ ഈ സ്റ്റോറി നിങ്ങളെ മനസ്സിലൊന്ന് വെക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരുപാട് പ്രശ്നം, ഇവർ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് നമ്മുടെ പാലിയേറ്റീവ് കെയർ ക്ലബിന്റെ, നിങ്ങൾ പാലിയേറ്റീവ് കെയർ വളണ്ടിയർ ആയിട്ട് ഇങ്ങനെ ഒരു ഫാമിലിനെ കാണാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഒരു വിസിറ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്തൊക്കെ ചേഞ്ച് വരുത്താൻ പറ്റും. അതായത് നമ്മൾ പാലിയേറ്റീവ് ഞാൻ പറഞ്ഞു, നിങ്ങളോട് ആദ്യം പറഞ്ഞു, നമുക്ക് സോഷ്യൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സോഷ്യൽ വിസിറ്റ്. ആ സോഷ്യൽ വിസിറ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ഐസൊലേഷൻ. ഇങ്ങനെയുള്ള ഒരു പേഷ്യന്റ്, ഇപ്പൊ ഈ അമ്മ ജോലിക്ക് പോയി, മക്കള് ജോലിക്ക് പോയി, ഈ പേഷ്യന്റ് അവിടെ ഒറ്റപ്പെടുകയാണ്, ഐസൊലേറ്റഡ് ചെയ്യപ്പെടുകയാണ്. അവർ ആ റൂമിന്റെ അകത്ത്, കിടപ്പിലായ അച്ഛൻ ആ റൂമിന്റെ അകത്ത് കൂട്ടിയിട്ട് അമ്മ ജോലിക്ക് പോകും, മക്കൾ സ്കൂളിലും പോകും, അവർ ആ 4 ചുമരിന്റെ അകത്ത് കിടപ്പാണ്. അപ്പൊ നമ്മുടെ ഒരു സോഷ്യൽ വിസിറ്റിന്റെ ഭാഗമായി, നമ്മുടെ ഈ പാലിയേറ്റീവ് കെയർ ക്ലബിന്റെ ഭാഗമായിട്ട് അവരെ അടുത്തോട്ട് പോകുന്ന സമയത്ത് ഈ ഐസൊലേറ്റഡ് ചെയ്യപ്പെട്ട ആ ആളുടെ ഒരു ഐസൊലേഷൻ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ റെഡ്യൂസ് സൂയിസൈഡൽ തോട്ട്സ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇങ്ങനെ കേട്ടപ്പോ എന്റെ കാരണത്താൽ വൈഫ് ജോലിക്ക് പോകണം, മക്കള് കഷ്ടപ്പെടുകയാണ്, എല്ലാവരും കഷ്ടപ്പെടുകയാണ്, ഞാനൊന്ന് സൂയിസൈഡ് ചെയ്താല്, ഞാനൊന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എന്റെ ഫാമിലി രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഇങ്ങനെ സൂയിസൈഡ് ചെയ്തു വെച്ച് രക്ഷപ്പെടാൻ ഒരുപക്ഷെ പറ്റുന്നില്ല. കാരണം അവർക്ക് അറിയാം, ഒരു അച്ഛനിൽ നിന്ന് കിട്ടുന്ന ഒരു കെയർ, മകൾക്ക് കിട്ടുന്ന ഒരു കെയർ ഒക്കെ ഉണ്ട്, ഇല്ലേ? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് ഈ അച്ഛൻ അവിടെ ഉണ്ട് എന്നുള്ളൊരു സപ്പോർട്ട് അവർക്ക് ഉണ്ട്. അതൊന്നും അവർക്ക് ഒരു പക്ഷെ നഷ്ടപ്പെടും ഇങ്ങനെ സൂയിസൈഡ് ചെയ്താൽ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ പുറത്തോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഹാപ്പിനെസ് കിട്ടും പുറത്തോട്ട്. അപ്പൊ നമ്മളൊന്ന് പോയിട്ട് നമ്മള് പാലിയേറ്റീവ് കെയർ ക്ലബില് 2-3 വളണ്ടിയേഴ്സ് ഒരു ദിവസം പോയിട്ട്, വീക്കിലി ഒരു ദിവസമൊക്കെ പോയിട്ട് അവരെ കണ്ട് അവരെ ഒന്ന് ഔട്ടിങ്ങിന് പുറത്തോട്ടൊക്കെ ഒന്ന്
എടുത്ത് അവരെ ഒരു അടുത്തുള്ള മുറ്റത്തോ അല്ലെ ബീച്ചിലോ അല്ലെ പാർക്കിലൊക്കെ ഒന്ന് കൊണ്ടുപോയാൽ ഒരുപാട് ഐസൊലേറ്റഡ് ചെയ്യുന്ന പ്രശ്നങ്ങളും സൂയിസൈഡൽ തോട്ട്സ് ഒക്കെ അവർക്ക് പോകും. അതുപോലെ തന്നെ റെഡ്യൂസ് ലോൺലിനെസ്. മറ്റേ ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ വേറെയാണ്, ഒരു റൂമിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ. ലോൺലിനെസ് എന്ന് പറഞ്ഞാൽ ഏകാന്തതയാണ്. അവരെ ഏകാന്തത അവർക്ക് അനുഭവപ്പെടുകയാണ്. എന്നോട് ആരും മിണ്ടുന്നില്ല, എന്നോട് ആരും സംസാരിക്കുന്നില്ല, എന്നെ മനസ്സിലാക്കാൻ ആരും ഇല്ല എന്നൊരു ചിന്ത, ലോൺലിനെസ്, ഏകാന്തത അവർക്ക് വരികയാണ്. അപ്പൊ നമ്മുടെ ഒരു വിസിറ്റിന്റെ ഭാഗമായിട്ട് അവർക്ക് അത് കുറച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെ എ ഫീലിംഗ് ദാറ്റ് ദേ ഹാവ് സംവൺ, ആരോ എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് തോന്നും എൻ്റെ കൂടെ ആരൊക്കെയോ ഉണ്ട്. there are people who listen to me, എന്നെ കേൾക്കാൻ, എന്നെ മനസ്സിലാക്കാൻ ആരൊക്കെയോ ഉണ്ടെന്നൊരു തോന്നല് ആ പേഷ്യൻസിനും അവരുടെ ഫാമിലിക്കും കിട്ടുമ്പോൾ അവർക്ക് ജീവിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവും. ഈ അച്ഛൻ ഇങ്ങനെ കിടപ്പിലായി പോയാൽ ഈ വീട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ ആകെ ഭയങ്കര പ്രശ്നമായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ വിചാരിച്ച പോലെ ഒന്നും നടന്നോളമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞാൽ ഈ അമ്മ ജോലിക്ക് പോകുന്നു, അമ്മ എന്നും കഷ്ടപ്പെടുകയാണ്, കഷ്ടപ്പെടലുകൊണ്ട് കഷ്ടപ്പെടൽ. ഈ അച്ഛനാണെങ്കിൽ കിടപ്പിലാണ്, അയാൾക്ക് സങ്കടം, ടെൻഷൻ, ഇങ്ങനെ ഏകാന്തത പ്രശ്നങ്ങളൊക്കെ. മക്കളാണെങ്കിൽ 5ാം ക്ലാസ് പഠിക്കുന്ന പയ്യനാണെങ്കിൽ അച്ഛൻ കിടപ്പിലായി, അവന്റെ സ്വപ്നങ്ങളൊക്കെ അവിടെ നഷ്ടപ്പെട്ടു പോകും. അതുപോലെ തന്നെ ആ മകൾ 10ാം ക്ലാസ് പഠിക്കുന്ന മകൾ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിന് പോവുകയാണ്. അതുപോലെ തന്നെ അവർക്കൊരു ഫ്യൂച്ചർ ഉണ്ടാവും, പഠിച്ചിട്ട് വലിയ ആളാവണം, പക്ഷെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി ഇങ്ങനെയാണ്, അങ്ങനെ ഒരുപാട് ചിന്താഗതി ഉണ്ടാവും. പക്ഷെ അതിനേക്കാൾ ഒരു ഉപരി എന്ന് പറഞ്ഞാല് ആ പെൺകുട്ടിയാണ്, +2 പഠിക്കുന്ന 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് അച്ഛനിൽ നിന്ന് കിട്ടുന്ന ഒരു കെയർ ഉണ്ട്, ഒരു സെക്യൂരിറ്റി ഉണ്ട്. അത് അവിടെ എത്രത്തോളം ഉണ്ടെന്ന് ചിന്തിക്കേണ്ട ആവശ്യം. നിങ്ങൾക്ക് അറിയാം, പെൺകുട്ടികൾ ഒരുപാടുണ്ട് നമ്മുടെ ഈ സെഷനിൽ. അവർക്കറിയാം അച്ഛനിൽ നിന്ന് കിട്ടുന്ന ഒരു കെയർ എത്രത്തോളം ഉണ്ടെന്ന്, അല്ലേ? ശരിയല്ലേ? അതെ സർ. അതെ, നമ്മളെ അതെ സർ. അച്ഛനിൽ കിട്ടുന്ന ഒരു കെയർ എന്ന് പറഞ്ഞാല് വലിയൊരു കെയർ തന്നെയാണ്. അച്ഛൻ ഉണ്ടാകുമ്പോൾ കിട്ടുന്ന ഒരു സപ്പോർട്ട് വലിയൊരു കോൺഫിഡൻസ് ആണ്. അപ്പം അത് നമ്മൾ വേറെ ആളിൽ നിന്ന് ഒരിക്കലും കിട്ടില്ല, അച്ഛനിൽ നിന്ന് തന്നെ കിട്ടുള്ളൂ. അപ്പൊ നമ്മളെ ഈ സോഷ്യൽ വിസിറ്റിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഐസൊലേഷൻ കുറക്കാൻ പറ്റും, സൂയിസൈഡൽ തോട്ട്സ് ഒഴിവാക്കാൻ പറ്റും. പേഷ്യൻസിനെ നമ്മളൊന്ന് എടുത്തിട്ട് ചില ദിവസങ്ങൾ പാലിയേറ്റീവ് കെയർ ക്ലബിന്റെ നമ്മൾ പറയാം, നമ്മൾ പാലിയേറ്റീവ് കെയർ ക്ലബിലെ സ്റ്റുഡൻസ് ആണ്, ഇന്ന കോളേജിലെ സ്റ്റുഡൻസ് ആണ് ഒക്കെ പോയി പറഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ദിവസം അവരെയും കൊണ്ടൊന്ന് പുറത്തോട്ടൊക്കെ പോവുക. അപ്പൊ അവരെ ലോൺലിനെസ് അവിടെ നഷ്ടപ്പെടും. അതുപോലെ തന്നെ അവര് കൂടെ ആരൊക്കെയുണ്ട്, അവരെ കേൾക്കാൻ ആരൊക്കെയുണ്ട്, മനസ്സിലാക്കാൻ ആരൊക്കെ ഉണ്ടെന്നൊരു തോന്നൽ അവർക്ക് വരും. ഇതൊക്കെയാണ് നമ്മൾ പാലിയേറ്റീവ് കെയർ അല്ലെങ്കിൽ സാൻഡ് സ്പെയിനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു ചെറിയൊരു വീഡിയോ കാണാം. ആ വീഡിയോ കണ്ടിട്ട് എല്ലാവരും അത് റെസ്പോണ്ട് ചെയ്യണം. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായത് എന്തൊക്കെയാണ്, സിറ്റുവേഷൻ എന്തൊക്കെയാണെന്ന് നിങ്ങൾ പറയണം. ഓക്കെ? ഇവിടേക്ക് തന്നെ വന്നതാ. ബസ്സിൽ ചോദിച്ചപ്പോ സുഖമില്ലാതെ കിടക്കുക പറഞ്ഞു. അപ്പൊ ഒന്ന് കാണണമെന്ന് തോന്നി. എന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാണോ മോള്? അതെ, എന്താ? അല്ല, ഒന്നുമില്ല. എങ്ങോട്ടോ ഇറങ്ങാൻ തുടങ്ങായിരുന്നു തോന്നുന്നു. ആ, നമ്മുടെ അയ്യർ സാറിന്റെ വീട്ടിലേക്ക്. അവർക്ക് ആഴ്ചയിൽ മുറുക്കും കൊണ്ടാട്ടവും വേണം. അവര് തന്ന ജീവിയാ. ദാ വീട്ടിലുണ്ടായതാ. അയ്യോ, ഇതൊക്കെ എനിക്കായിട്ട് ഞാനിവിടെ ഒന്നും ഉണ്ടാക്കാറില്ല, ഒക്കെ പുറത്തുനിന്നാ. ചായ കൊണ്ടുവരാൻ പയ്യനോട് പറയാം. അയ്യോ വേണ്ട. എന്നെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരാള് എന്നെ കാണാൻ വരുന്നത് ആദ്യമായിട്ടാ. പിന്നെ പറയാനാണേലും പെൻഷന്റെ പാതി വാങ്ങിക്കാൻ വരുന്ന മരുമോളെ ഉള്ളു കേട്ടാ. മോള് വാ.
ആശുപത്രിയിലൊക്കെ പോകുന്നത്? ഓ, അതിനൊന്നും കുഴപ്പമില്ല. അത്യാവശ്യമൊക്കെ നടക്കാം. കൂട്ടു വേണമെങ്കിൽ പറയണം. ആശുപത്രി പോകാൻ കൂട്ടുവേണ്ട. പക്ഷെ ഇടയ്ക്ക് ഇതുപോലെ വരാമെങ്കിൽ വല്ലപ്പോഴും മതി. വേറൊന്നിനുമല്ല. ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നൊരു തോന്നൽ വേണം മോളെ മനുഷ്യന്മാർക്ക്. വല്ലപ്പോഴെങ്കിലും ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ ഒരാള് വേണം. എല്ലാ ദിവസവും തമ്മി തമ്മി കാണുമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പേര് പോലും ചോദിച്ചിട്ടില്ല. ഒരു ദിവസം കണ്ടില്ലെങ്കിൽ കണ്ടില്ല, അത്രേ ഉള്ളൂ. അതിനപ്പുറം ആർക്കെവിടെ നേരം? എന്നിട്ടും മോൾ എനിക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച ഈ സമയമുണ്ടല്ലോ, ഇനി എനിക്ക് എന്റെ ജീവനുള്ളിടത്തോളം കാലം ഓർത്തിരിക്കാനുള്ളതാ. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ഓക്കെ അതൊക്കെ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇത് ഏത് മൂവിയാന്ന് അറിയോ? How old are you? How old are you? How old are you? How old are you, How sir? old are you? ഓക്കെ എല്ലാരും കണ്ടിട്ടുണ്ട്. അപ്പം നമ്മള് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ. അപ്പൊ ഞാന് ചന്ദ്രാജ് എന്ന് പറയോ, എന്താണ് ഈ വീഡിയോ എന്ന് മനസ്സിലായത്? ചന്ദ്രാജ് KS. ചന്ദ്രാജ് ഒന്ന് പറയോ എന്താണ് മനസ്സിലായതെന്ന്? ഹലോ ചന്ദ്രാജ്, സംസാരിക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, ആളില്ല എന്ന് തോന്നുന്നു. ഓക്കെ, വേറെ ആമിനൊന്ന് പറയോ? ഞാൻ ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ കാണുന്നുണ്ട്, അത് നോക്കിയിട്ട് വിളിക്കുകയാണ്. ആമിന, അതായത് ഇപ്പൊ ഈ മൂവി ഇത് കണ്ടില്ലേ നിങ്ങൾ? ഈ വിഷ്വല് കണ്ടില്ലേ? ചന്ദ്രരാജ്, ആ വിഷ്വല് കണ്ടതിൽ നിന്ന് എന്താണ് മനസ്സിലായതെന്ന് പറയൂ. നമ്മൾ പോലും പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. നമ്മുടെ ഒരു കുറച്ചു നേരത്തെ സമയം കൊണ്ട് ഒരാൾക്ക് ഇത്രയും സന്തോഷം കിട്ടുമെങ്കിൽ എന്ന് നമ്മൾ പോലും വിചാരിക്കത്തില്ല. നമ്മൾ വിചാരിക്കും നമ്മുടെ സമയം കൊണ്ട് ആർക്കെന്തോ കിട്ടാൻ എന്നായിരിക്കും. പക്ഷെ ഇതേപോലുള്ളവർക്ക് അതായിരിക്കും ഇപ്പോഴത്തെ ഏറ്റവും വലിയ സന്തോഷം, അതായിരിക്കും. ഓക്കെ, താങ്ക് യു ജീവ താങ്ക് യു. ചന്ദ്രരാജ് ഒന്ന് പറയൂ, വീഡിയോ ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ, ചന്ദ്രരാജ് സംസാരിച്ചോളൂ. ഓക്കെ, വേറെ ആരെങ്കിലും ഒന്ന് പറയൂ. സർ പറഞ്ഞോട്ടെ. ശ്രീ നിരഞ്ജന. ഓക്കെ, പറയൂ. സാർ, ഞാൻ എവിടെയോ കേട്ടിട്ടുള്ളതാണ് ഒരു മനുഷ്യന് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ സമയമാണെന്ന്. ഏറ്റവും വിലപിടിപ്പുള്ള സാധനം നമ്മുടെ സമയമാണ്. നമുക്ക് ചുറ്റും നമുക്ക് വേണ്ടി സമയം തരാൻ ഒത്തിരി ആൾക്കാരുള്ളപ്പോ നമ്മൾ ആ സമയത്തിന്റെ വില തിരിച്ചറിയില്ല. പക്ഷെ ഇങ്ങനെ കിടപ്പിലായ രോഗികള്, അതുപോലെ ആരും ഇല്ലാത്തവര്, ഒന്ന് ചെന്ന് അന്വേഷിക്കാൻ ഇല്ലാത്തവര്, പെട്ടെന്ന് അവര് ഒത്തിരി സോഷ്യലായിരുന്ന സമയത്ത് നിന്നും പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോവുകയാണ് ഇങ്ങനെ ഒരു അസുഖം വരുമ്പത്തേനും. അപ്പത്തേനും അവര് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് ഒന്ന് ഇരുന്ന് ഇപ്പൊ എങ്ങനുണ്ട്, സുഖമാണോ, അങ്ങനെയൊക്കെ ഒന്ന് ചോദിക്കാൻ ഒരാള്, കുറച്ച് സമയം. ആ അമ്മയുടെ ആ ഒരു സീനിൽ ആ അമ്മ പറയുന്ന വാക്കുകൾ ഉണ്ടല്ലോ, അത് ശരിക്കും അങ്ങനെ അത് ശരിക്കും
ടച്ച് ചെയ്യുന്ന ഒരു വാക്കുകളാണ്. നമ്മുടെ ഒരു പ്രസൻസ് കൊണ്ട് നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട് ഒരു യൂസും ഇല്ല, നേരത്തെ ആള് പറഞ്ഞ പോലെ ഒരു യൂസ്ഫുള്ളും ഇല്ല. പക്ഷെ നമുക്ക് ആക്ച്വലി ഒന്ന് ചെന്നിരുന്ന് നമ്മൾ ആ കൊടുക്കുന്ന ഒരു ചെറിയൊരു സമയം മതി അവർക്ക് വലിയ ലൈക് ജീവിതകാലം മുഴുവൻ ഓർത്ത് വെക്കാനുള്ള ഒരു ഇതാവാനായിട്ട്. താങ്ക് യു സർ. യെസ്, താങ്ക് യു ശ്രീനിരഞ്ജന, നല്ല രീതിയിൽ തന്നെ പറഞ്ഞു. വേറെ ആരെങ്കിലും ഒന്ന് പറയോ? സാർ മർവ പറയൂ. സാർ, ഈ ഒരു ഫിലിമിലെ ഒരു ചെറിയ ഒരു വീഡിയോ ഭയങ്കര അർത്ഥമുള്ള ഒരു വീഡിയോ ആണ്. അവര് കണ്ടുമുട്ടുന്നത് പോലും ഒരു ബസ്സില് വല്ലപ്പോഴും ഒന്ന് കണ്ടുമുട്ടുന്ന ഒരാള് പെട്ടെന്ന് കാണാതായപ്പോ അവരെ അന്വേഷിക്കാൻ ഒരാളുണ്ട് എന്ന് പറഞ്ഞ് വന്ന ആ ഒരു സന്ദർഭം ഇപ്പൊ നമ്മുടെ ലൈഫിലാണെങ്കിൽ പോലും നമ്മൾ നൂറുകണക്കിന് ആൾക്കാരെ കാണുന്നുണ്ട്. പക്ഷെ നമ്മളെ ഒരു ദിവസം കാണാത്തപ്പോ നമ്മൾക്ക് വേണ്ടി അന്വേഷിക്കുന്ന ആൾക്കാർ ചുരുക്കമായിരിക്കും. അങ്ങനെ ആ അന്വേഷിക്കുന്ന ആൾക്കാര് നമുക്ക് ഉണ്ട് എന്ന് അറിയുമ്പോൾ, നമുക്ക് വേറൊരാൾ നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ ഉണ്ട് എന്ന് അറിയുമ്പോൾ, അത് തന്നെയാണ് ലൈഫിലെ ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് എന്ന് പറയാനുള്ളത്. അപ്പം നമ്മളെ കൊണ്ട് വേറൊരാൾക്ക് എന്തെങ്കിലും രീതിയിലത്തെ ഒരു സന്തോഷം കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ കാണത്തുള്ളൂ നമ്മുടെ ലൈഫിൽ എപ്പോഴും കൂടെ. ഓക്കെ താങ്ക് യു മറവ. അതുപോലെ തന്നെ ചാറ്റിൽ കുറെ വന്നിട്ടുണ്ട്, പേര് കാണുന്നില്ല. വിഷ്വൽ, അതായത് സാർ വിഷ്വലിൽ കണ്ടതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്കും ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പറഞ്ഞോട്ടെ ഓക്കെ സർ, സമയത്തോട് തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ മഞ്ജു വാര്യർ ആ സീനിൽ നമുക്ക് കാണാൻ പറ്റും ആ ക്ഷമയോടിരുന്ന് കേൾക്കുന്നത്. അത് പലർക്കും ചിലപ്പം സാധിച്ചെന്ന് വരില്ല. കാര്യം ആ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടെ കേൾക്കുകയും ആ ഒരു ഇമോഷണൽ ഫീലിങ്സ്, ആ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് സർ. അതെ. അതുപോലെ തന്നെ നമ്മളെ അഞ്ചൽ പറഞ്ഞിട്ടുണ്ട്, ആരും ഇല്ലെന്ന് വിചാരിക്കുന്നവർക്ക് ഒരാളെങ്കിലും കൂടെ ഉണ്ടാകും എന്നുള്ളൊരു തോന്നൽ മതി അവർക്ക്. അവരുടെ അടുത്ത് ചെന്ന് ഇപ്പോ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഉള്ളൊരു സന്തോഷം അതാണ്. ആരും ഇല്ലാത്തവർക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ അത് മാത്രമാണ്. അതും കൂടി ഉണ്ടായാൽ തന്നെ വലിയ ആശ്വാസമാണെന്ന് അതിൽ നമ്മൾ പറയുന്നുണ്ട്. വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ. നിരഞ്ജന പറഞ്ഞോളൂ. സാർ, നമുക്കൊരാളെ ഫിനാൻഷ്യൽ ആയിട്ടോ അല്ലെങ്കിൽ തന്നെ വേറെ വല്ല സപ്പോർട്ടോ ചിലപ്പോൾ നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ലായിരിക്കും. അപ്പൊ നമ്മൾ ഇതുപോലെ ഒരാളെ വിസിറ്റ് ചെയ്ത് നമ്മളൊന്ന് അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായിരിക്കും ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഈ ഫിലിമിൽ കാണിക്കുന്നത് ബസ്സിൽ പോണ രണ്ട് അപരിചിതരാണ്. അവര് ചെന്ന് സംസാരിക്കും. നമ്മൾ തന്നെ ഇപ്പൊ എന്താ ഒരു ട്രെയിനിലോ ബസ്സിലോ പോകുമ്പോ ഒന്നെങ്കിൽ ഹെഡ്സെറ്റും വെച്ച് പാട്ട് കേട്ടിരിക്കുക, അല്ലെ ആരെയും മൈൻഡ് ചെയ്യാതിരിക്കുക. നമ്മളൊന്നും ചിരിക്കത്തുകൂടിയില്ല. ആരെങ്കിലും നമ്മളെ ദേഹത്ത് തട്ടിയാൽ തന്നെ നമ്മൾ ഭയങ്കര വലിയ എന്തോ സംഭവമായിട്ടാണ് കാണുന്നത്. ആ ഒരു കൺസെപ്റ്റ് മാറ്റി വെച്ച് ഇതുപോലെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുവാണെങ്കിൽ അതൊരു ഏറ്റവും വലിയ കാര്യമായിരിക്കും. അതേ കണക്ക് തന്നെ നമ്മൾ ഓൾഡ് ഏജ് ഓരോ കരുണാലയം അങ്ങനത്തെ ഓരോ ഇതില്ലേ, അമ്മമാരെയൊക്കെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്ന അപ്പോഴത്തേക്ക് അതെ, വൃദ്ധസദനം. അപ്പൊ അവിടെ ഓരോ അമ്മമാരുണ്ട്. അവര് നമ്മളെ കുഞ്ഞിനെ ഒരുപാട് കെയറോടെ നോക്കിയതായിരിക്കും. പക്ഷെ നമ്മൾ വളരുമ്പോ നമുക്ക് വേറെ ഫാമിലി ആവുമ്പം നമുക്ക് അവര് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുകയാണ്. അപ്പൊ അവരും കുഞ്ഞുങ്ങളെ ചിരി കാണാനും ഇങ്ങനെ ചെന്ന് അമ്മയെ സുഖമാണോ, അമ്മയുടെ കാര്യങ്ങളൊക്കെ തിരക്കുന്നതും കാത്ത് ഒരുപാട് പേരുണ്ടാവും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും. ഓക്കെ, അതെ. അപ്പൊ നിരഞ്ജന പറഞ്ഞത് തന്നെയാണ് നല്ല കാര്യം. ഈ വൃദ്ധസദനങ്ങളിലൊക്കെ ഉള്ള ആളുകളെ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു ദിവസം ഒരു കോളേജിൽ ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളെല്ലാവരും വൃദ്ധസദനത്തിൽ പോയിട്ടുണ്ടോ? ഈ ഗ്രൂപ്പിൽ എത്ര ആളുകൾ വൃദ്ധസദനത്തിൽ പോയിട്ടുണ്ട്? ഞാൻ പോയിട്ടുണ്ട് സാർ. ഞാൻ പോയിട്ടുണ്ട് സാർ. ഓക്കെ താങ്ക് യു. കുറെ ആളുകൾ പോയിട്ടുണ്ട്. നിങ്ങൾ പോയ സമയത്ത് അപ്പൊ ഞാൻ അന്ന് ആ കോളേജിൽ ചോദിച്ചു. അപ്പൊ അന്ന് കുറച്ച് ആളുകളൊക്കെ വൃദ്ധസദനത്തിൽ പോയിട്ടുള്ളൂ. അവര് പറഞ്ഞത് വൃദ്ധസദനം ഞങ്ങള് ടിവിയിലൊക്കെ സിനിമയിലൊക്കെയാണ് കൂടുതലും കണ്ടത്, അത് ലൈഫിൽ ഡയറക്റ്റ് കണ്ടിട്ടൊന്നുമില്ല. വൃദ്ധസദനം എന്നുള്ളത് ഞങ്ങളെ മനസ്സിൽ ഒരു സിനിമയിൽ കാണുന്ന ഒരു വൃദ്ധസദനമായിട്ടാണ് ഞങ്ങൾക്ക് അറിയുള്ളൂ. കുറച്ച് ആളുകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ആ വൃദ്ധസദനത്തിൽ പോയിട്ട് എന്താണ് ചെയ്തത്? ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആ വൃദ്ധസദനത്തിൽ പോയ സമയത്ത് നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കിയത് എന്താണ്? സാർ, ഒരാൾ പറയൂ. ശിവപ്രിയ പറയൂ. പോയ സമയത്ത് അവർ ഏറ്റവും കൂടുതൽ മിസ്
ചെയ്യുന്നത് അവരുടെ ഫാമിലിയാണ്, അവരുടെ കുടുംബത്തെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവർക്ക് അവര് കുടുംബം ഉപേക്ഷിച്ചവരാണ് കൂടുതൽ. പിന്നെ ഓരോ ജോലി തിരക്കുകൾ കൊണ്ട് അവിടെ ആക്കിയവരാണ് അമ്മമാര്. പക്ഷെ അവര് വിളിക്കണുണ്ട്, സംസാരിക്കണുണ്ടാവും. പക്ഷെ അവർക്ക് അവരുടെ പ്രസൻസ് ആണ് ഏറ്റവും കൂടുതൽ അത്യാവശ്യം. ഞാൻ അവിടെ പോയിട്ട് ഒരു അമ്മയായിട്ട് സംസാരിക്കുകയുണ്ടായിരുന്നു. അപ്പൊ ആ അമ്മ പറഞ്ഞത് എന്റെ മോൻ ദുബായിലാണ്, അവരുടെ മകന്റെ ഫാമിലി ആയിട്ട് ദുബായിലാണ്. അമ്മേനെ നോക്കാൻ വേണ്ടി ആളില്ലാത്തതുകൊണ്ട് വൃദ്ധസദനത്തിലാക്കിയിരിക്കുകയാണ് അമ്മേനെ. അമ്മയടുത്ത് ഞാൻ ഇങ്ങനെ അടുത്ത് സംസാരിച്ചത് പറഞ്ഞ എന്നെ വിളിക്കണുണ്ട്, എനിക്കുള്ള എല്ലാ സഹായവും അത് ചെയ്തു തന്നെയുണ്ട്. പക്ഷെ അവൻ അറിയണില്ല എനിക്ക് അവനെയാണ് മിസ് ചെയ്യണത് ഏറ്റവും കൂടുതൽ. അവരുടെ കുടുംബത്തെയാണ് അമ്മ മിസ് ചെയ്യണത്. പ്രസൻസ് അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം അവർക്ക് സ്പെൻഡ് ചെയ്യാൻ ടൈം. ഹാപ്പിനെസ് ഉണ്ടാക്കുന്നതാണ്. വേറെ ആരാണ്? സർ ഓക്കെ, ശ്രീ നിരഞ്ജന പറഞ്ഞോളൂ. സാർ ഞാൻ ആലപ്പുഴ മരിയ ഭവനിലായിരുന്നു വിസിറ്റ് ചെയ്തത്. ഒരു ടീമിന്റെ കൂടെ വിസിറ്റ് ചെയ്തായിരുന്നു. അപ്പൊ ഞങ്ങൾ SPCയുടെ ഭാഗമായിട്ട് ഞാൻ 8-ലോ 9-ലോ പഠിക്കാം. ഫസ്റ്റ് ടൈമാണ് ഞാൻ അങ്ങനെ ഒരു വൃദ്ധസദനം എന്നൊക്കെ പറഞ്ഞു ടിവിയിൽ, സാറ് പറഞ്ഞ പോലെ തന്നെ ടിവിയിലൊക്കെ കണ്ട് പരിചയമുള്ളൂ. ഫസ്റ്റ് ടൈം പോയി അവിടെ വന്നപ്പോ കുറേ അമ്മമാര്, എന്റെ വീട്ടിലും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ചെന്ന് കുറേ അമ്മമാര്, അവർക്കാണെങ്കിൽ ഞങ്ങളവിടെ കൊച്ചു പിള്ളേരാണ്, ഞങ്ങളവിടെ ചെന്ന് ചോറ് പൊതിയൊക്കെ അടിച്ച് അവരുടെ കൂടെ ഇരുന്ന് കഴിച്ചു, ഡാൻസ് കളിച്ചു, അങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ അവരുമായിട്ട് സംസാരിക്കാൻ ഒരു സെക്ഷൻ ഉണ്ട്. അപ്പൊ എല്ലാ അമ്മമാരും എന്ന് പറഞ്ഞാൽ അവർക്ക് ഇത് തന്നെയാണ് പറയാ, അവർക്ക് മക്കൾ ഭൂരിപക്ഷം പേരും പറഞ്ഞു അവര് മക്കളെ ഇഷ്ടം പോലെ മക്കൾ, അവർക്ക് 1-2 മക്കളൊക്കെ ഉള്ളവരാണ്. അവരൊന്നും നോക്കാതെ കൊണ്ടുപോയി അവിടെ ഇട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഗൾഫിൽ പോയിരിക്കുക. അപ്പൊ ഇതൊക്കെ എന്നിട്ട് ഒരമ്മ എനിക്ക് ഉമ്മ തന്നു അവിടെ വെച്ചിട്ട്. ആ ഒരു അമ്മ സ്നേഹം കൊണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ. എനിക്കതൊക്കെ ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അന്ന് ഞാൻ ഡിസൈഡ് ചെയ്ത കാര്യമാണ്, എന്റെ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ആൾക്കാർക്ക് ആർക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരില്ലെന്ന് ഞാൻ അന്ന് തീരുമാനിച്ച കാര്യമാണ്. എന്റെ ഫ്രണ്ട്സിനോട് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്യാറില്ല. ഓക്കെ, താങ്ക് യു നിരഞ്ജന. അതിനു വേണ്ടിയൊക്കെയാണ് നമ്മൾ പാലിയേറ്റീവ് കെയർ ക്ലബിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ ഇതിനൊക്കെ ഇങ്ങനെ സംസാരിക്കും കാരണം നമ്മളെ വീട്ടിലുള്ള സ്വന്തം അച്ഛനെയും അമ്മയെയും മിനിമം നമ്മൾ എല്ലാവർക്കും കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നല്ല, സ്വന്തം അച്ഛനെയും അമ്മയെയും വൃദ്ധസദനത്തിൽ പോലും അയക്കാത്ത രീതിയിൽ നമ്മളും വളരണം. അതിനു വേണ്ടിയൊക്കെയാണ് നമ്മളെ പാലിയേറ്റീവ് കെയറിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നതും മനസ്സിലാക്കി കൊടുക്കുന്നതും. ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സമയം വിസിറ്റ് ചെയ്ത സമയത്ത് അപ്പൊ നിങ്ങളിപ്പോ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പോയ സമയത്ത് ഞാൻ ഒരു അച്ഛനെ കണ്ടു. അപ്പൊ അച്ഛനായിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ച്, നമ്മൾ ഈ കുട്ടികളെ കൊണ്ടൊക്കെ പോവാറുണ്ട്, ഈ പാലിയേറ്റീവ് കെയർ ക്ലബിന്റെ ഭാഗമായിട്ട് വിദ്യാർത്ഥികളെയും കൊണ്ടൊക്കെ നമ്മളിങ്ങനെ പോവാറുണ്ട്. പോയ സമയത്ത് കുട്ടികളൊക്കെ അവിടെ അവരുടേതായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു അച്ഛനോട് സംസാരിക്കുകയാണ്. അപ്പൊ അച്ഛനോട് സംസാരിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, ആള് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്, ഒരു പ്രൊഫഷണൽ ഇതിലാണ് സംസാരിക്കുന്നത്. എന്നോട് പറഞ്ഞു, ഞാനൊരു അധ്യാപകനാണ്, ഞാനൊരു മാത്സ് അധ്യാപകനായിരുന്നു, ഞാനും എൻ്റെ വൈഫും ഇവിടെ ഉണ്ട്. അയ്യോ, അപ്പൊ ഞാൻ വിചാരിച്ചു വൈഫും സാറും കൂടി എന്താണ് ഇവിടെ? അപ്പൊ നമുക്കൊരു ഭയങ്കര ക്യൂരിയോസിറ്റി എനിക്കിത് കേൾക്കാൻ. അപ്പം എന്നോട് പറഞ്ഞു, എന്താന്ന് വെച്ചാല് ഞാനൊരു മാത്സ് അധ്യാപകനായിരുന്നു, ഇപ്പോൾ ഞാൻ റിട്ടയർഡ് ആയിട്ട് ഞാനിപ്പം ഇവിടെയാണ്. അപ്പൊ ഞാൻ, സാറ് ഇങ്ങനെയൊക്കെ റിട്ടയർഡായ വീട്ടിൽ മക്കള്, എനിക്കൊരു മകളാണ് ഉണ്ടായിരുന്നത്. പിന്നെയാണ് ആ സാറ് അതിൽ നിന്ന് പിന്നെ പതുക്കെ മകളാണുള്ളത്, മക്കളെ കാര്യം ചോദിച്ചപ്പോൾ ആള് ഇമോഷണൽ ആയിട്ട് കുറെ പോലെ തുടങ്ങി. അപ്പൊ ആള് പറഞ്ഞത്, ഞാനൊരു മാത്സ് അധ്യാപകനാണ്, ഞാൻ ചുരുക്കി പറയാണ്, നമ്മളെ സമയം കുറവായതുകൊണ്ട്. ആള് പറഞ്ഞത് മാത്സ് അധ്യാപകനായിരുന്നു, ഞാൻ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചു, പക്ഷെ എൻ്റെ സ്വന്തം മകളെ എന്താണെന്ന് ലൈഫ് എന്ന് പഠിപ്പിക്കാൻ ഞാൻ മറന്നുപോയി, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ആ യാത്രയിൽ ഞാൻ അറിയാതെ പോയി. കാരണം എന്താന്ന് വെച്ചാല് ആ മകളിപ്പം ടെക്നോ പാർക്കിൽ വലിയ ഒരു കമ്പനിയിലെ വലിയ ഒരു പൊസിഷനിൽ നിൽക്കുകയാണ്. അവർക്കിപ്പോ അച്ഛനെയും അമ്മയും ഒന്നും വേണ്ട എന്ന മൈൻഡിലാണ്. അതുപോലെ തന്നെ അച്ഛനെയും അമ്മയും വേണ്ട, നോക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല, അവർക്കൊരു സ്റ്റാറ്റസിന് ഒരു ചേരാത്ത രീതിയിലാണ്. പക്ഷെ ഈ അച്ഛനും അമ്മക്കും ഫൈനാൻഷ്യലി ഒരു പ്രശ്നവും ഇല്ല. എന്നോട് പറഞ്ഞത്, എനിക്ക് ഫൈനാൻഷ്യലി ഒരു പ്രശ്നമില്ല, കാരണം ഞാൻ റിട്ടയർഡ് ആയതിനു ശേഷമുള്ള റിട്ടയർമെന്റ് മണികളോ ക്യാഷൊക്കെ എൻ്റെ അക്കൗണ്ടിലുണ്ട്, പെൻഷൻ വരുന്നുണ്ട്, എനിക്ക് ഫൈനാൻഷ്യലി ഒരു പ്രശ്നമില്ല. പക്ഷെ സ്വന്തം മക്കള് നോക്കുന്നില്ല, അവരെ സ്നേഹം കിട്ടുന്നില്ല. അദ്ദേഹം എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പഠിച്ചത് എന്താന്ന് വെച്ചാല്, അതായത് ഒരുപാട് കുട്ടികളെ ഞാൻ പഠിപ്പിച്ചു, പക്ഷെ സ്വന്തം മകളെ ഞാൻ പഠിപ്പിക്കാൻ മറന്നുപോയി.
നമ്മൾ അതുപോലെ തന്നെ ചിന്തിക്കേണ്ടത് ഒരിക്കലും നമ്മളെ അച്ഛനെയും അമ്മയും വൃദ്ധസദനങ്ങളിലോട്ട് തള്ളിവിടരുത്. നമുക്ക് മാക്സിമം പറ്റുന്നിടത്തോളം നമ്മൾ നോക്കണം എന്നാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പം ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവർ പറയുന്നുണ്ട് പെൻഷൻ പൈസ വാങ്ങാൻ വരുന്ന മകൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് ഇമോഷണൽ ആയിരിക്കും. അപ്പം നമ്മൾ പാലിയേറ്റീവ് കെയറിലൂടെ ഉദ്ദേശിക്കുന്നത്, പാലിയേറ്റീവ് കെയർ ക്ലബിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വ്യക്തിത്വ വികസനവും അതിലൂടെ തന്നെ നമ്മൾ സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുമാണ്. നിങ്ങൾ പാലിയേറ്റീവ് കെയർ ക്ലബിന്റെ ഭാഗമായിട്ട് പാലിയേറ്റീവ് കെയർ ക്ലബിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഇപ്പൊ 2 ടൈപ്പ് വളണ്ടിയേഴ്സ് ആണ് ഉള്ളത്. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇത് ഹോം കെയർ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോം കെയർസ് ഉണ്ടാവും. ഡോക്ടർ പോകുന്നത്, നേഴ്സ് പോകുന്നത്, സോഷ്യൽ വർക്കേഴ്സ് പോകുന്നത്, വളണ്ടിയേഴ്സ് പോകുന്നത്. അതുപോലെ തന്നെ നമ്മളെ സ്റ്റുഡൻസ് വളണ്ടിയേഴ്സിൽ കോളേജ് തലത്തിലുള്ള സ്റ്റുഡൻസ് വളണ്ടിയേഴ്സും ഉണ്ട്, സ്കൂൾ തലത്തിലെ സ്റ്റുഡൻസ് വളണ്ടിയേഴ്സും ഉണ്ട്. കോളേജ് തലത്തില്, സ്കൂൾ തലത്തിൽ നമുക്കറിയാം, ഹൈസ്കൂൾ തലത്തിലും ഹയർ സെക്കൻഡറി തലത്തിലും നമ്മൾ പാലിയേറ്റീവ് കെയർ ക്ലബിന്റെ ക്ലാസ് നമ്മൾ SPC സ്റ്റുഡൻസ് പോലീസ് കാഡറ്റിനും റെഡ് ക്രോസിനും അതുപോലെ തന്നെ സ്കൗട്ട് കുട്ടികൾക്കുമാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് കോളേജ് തലത്തിലുള്ള കുട്ടികൾക്കാണ്. കാരണം എന്ന് പറഞ്ഞാൽ സ്കൂൾ തലത്തിലെ കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് ഒരാൾക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ പുറത്തോട്ട് വരുന്നതിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ പേരൻസ് വിടുന്നതിൽ ഒരുപാട്, നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ +2 പഠിക്കുന്ന സമയത്തും 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്തും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പോകുമ്പോൾ അച്ഛനും അമ്മയും വിടോ വിടില്ലേ നമുക്കറിയാം. ചില പേരൻസ് വിടുന്നത് ഉണ്ട്, കൂടുതലും വിടാത്തവരും ഒക്കെ ഉണ്ട്. ആ സമയത്ത് പഠിക്കാനും വേണ്ടി. പക്ഷെ കോളേജ് തലത്തിൽ എത്തുമ്പോൾ പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഫ്രീഡം കിട്ടും. നമ്മളൊരു യൂത്ത്, അതായത് നമ്മളൊരു കുറച്ചും കൂടി നമുക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനും മനസ്സിലാക്കാനും ഏതാണ് റൈറ്റ് ഏതാ റോങ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പക്വത എത്തി. അപ്പൊ നമ്മൾ കോളേജ് തലത്തിൽ എത്തുന്ന സമയത്ത് നമുക്ക് കൂടുതൽ അവസരങ്ങൾ വരും. ഇതുപോലെ NSSഉം പാലിയേറ്റീവ് കെയർ ക്ലബും നമുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കുറെ പ്ലാറ്റ്ഫോമുകൾ കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ കോളേജ് തലത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് കൂടുതൽ ആളുകളിലോട്ട് ഇത് എത്തിക്കുന്നത്. അതുകൊണ്ടാണ് സ്റ്റുഡൻസ് വളണ്ടിയേഴ്സിൽ കോളേജിലെ 2 ടൈപ്പ് ഓഫ് വളണ്ടിയേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കഴിഞ്ഞ ഹോം കെയറിന്റെ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ടാവും, ഡോക്ടേഴ്സ് പോകുന്ന DHC, അതുപോലെ തന്നെ NHC ഡോക്ടർ ഹോം കെയർ സർവീസ്, നഴ്സസ് ഹോം കെയർ സർവീസ്, വളണ്ടിയർ ഹോം കെയർ സർവീസ്. അപ്പം നമ്മൾ അതിലാണ് പെടുന്നത്. സ്റ്റുഡൻസ് നമ്മൾ അതിലാണ് വളണ്ടിയർ ലെഡ് ഹോം കെയറിലാണ് നമ്മൾ വരുന്നത്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഇന്നലെ ട്രീസ മാഡത്തിന്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ആ സമയത്ത് നിങ്ങൾ കേട്ടിരുന്നത് കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ ഞാനും ഇവിടെ കമ്മ്യൂണിക്കേഷന്റെ ചെറിയൊരു പാർട്ടാണ് എടുത്ത് പറയുന്നത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കാരണം നമ്മൾ സ്റ്റുഡൻസ് വളണ്ടിയേഴ്സ് നമ്മളെ കോളേജിലെ പാലിയേറ്റീവ് കെയർ ക്ലബിന്റെ ഭാഗമായിട്ട് ഒരു പേഷ്യന്റിനെ കാണാൻ പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം എന്താ പറഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷൻ ഇന്നലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അത് ഒരുപാട് നല്ല രീതിയിൽ പറഞ്ഞിട്ട്, ഇത് ഞാൻ കുറച്ചേ പറയുന്നുള്ളൂ. കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ കേട്ടത് കൊണ്ട് നമ്മൾ ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു പോവുകയാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. സ്റ്റുഡന്റ് വളണ്ടിയേഴ്സ് ശ്രദ്ധിക്കേണ്ടത്, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. നിങ്ങൾ ആദ്യം തന്നെ ഒരു പേഷ്യന്റിന്റെ, അതായത് നിങ്ങൾ പോകുന്നത് നിങ്ങളെ കോളേജിലെ പാലിയേറ്റീവ് കെയർ ക്ലബിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പോവുകയാണ്. നിങ്ങളെ കോളേജിന്റെ അടുത്തുള്ള ഒരു പേഷ്യന്റിനെ കാണാൻ പോവുകയാണ്. ആ സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളെ വീടിന്റെ അടുത്തോ നാടിന്റെ അടുത്തോ ഒരു പേഷ്യന്റിനെ നിങ്ങൾ കാണാൻ പോകുന്ന സമയത്ത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. നിങ്ങൾ സ്വയം പരിചയപ്പെടുത്തണം. എൻ്റെ പേര്, ഇപ്പൊ ഞാൻ ഇവിടെ ഉള്ള ഒരാളെ പേര് തന്നെ പറയാം, എൻ്റെ പേര് അർജുൻ ഇന്ന കോളേജിലുള്ള സ്റ്റുഡന്റ് ആണ്. അപ്പൊ അവർക്ക് അറിയാം ഈ കോളേജ് ഇവിടെ അടുത്തുള്ളതാണ്, ആ കോളേജിലെ സ്റ്റുഡന്റ് ആണ് അർജുൻ. ഞങ്ങൾ പാലിയേറ്റീവ് കെയർ വളണ്ടിയർ ആണ്, പാലിയേറ്റീവ് കെയർ ക്ലബിന്റെ വളണ്ടിയർ ആണ്, ഇന്ന കോളേജിലെ പാലിയേറ്റീവ് കെയർ ക്ലബിന്റെ വളണ്ടിയർ ആണെന്ന് അവരോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും സ്റ്റുഡൻസ് ആണ്, ഇന്ന കോളേജിലെ പാലിയേറ്റീവ് കെയറിലെ സ്റ്റുഡൻസ് ആണ്, അവർക്ക് മനസ്സിലാവും. അതിനുശേഷം അപ്പൊ ആ സമയത്ത് തന്നെ അവർക്ക് കുറെ ഒരു പേടിയൊക്കെ പോകും, ആരാണ് എന്താണെന്നുള്ള കുറെ ക്വസ്റ്റ്യൻസ് അവിടെ വരേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ പാലിയേറ്റീവ് കെയർ ആണെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് കുറച്ചും കൂടി ഇതാവും. അതിനുശേഷം സ്മൈലിംഗ് ഫേസ് ആയിരിക്കണം. നമ്മൾ അവിടെ പോകുന്ന ചിരിച്ചിട്ടൊക്കെ സംസാരിക്കണം. അല്ലാതെ നമ്മൾ കുറച്ച് റഫൊക്കെ ആയി അല്ലെ വീട്ടിലെ വഴക്കൊക്കെ ഉണ്ടാക്കി വന്നിട്ട് ആ മൈൻഡിൽ ഇവരെടുത്ത് പോയാൽ ശരിയാവില്ലല്ലോ. അപ്പൊ നമ്മൾ അവരോട് പറയുന്ന സമയത്ത് എൻ്റെ പേര്
ഉദാഹരണം ഞാൻ പറയണം, എൻ്റെ പേര് അബൂബക്കർ സിദ്ദീഖ്, ഞാൻ പാലിന്ത്യ എന്ന് വരികയാണ്. ഞാൻ ഇവിടുത്തെ സ്റ്റുഡൻസ് വളണ്ടിയേഴ്സിലെ പാലിയേറ്റീവ് കെയർ സ്റ്റുഡൻറ് വളണ്ടിയർ മെമ്പറാണ്. അതുപോലെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതുപോലെ നമ്മളെ സ്മൈലിംഗ് ഫേസ് ആയിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതിലൂടെ വരുന്ന ടു ബി എ ഗുഡ് ലിസണർ. നമ്മൾ അവിടെ പോയിട്ട് ചുമ്മാ വളവള സംസാരിക്കാതെ അവിടെയുള്ള പേഷ്യന്റിന്, ആ വ്യക്തിക്ക് അവർക്ക് സംസാരിക്കാൻ സമയം കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലിസണർ ആയിരിക്കുക. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഒരു പേഷ്യന്റ് കിടപ്പിലായ അല്ലെങ്കിൽ എന്ത് അസുഖമായിട്ട് കിടക്കുന്ന സമയത്ത് അവർ ഒറ്റപ്പെടുകയാണ് അവിടെ. അപ്പൊ അവരോട് നമ്മൾ അവരെ കാണാൻ പോകുമ്പം ഒരു പക്ഷേ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മോട് പറയാനുണ്ടാവും. ഒരാഴ്ച മുമ്പ് പോയിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ ആ കഴിഞ്ഞ ആഴ്ച വന്ന അന്ന് മുതൽ ഇന്ന് വരെയുള്ള അന്ന് മോൻ വന്നതിന് ശേഷം എൻ്റെ മകൾ വന്നിട്ടുണ്ടായിരുന്നു, അവരെ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു, അതിനുശേഷം ഇവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു, പിന്നെ ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ അങ്ങനെയാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവർക്ക് സംസാരിക്കാനുണ്ടാവും. ആ സമയത്ത് നമ്മൾ അവരെ ഓവർടേക്ക് ചെയ്യുന്ന രീതിയിൽ കൂടുതൽ സംസാരിച്ചിട്ട് ഒരുപക്ഷെ ചില ആളുകൾ അങ്ങനെ കൂടുതൽ സംസാരിക്കാൻ താല്പര്യമുള്ളവരായിരിക്കും, ചില പേഷ്യൻസ്, ചില ആളുകൾ സൈലന്റ് ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഡോണ്ട് ഗിവ് പ്രോമിസ്. ഒരിക്കലും അവർക്ക് നമ്മൾ പ്രോമിസ് കൊടുക്കരുത്. ഉദാഹരണത്തിന് പറയാം, നിങ്ങൾ കോളേജിലെ സ്റ്റുഡൻസ് പോയിട്ട് വളണ്ടിയേഴ്സ്, പാലിയേറ്റീവ് കെയർ വളണ്ടിയേഴ്സ് ആണ്, ഞങ്ങൾ ഇന്ന കോളേജിലെ പാലിയേറ്റീവ് കെയർ ക്ലബിന്റെ വളണ്ടിയേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞ് അവിടെ എത്തുന്ന സമയത്ത് അവരിങ്ങനെ പറയും ഓക്കെ അപ്പൊ നമ്മൾ കേട്ടതിന് ശേഷം അപ്പൊ അവര് പറയാണ്, ആളൊരു കിടപ്പിലായ രോഗി, ആള് പറയാണ് എനിക്കൊരു പശുവിനെ കിട്ടിയാൽ സുഖമായിരുന്നു, പശുവിനെ കിട്ടിയതിന് ശേഷം എനിക്ക് അതിന്റെ പാലൊക്കെ കൊടുത്തിട്ട് വിറ്റിട്ട് എന്താ പറയാ ഒരു വരുമാന മാർഗമൊക്കെ കിട്ടും. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഓക്കെ സാർ അത് ഞങ്ങൾ ചെയ്തു തരാം, ഞങ്ങളെ കോളേജിലെ പാലിയേറ്റീവ് കെയർ ക്ലബ്ബ് വിചാരിച്ചാൽ അത് ഈസി ആയിട്ട് ചെയ്യാം. ഒരു പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും. പക്ഷെ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ അവർ കിടപ്പിലായ രോഗിയാണ്, പക്ഷെ ആ പശുവിനെ നോക്കാൻ പറ്റുമോ ഉള്ള സാഹചര്യം നമ്മൾ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അവർക്കൊരു പ്രോമിസ് കൊടുക്കുക. പെട്ടെന്നൊരു പ്രോമിസ് അവർക്ക് കൊടുക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം നമ്മളെ കോളേജിലെ പ്രോഗ്രാം ഓഫീസർ ആയിട്ടും നമ്മളെ അടുത്തുള്ള ലിങ്ക് സെന്റർ, അതായത് പാലിയേറ്റീവ് കെയറുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാവും. അവിടുത്തെ പാലിയേറ്റീവ് കെയറിലെ ആളുമായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന് ഒരു പ്രോമിസ് കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ നിങ്ങൾ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ ഓക്കെ ഞങ്ങളിത് കേട്ടു മനസ്സിലാക്കി, നമ്മൾ സാറായിട്ടൊന്ന് സംസാരിച്ചിട്ട് ഒന്ന് പറയാമെന്ന് പറയാം. അപ്പൊ അതാണ് നമ്മൾ പ്രോമിസ് കൊടുക്കരുത്. ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ സീ ദ പേഷ്യന്റ് ആസ് എ ഫ്രണ്ട്. അവരൊരു ഫ്രണ്ടായിട്ട് കാണും, അല്ലാതെ ഒരു രോഗിയായിട്ട് അവരെ കണ്ടിട്ട് നമ്മൾ അങ്ങനെ ഒരു മൈൻഡിലൂടെ പോവാതെ നമ്മൾ അന്ന് കണ്ടതല്ലേ, ഒരു നല്ലൊരു മൈൻഡ്, ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഗ്രീറ്റ് ദ പേഷ്യന്റ് ആൻഡ് ഫാമിലി. നമ്മൾ അവർക്ക് കയറി ചേരുന്ന സമയത്ത് പേഷ്യന്റിനെയും അവരെ ഫാമിലിയൊക്കെ ഉണ്ട്, അവരെ എന്തൊക്കെയുണ്ട് സുഖം തന്നെയല്ലേ, അപ്പം അവർക്ക് മക്കളെ വന്നോ, നല്ലൊരു സ്നേഹപ്രകടനം അവർക്ക് ഇങ്ങോട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ സംസാരിക്കണം. അതായത് അവരെ സംസാരം ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു യെസ് നോ അങ്ങനെയുള്ള അല്ലാതെ, ഉദാഹരണത്തിന് പറയാണ്, നമ്മളിപ്പോ ചോദിക്കുകയാണ് രാവിലെ കഴിച്ചോ, അപ്പൊ അവർ യെസ് ഓർ നോ എന്നേ പറയുള്ളൂ. എന്താ അപ്പൊ നമ്മൾ എന്താ രാവിലെ ചേട്ടാ എന്താണ് ഭക്ഷണം കഴിച്ചത് ചോദിക്കുകയാണെങ്കിൽ അപ്പൊ പറയും ഞാൻ ദോശയും ചമ്മന്തി ആയിരുന്നു. അപ്പൊ അവർക്ക് ഒരു കൂടുതൽ സംസാരം, ചമ്മന്തി ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ചോദിച്ചാൽ ചമ്മന്തി ടേസ്റ്റ് ആയിരുന്നു, പിന്നെ എന്ന് തന്നെയാണോ. അപ്പൊ നമുക്കൊരു കൂടുതൽ സംസാരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം അവർക്ക് തുറന്നു കൊടുക്കുക. അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ ഇല്ല, ഒരു സ്റ്റോപ്പ് വരുന്ന രീതിയിൽ സംസാരിക്കുക, അവർക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു ഇത് ഇട്ടുകൊടുക്കുക. അതുപോലെ തന്നെ അക്സെപ്റ്റൻസ് ആൻഡ് ട്രസ്റ്റ്. നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുന്ന സമയത്ത് അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യും വേണം, ട്രസ്റ്റ് വിശ്വാസം അവർക്ക് വേണം. അപ്പൊ അതിനെന്ത് ചെയ്യാൻ, നമ്മുടെ ഒരു പെരുമാറ്റം നന്നായിരിക്കണം, അവരോട് സംസാരിക്കുന്ന രീതി, നമ്മൾ നേരത്തെ പറഞ്ഞ സ്മൈലിംഗ് ഫേസ് ആയിരിക്കണം. അപ്പം അല്ലെങ്കിൽ അവരെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, നമ്മൾ ഇന്ന കോളേജിലെ പാലിയേറ്റീവ് കെയർ ക്ലബിലെ സ്റ്റുഡൻറ് വളണ്ടിയേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു അക്സെപ്റ്റൻസ്, ഒരു വിശ്വാസം ഉണ്ടാവും, നമ്മളെ പിള്ളേരാണല്ലോ. മറ്റത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനും ഒരു വിശ്വാസം വരാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും പിന്നീട് നമ്മൾ അക്സെപ്റ്റൻസിന്റെയും ട്രസ്റ്റിന്റെയും കാര്യങ്ങളിലോട്ടൊക്കെ എത്തുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവോയ്ഡ് അൺവെൽക്കം ഫേഷ്യൽ എക്സ്പ്രഷൻ. നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഒരു പക്ഷെ പോകുന്നത്. ആ സമയത്ത് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആ മൈൻഡായിട്ട് ആ ഫേസ് ആയിട്ട് അവിടെ പോയി സ്മൈലൊന്നും ചിലപ്പോൾ വരില്ല. അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ
ഫോൾ അഷുറൻസ്. അവർക്കൊന്നും ഒരിക്കലും തെറ്റായിട്ടുള്ള ഒരു ഇതൊന്നും നമ്മൾ കൊടുക്കരുത്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യുക. അല്ലാതെ നമ്മൾ അറിയാത്ത കാര്യങ്ങളൊന്നും കൂടുതൽ സംസാരിക്കാൻ നിൽക്കരുത്. അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചിട്ട് പറയാമെന്നൊക്കെ അവരോട് പറയാം. അവോയ്ഡ് കമ്പാരിസൺ. നമ്മളിപ്പോൾ ഒരു പേഷ്യന്റിനെ കാണാൻ പോയി, നമുക്ക് അപ്പം പാലിയേറ്റീവ് കെയർ ക്ലബിന്റെ ഭാഗങ്ങൾ പല പേഷ്യൻസിനെയും കാണുന്നു. പക്ഷെ അതിൽ തന്നെ എല്ലാ പേഷ്യന്റിനും ഒരേപോലെ കമ്പയർ ചെയ്യരുത്. ഇപ്പം ഒരു സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയ 2 ആളുകളാണെങ്കിലും ഒരു ആൾക്ക് ഒരു പക്ഷേ ഒരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അവർ പല ഫൈനാൻഷ്യലി ഡിഫറൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എഡ്യൂക്കേഷനലി അവർ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പൊ പല രീതിയിലും രോഗത്തിന്റെ ഒരു വേദന ആയാലും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവരും വെച്ച് കമ്പയർ ചെയ്യരുത്. ഇൻഡിവിജ്വൽ ആയിട്ട് അവരെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇവരൊരു വേറൊരു വ്യക്തിയായിട്ടും കണ്ടിട്ട് സംസാരിക്കണം. ഒരിക്കലും ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് സംസാരിക്കരുത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ ഡു നോട്ട് ബ്രേക്ക് ഇൻ ടു ദ പേഷ്യൻസ് കംഫർട്ട് സോൺ. ഓരോ പേഷ്യന്റിന് ഒരു കംഫർട്ട് ആയിട്ടൊരു സ്പേസ് ഉണ്ട്, കംഫർട്ട് സോൺ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഇന്നലെ കമ്മ്യൂണിക്കേഷന്റെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ടാവും, അടുത്തിരിക്കുന്നതും അതുപോലെ തന്നെ കുറച്ച് വിട്ടിരിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഒരു കംഫർട്ടായ, അതായത് പേഷ്യൻസിനും ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു പേഷ്യന്റിനോട് സംസാരിക്കുമ്പോൾ കയറി ചെന്നിട്ട് അവരെ ബെഡിലോട്ടൊന്ന് കയറി ഇരിക്കാനും അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, വീട്ടിലോട്ട് പെട്ടെന്ന് കയറി ചെല്ലാനും പെട്ടെന്ന് അതിൻ്റെതായ കുറെ കാര്യങ്ങൾ നമ്മൾ കംഫർട്ടായ സോൺ നമ്മൾ മനസ്സിലാക്കിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തതായിട്ട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, വേർ ടു സ്റ്റാർട്ട് പാലിയേറ്റീവ് കെയർ. ഒരു പാലിയേറ്റീവ് കെയർ പ്രവർത്തനം നിങ്ങൾ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ സ്റ്റുഡൻസ് പാലിയേറ്റീവ് കെയർ ആണ്, സ്റ്റുഡൻറ് വളണ്ടിയേഴ്സ് ആണ്. നമ്മളിപ്പം പാലിയേറ്റീവ് കെയർ ക്ലാസ് ഒക്കെ കേട്ടിട്ട് പാലിയേറ്റീവ് കെയർ ഒക്കെ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം പാലിയേറ്റീവ് കെയർ? നിങ്ങളെല്ലാവരും നിങ്ങളെ കമന്റ്സ് ഒന്ന് അറിയിക്കുകയും, എവിടെ നിന്ന് പാലിയേറ്റീവ് കെയർ തുടങ്ങണം? നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ പേര് വിളിക്കൂ അല്ലേ? ഓ പറയൂ. നമ്മുടെ വീടിന്റെ അല്ലെങ്കിൽ നമ്മുടെ കോളേജിൽ ഓക്കെ നമ്മുടെ കോളേജിലാണെങ്കിൽ നമ്മുടെ കോളേജിൽ തന്നെ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ആദ്യം ബുദ്ധിമുട്ടുള്ളവർ കാണും. ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് അവിടെ ആയിരിക്കണം. വീട്ടിലാണെങ്കിൽ വീടിനടുത്തുള്ള ഒരാൾ പറയുന്നത് ബന്ധപ്പെടുന്ന ഓരോ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയാണ്. അൻസു താങ്ക് യു. വേറെ പിന്നെ ആരായിരുന്നു ഇപ്പൊ സംസാരിച്ചിരുന്നത് രണ്ടാമത്? അലൻ സർ. ഞാനായിരുന്നു പ്രവീൺ. അലൻ പറഞ്ഞോളൂ സാർ. അത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം ആദ്യമേ പാലിയേറ്റീവ് കെയർ. പിന്നെ പറഞ്ഞോളൂ വിഷ്ണു പറഞ്ഞോളൂ. സോറി, എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ മാനസികാവസ്ഥയിൽ നിന്ന് തുടങ്ങണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. നമ്മുടെ ആ പാലിയേറ്റീവ് കെയറിനോടുള്ള ഒരു സമീപനം, അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഇടപെടാനുള്ള നമ്മുടെ ഒരു മടി, അവിടെ നിന്ന് തുടങ്ങണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. എക്സാക്ട്ലി വിഷ്ണു, താങ്ക് യു. പിന്നെ വേറെ ജീവൻ? ജീവൻ പറയൂ. ജീവൻ പറഞ്ഞോളൂ. ജീവൻ ഹലോ. പറഞ്ഞോളൂ. എന്റെ ഒരു അഭിപ്രായത്തില് നമ്മളെ ഉള്ളിൽ നിന്ന് തുടങ്ങണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം നമ്മളാണ് പാലിയേറ്റീവ് കെയറിനെ, മീൻസ് നമ്മൾ മറ്റുള്ളവരെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മളെ ഉള്ളിലൊരു അതിനെക്കുറിച്ചൊരു ബോധവും അതിനെക്കുറിച്ചൊരു എന്താ പറയുന്നത്, അതിന്റെ ഒരു അടിസ്ഥാനം നമ്മളെ ഉള്ളിൽ തന്നെ വേണം. എക്സാക്ട്ലി ജീവൻ പറഞ്ഞതാണ് കറക്റ്റ്. അതുപോലെ ബാക്കിയുള്ള ആളുകളും എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ആദ്യം നമുക്ക് നമ്മളെ മനസ്സിൽ നിന്ന് തോന്നും, ഫ്രം അവർ മൈൻഡ് ഓർ ഹേർട്ട്. നമ്മളെ മനസ്സിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളെ ഹൃദയത്തിൽ നിന്നൊക്കെ നമുക്ക് തോന്നിയാൽ മാത്രമേ നമുക്ക് അത് ചെയ്യണം. ഇപ്പൊ ഈ ക്ലാസ്സിൽ തന്നെ അറ്റൻഡ് ചെയ്യണം എന്ന് തോന്നിയവർക്കല്ലേ, മനസ്സിൽ വിചാരിച്ചവർ മാത്രമേ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുള്ളൂ. ഇത് കഴിഞ്ഞിട്ടും പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും നിങ്ങളെ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രമേ നിങ്ങൾ ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം തോന്നേണ്ടത് നമ്മളെ മനസ്സിൽ നിന്ന് തുടങ്ങണം. അതിനുശേഷം ആണ് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു വർക്ക് മനസ്സിൽ തോന്നിയതിനു ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങണം. സ്വന്തം അച്ഛനെ കെയർ ചെയ്യുക, അമ്മനെ കെയർ ചെയ്യുക, കൂടെ പിറപ്പുകളെ കെയർ ചെയ്യുക, ചെറിയ കുട്ടികളെ സ്നേഹിക്കുക. അതിനുശേഷം നമ്മൾ കമ്മ്യൂണിറ്റിയിലോട്ട് ഇറങ്ങുക. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് എല്ലാവരും പറഞ്ഞതും കറക്റ്റ് ആണ്.
എല്ലാവരും എവിടെ നിന്ന് തുടങ്ങണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് തുടങ്ങണം എന്ന് പറഞ്ഞതും ശരിയാണ്. പക്ഷെ ആദ്യം നമ്മൾ പൊതുവെ നമുക്ക് മനസ്സിൽ നിന്ന് തോന്നിയാൽ മാത്രമേ അല്ലേ, ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം എന്ന് തോന്നിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം നിങ്ങൾ ഈ സൂമിലൂടെ വരുന്നതും ഓക്കെ. അപ്പൊ ആദ്യം പാലിയേറ്റീവ് കെയർ എവിടെ നിന്ന് തുടങ്ങുന്നു വെച്ചാൽ ഫ്രം അവർ ഹാർട്ട് ഓർ മൈൻഡ്, ദെൻ അവർ ഹോം, ദെൻ അവർ കോളേജ് ആൻഡ് കമ്മ്യൂണിറ്റി. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഓരോന്ന്. ആദ്യം നമ്മൾ ഇൻഡിവിജ്വൽ ആണ്, നമ്മളെ മനസ്സ് ഒറ്റയ്ക്കാണ്, പിന്നെ നമ്മളെ ഫാമിലിയാണ്, ചെറിയൊരു ഇതാണ്. അതിനുശേഷം കോളേജാണ്, കോളേജിൽ കുറച്ചും കൂടി ആളുകൾ വരും. അതിനുശേഷം നമ്മുടെ കമ്മ്യൂണിറ്റിയാണ്, കമ്മ്യൂണിറ്റിയിൽ കുറച്ചും കൂടി ആളുകൾ വരും. അപ്പം അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ആദ്യം നമ്മൾക്ക് തോന്നണം, എന്നാൽ മാത്രമേ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റൂ. ഓക്കെ, താങ്ക് യു അല്ല പറഞ്ഞ എല്ലാവർക്കും താങ്ക് യു. അതിനുശേഷം അങ്ങനെ നമ്മൾ കോളേജിൽ നിന്ന് തുടങ്ങുക, നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങി, അതിനുശേഷം നമ്മൾ കോളേജിലെത്തി. നിങ്ങൾ കോളേജിൽ നിങ്ങളൊരു പാലിയേറ്റീവ് കെയർ ക്ലബ്ബ് എങ്ങനെ വർക്ക് ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതെല്ലാവരും ശ്രദ്ധിക്കണം. കാരണം നിങ്ങളെ കോളേജിൽ ഇപ്പൊ നിങ്ങളെ സീനിയേഴ്സായ ആളുകൾക്ക് കുറച്ച് ആളുകൾക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ ഈ കൊറോണ സമയത്താണ് ഒരു ബാച്ചിന് കിട്ടിയത്. അതിനു മുമ്പ് 2019 അപ്പം ചില കോളേജുകൾ പാലിയേറ്റീവ് കെയർ ക്ലബ്ബ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഈ ഗ്രൂപ്പിൽ എത്ര ആളുകളുടെ കോളേജുകളിൽ പാലിയേറ്റീവ് കെയർ ക്ലബ്ബ് ഉണ്ട് ഇപ്പോ? ഞങ്ങളുടെ കോളേജിലുണ്ട്, SD കോളേജ് ആലപ്പുഴ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഒന്ന് ചാറ്റിലിടോ ഏതൊക്കെ കോളേജാണുള്ളത് എന്ന്. കോളേജിന്റെ പേര് പാലിയേറ്റീവ് കെയർ ഉണ്ട് എന്ന് മാത്രം ഒന്ന് ചാറ്റിലിട്ടാൽ മതി, പാലിയേറ്റീവ് കെയർ ക്ലബ്ബ് ഉണ്ട് എന്ന്. അപ്പൊ നമ്മൾ നമ്മുടെ കോളേജ് പാലിയേറ്റീവ് കെയറിൽ നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ. ആദ്യം നമ്മൾ ഒരു പാലിയേറ്റീവ് കെയർ ക്ലബ്ബ് വേണം. അപ്പൊ ക്ലബ്ബ് ഉള്ളവർക്ക് നമ്മൾ ക്ലബ്ബ് തുടങ്ങേണ്ട ആവശ്യമില്ല. ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിങ്ങളാണ് ഇത് തുടങ്ങേണ്ടത്. ഇപ്പൊ നിങ്ങളെ കോളേജിൽ ഇല്ലെങ്കിൽ ഒരു പക്ഷെ നിങ്ങളെ കോളേജിലുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ പക്ഷെ ക്ലബ്ബ് ഉണ്ടായിരിക്കില്ല, അപ്പം തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഈ ട്രെയിനിങ് കഴിഞ്ഞ് പോയതിനു ശേഷം നിങ്ങളെ കോളേജുകളിൽ പാലിയേറ്റീവ് കെയർ ക്ലബ്ബ് തുടങ്ങണം. പ്രോഗ്രാം ഓഫീസറായിട്ട് സംസാരിക്കണം. യൂണിവേഴ്സിറ്റി NSSന്റെ ഭാഗമായിട്ടുള്ള പാലിയേറ്റീവ് കെയർ ക്ലബിന്റെ ട്രെയിനിങ് ഉണ്ടായിരുന്നു, ക്ലാസ് ഉണ്ടായിരുന്നു. അതിനുശേഷം പാലിയേറ്റീവ് കെയർ ക്ലബ്ബ് തുടങ്ങണം. അപ്പൊ നമ്മൾ അത് സാൻസ്പെയിനോ SIPC സ്റ്റുഡൻസ് ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് കെയർ എന്നോ അതിനൊരു പേര് കൊടുക്കാം. എന്നിട്ട് നമുക്ക് SIPC എന്ന് കൊടുക്കാം. അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യമായിട്ട് പാലിയേറ്റീവ് കെയർ ക്ലബ്ബ് തുടങ്ങും. അതിൽ നമ്മൾ പറയുന്നത് 25 മെമ്പേഴ്സ് ആണ്. അപ്പം ഇതിൽ അറ്റൻഡ് ചെയ്ത എല്ലാവരും അതിൽ മെമ്പേഴ്സ് ആണ്. അപ്പൊ ഒരു കോളേജിൽ നിന്ന് 2-3 ആളുകൾ ഇപ്പൊ ഇതിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അവരെല്ലാവരും അതിന് മെമ്പേഴ്സ് ആണ്. അവരാണ് അതിന് ലീഡ് ചെയ്യേണ്ട ആളുകൾ. 25 മെമ്പേഴ്സ് ആണ് ആസ് പെർ ദ യൂണിവേഴ്സിറ്റി റൂൾ. അതായത് കേരള യൂണിവേഴ്സിറ്റിയുടെ റൂൾ പ്രകാരം പറയുന്നത് 15 NSS മെമ്പേഴ്സും 10 യൂണിയൻ മെമ്പേഴ്സും. NSSൽ നിന്ന് 15 പേരും 10 പേര് യൂണിയൻ മെമ്പേഴ്സും. അത് നമ്മൾ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ്. അങ്ങനെ യൂണിവേഴ്സിറ്റിയാണ് അത് നിർദ്ദേശിച്ചത്, നമ്മളല്ല, യൂണിവേഴ്സിറ്റി അത് നിർദ്ദേശിച്ചതാണ്. അങ്ങനെ ടോട്ടൽ 25 മെമ്പേഴ്സ് ആണ് നമ്മുടെ പാലിയേറ്റീവ് കെയർ ക്ലബിന്റെ ആളുകളായിട്ട് വേണ്ടത്. അപ്പൊ ബാക്കിയുള്ളവരോ ഒരു ചോദ്യം അവിടെ വരും. ബാക്കി ഉള്ളവർക്കും പാലിയേറ്റീവ് കെയർ പ്രവർത്തനത്തിൽ അംഗമാകാം, മെമ്പർ ആകാം, വളണ്ടിയേഴ്സ് ആവാം. ഇതെന്താന്ന് വെച്ചാൽ നമ്മളെ ഇത് ലീഡ് ചെയ്ത് കൊണ്ടു. അപ്പൊ നമ്മളിപ്പം ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഇപ്പം 100 പേരുണ്ടെങ്കിൽ 500 പേര് പാലിയേറ്റീവ് കെയർ ക്ലബിൽ ഉണ്ടെങ്കിൽ NSSൽ ഉള്ളവർക്കും NSSന്റെ പുറമുള്ളവർക്കും പാലിയേറ്റീവ് കെയറിൽ അംഗമാകാം. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഈ പുറത്തുനിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ ആളുകളൊക്കെ കൂടുന്ന സമയത്ത് ആരാണിത് ലീഡ് ചെയ്യുന്നത്, ആരാണ് നിയന്ത്രിക്കുന്നത്, ആരാണിത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്നുള്ളതിനാണ്, ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ 25 മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ആ 25 മെമ്പേഴ്സിനെ നമുക്ക് വേണമെങ്കിൽ 5 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. 5, 5, 25. ഒരു ഗ്രൂപ്പിൽ 5 ഒരു മെമ്പേഴ്സ് 5 പേര്. അപ്പം 5 പേര് നമുക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, അവയർനെസ് ചെയ്യാം, റീഹാബിലിറ്റേഷൻ, പേഷ്യന്റിന്റെ വിസിറ്റ്. ഇപ്പം ഒരു 5 പേരുള്ള ഒരു ടീമാണ് തീരുമാനിക്കുന്നത് ഈ ആഴ്ചകളിൽ നമുക്ക് 2 പേരെ ഈ പേഷ്യന്റിന്റെ വീട്ടിലോട്ട് വിടണം. ഈ 5 പേരിൽ 2 പേര് പോകുകയെന്നല്ല, അവരും പോകണം. പുറമേ ഉള്ള, ഞാൻ പറഞ്ഞില്ല, ഈ 25 മെമ്പേഴ്സിന്റെ പുറമേ ഉള്ള വളണ്ടിയേഴ്സ് പാലിയേറ്റീവ് കെയർ വളണ്ടിയേഴ്സ് NSSലുള്ളവരും ഇല്ലാത്തവരൊക്കെ ആയിട്ട് അവരെയും കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് 25 മെമ്പേഴ്സ്. ബാക്കിയുള്ള എല്ലാവർക്കും പാലിയേറ്റീവ് കെയറിൽ വരാം. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കൊളാബറേഷൻ വിത്ത് നിയർ ബൈ പാലിയേറ്റീവ് കെയർ സെന്റർ. നിങ്ങളെ കോളേജിന്റെ അടുത്തുള്ള, ആദ്യം നിങ്ങൾ പാലിയേറ്റീവ് കെയർ തുടങ്ങി, പിന്നെ അതിൽ 25 മെമ്പേഴ്സിന് എടുത്തു. 15 പേരെ NSS എന്നും 10 പേരെ യൂണിയൻ മെമ്പേഴ്സ് എന്നും എടുത്തു. അതിനുശേഷം ഇപ്പൊ യൂണിയൻ മെമ്പേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കോളേജ് യൂണിയന്റെ ആളുകൾ ആകാം, അല്ലെങ്കിൽ ചില കോളേജ് റെപ്രസെന്റേറ്റീവ്സ്, ഡിപ്പാർട്ട്മെന്റ് റെപ്രസെന്റേറ്റീവ്സ്, അങ്ങനെയൊക്കെ എടുക്കാം. നിങ്ങൾ അതിനനുസരിച്ച് എടുക്കാം. അത് പ്രോഗ്രാം ഓഫീസർക്ക് തീരുമാനിക്കാം എന്താണെന്ന്.
അതിനുശേഷം കൊളാബറേഷൻ വിത്ത് നിയർ ബൈ പാലിയേറ്റീവ് കെയർ സെന്റർ. മൂന്നാമത് നമ്മൾ കോളേജിൽ ക്ലബ്ബ് വന്ന് ആളുകളായി അടുത്തുള്ള പാലിയേറ്റീവ് കെയറുമായിട്ടൊരു കണക്ഷൻ വേണം, ലിങ്ക് വേണം. എന്നാലേ നമ്മൾ പ്രോഗ്രാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ക്ലബ്ബ് നമ്മൾ പ്രവർത്തിക്കാനും നമ്മളെ ഗൈഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾ പോയതിനു ശേഷം അടുത്തൊരു ബാച്ച് വരുന്ന സമയത്തും ഇവിടെ ഓൾറെഡി പാലിയേറ്റീവ് കെയറുമായിട്ട് കണക്ഷൻ ഉണ്ടായത് കൊണ്ട് അവർക്കും അറിയാം എന്തൊക്കെയാണ് കുട്ടികൾ ഇതുവരെ ചെയ്തിരുന്നത്. അതുകൊണ്ട് ഗൈഡ് ചെയ്യാൻ അവരും ഉണ്ടാവും. പിന്നെ പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ അവർ ഹെൽപ്പ് ചെയ്യും. പേഷ്യൻസിന് മെഡിസിൻ കൊടുക്കാനോ ട്രീറ്റ്മെന്റിനൊക്കെ ആ പാലിയേറ്റീവ് കെയർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. അതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മന്ത്ലി ടീം മീറ്റിംഗ് വിത്ത് ഡിസ്കഷൻ. മന്ത്ലി ടീം മീറ്റിംഗും പിന്നെ ഡിസ്കഷനും ഓരോ മാസത്തിലും മിനിമം ഒരു മീറ്റിംഗ് എങ്കിലും പാലിയേറ്റീവ് കെയർ ക്ലബിന്റെ ഭാഗമായിട്ട് വിളിച്ചു വരുത്തണം. എന്നിട്ട് അതിൽ നമ്മൾ ഡിസ്കഷൻ, നമ്മളിപ്പോ ഒരു പേഷ്യന്റിന് ഒരു സഹായം ചെയ്ത് കൊടുത്താൽ ഒരു റീഹാബിലിറ്റേഷൻ ആണെങ്കിൽ അതിന്റെ ഇപ്പം സ്റ്റാറ്റസ് ഇപ്പൊ എവിടെയാണ്, അതിപ്പോ ഏത് സ്റ്റേജിലെത്തി, ഇനി ആർക്കൊക്കെ നമ്മൾ കൊടുക്കുക. നമുക്ക് ഒരു പക്ഷെ ആ സമയത്ത് ഒരുപാട് ഇത് വരാം, അപേക്ഷകൾ വരാം. ഒരാൾ പറയാം വളണ്ടിയേഴ്സിൽ തന്നെ പല ആളുകളും വരും, ഇന്ന പേഷ്യന്റിന്റെ ഹെൽപ്പ് ചെയ്യണം. അപ്പം കുറെ ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ ടീം അവിടെ ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആർക്കാണ് പ്രയോറിറ്റി, ആർക്കാണ് ഹെൽപ്പ് നമ്മൾ ഏറ്റവും ആദ്യം കൊടുക്കേണ്ടത്, അതൊക്കെ ഡിസ്കസ് ചെയ്യുക. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ റീഹാബിലിറ്റേഷൻ ആർക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരു പ്രോഗ്രാം ഇവന്റ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്കഷൻ ഓരോ മാസത്തിലും നടന്നാൽ മാത്രമേ മിനിമം ഒരു മാസത്തിൽ ഒരു മീറ്റിംഗ് എങ്കിലും നമ്മൾ കണ്ടക്ട് ചെയ്യണം. അത് നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നതിന് വേണ്ടിയാണ്. അതിനുശേഷം വർക്ക് വിത്ത് ഫോക്കസ് ഓൺ പേഷ്യന്റ് എക്സ്പെഷ്യലി നിയർ ബൈ കോളേജ്. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ കോളേജിന്റെ അടുത്തുള്ള പേഷ്യൻസിനെ നമ്മൾ ഫോക്കസ് ചെയ്യണം. നമ്മളിപ്പോൾ കോളേജിന്റെ കുറേ ലോങ് ഉള്ള ആളെ ഫോക്കസ് ചെയ്താൽ നമുക്ക് അവിടെ പോയി വരാനും ഒരു സഹായം എത്തിക്കാനും എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരാൻ സാധ്യത. അപ്പൊ നമ്മൾ കോളേജിന്റെ അടുത്തുള്ള ആദ്യഘട്ടങ്ങളിൽ 1 or 2 പേഷ്യൻസിനൊക്കെ ഐഡന്റിഫൈ ചെയ്യുക. അത് പിന്നെ ഒരു 3, 4, 5, ഒരു 10 അങ്ങനെ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എളുപ്പമാവും ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ പാലിയേറ്റീവ് കെയറിന്റെ ക്ലബിന്റെ അല്ലെങ്കിൽ സാൻസ്പെയിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആക്ടിവിറ്റീസ് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ഇപ്പൊ എല്ലാ കോളേജിലും എല്ലാ പ്രോഗ്രാമും ആപ്ലിക്കബിൾ ആയിക്കോണമെന്നില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഇന്ന കോളേജിൽ ചെയ്യുന്നത് ഒരു പക്ഷെ മറ്റേ കോളേജ് ചെയ്യാൻ പറ്റിക്കോണം, പല സാഹചര്യങ്ങളും ഉണ്ടാവും. പക്ഷെ നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പൊ അതിന്റെ കുറച്ച് ഒരു എന്താ പറയാ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു പാലിയേറ്റീവ് കെയറുമായിട്ട് ഒരു കൊളാബറേഷൻ വരുന്ന സമയത്ത് തന്നെ ആദ്യത്തെ പേഷ്യന്റ് റെഫറൻസ്, നിങ്ങൾക്ക് നിങ്ങൾ അറിയുന്ന പേഷ്യൻസിനൊക്കെ പാലിയേറ്റീവ് കെയറിലോട്ട് റെഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. 2 കെയർ ഗീവർ സപ്പോർട്ട്. നമ്മൾ പാലിയേറ്റീവ് കെയർ നമുക്കറിയാം കെയർ ഗീവേഴ്സിന്റെ പ്രശ്നങ്ങൾ. ഇപ്പൊ ഒരു ഫാമിലി ആണ്, ഞാൻ നേരത്തെ ഒരു സിറ്റുവേഷൻ പറഞ്ഞു, നേരത്തെ അച്ഛൻ്റെയും അമ്മൻ്റെയും 2 മക്കളെ സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ മക്കള് ഇതിന് പോവാണ്, അമ്മ ജോലിക്ക് പോവുകയാണ്. ഈ അച്ഛന് ഒരു ഹോസ്പിറ്റൽ കേസ് വരുന്ന സമയത്ത് നമ്മളെ പോലുള്ള വളണ്ടിയേഴ്സിന് ഒരു കെയർ ഗീവറായിട്ട് കൂടെ നിന്ന് കൊടുക്കാൻ, ഒരു സപ്പോർട്ടറായിട്ട് നമുക്ക് നിന്ന് കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള സഹായങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ ഹോം കെയർ, ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ ഡോക്ടേഴ്സ്, നഴ്സുമാർ, സോഷ്യൽ വർക്കേഴ്സ് ഒക്കെ പോകുന്ന ഹോം കെയർ പറഞ്ഞു. അതുപോലെ തന്നെ വളണ്ടിയേഴ്സ് മാത്രം പോകുന്ന ഹോം കെയർ പറഞ്ഞു. ഇങ്ങനെയുള്ള സമയത്ത് നമ്മളെ സ്റ്റുഡൻസ് വളണ്ടിയേഴ്സിന്റെ ഒരു ഹോം കെയർ, സോഷ്യൽ വിസിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. മൂന്നാമത് ഇൻപേഷ്യന്റ് ആക്ടിവിറ്റീസ്. ചില പാലിയേറ്റീവ് കെയർ, ഇപ്പൊ പാലിയമെന്റിയറി ഞങ്ങളെ ഇവിടെയൊക്കെ ഉണ്ട്, ചില പാലിയേറ്റീവ് കെയറിൽ നമുക്ക് ഇൻ പേഷ്യൻസ് ഉണ്ടാവും, അതായത് ഇവിടെ അഡ്മിറ്റ് ചെയ്ത പേഷ്യൻസ് ഉണ്ടാവും. അപ്പൊ അവരെ ഇടയ്ക്കൊന്ന് കാണുക, സംസാരിക്കുക. അപ്പൊ ചിലപ്പോൾ ചില പേഷ്യൻസ് ഒക്കെ ബെഡ് സോർ വന്നിട്ടായിരിക്കും, മുറിവ് വന്നിട്ടായിരിക്കും, അത് പഴുത്ത് ചിലകൊലിച്ചു അതുപോലെ, അപ്പൊ ഉണങ്ങി വരുന്നതിന് കുറെ സമയം പിടിക്കും. അപ്പൊ അവരെ അഡ്മിറ്റ് ചെയ്യും. അതുപോലെ ചില ആളുകളെ കിടത്തി ചികിത്സയുടെ ആവശ്യം വരും. അപ്പൊ ഇങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ ഒന്ന് പോയി കണ്ട് സംസാരിച്ച് ചില സമയം അവരെയൊക്കെ ഒന്ന് വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറക്കി കുറച്ച് കാറ്റും വെളിച്ചൊക്കെ കാണിപ്പിച്ച് നമ്മൾ നേരത്തെ പോലെ ഔട്ടിങ്ങിനൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തോട്ടൊക്കെ ഒന്ന് കൊണ്ടുപോകാനൊക്കെ നമ്മളെ വളണ്ടിയേഴ്സിന് പറ്റുന്നതാണ്. അതുപോലെ തന്നെ പേഷ്യന്റിന് ഫോളോ അപ്പ്. ഇപ്പൊ നമ്മൾ പാലിയേറ്റീവ് കെയറിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പേഷ്യന്റ് ഫോളോ അപ്പ് എന്ന് പറയുമ്പോൾ പേഷ്യന്റ് അസുഖം മാത്രമായിട്ടല്ല, അവർ മെഡിസിൻ കഴിക്കുന്നുണ്ടോ, മക്കളുടെ എഡ്യൂക്കേഷന്റെ കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. അവരെ ഫോളോ അപ്പ് നമുക്ക്, കുട്ടി ഇപ്പൊ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഇപ്പൊ മോക്ക് എന്താണ്, അവരെ സിറ്റുവേഷൻ എന്താണ്. അതുപോലെ തന്നെ ഒരു റീഹാബിലിറ്റേഷൻ, വീട് പണി അല്ലെങ്കിൽ ഒരു ചെറിയ ഹെൽപ്പൊക്കെ വീടിന്റെ പണി ഭാഗമായിട്ട് ഒരു ടാർപ്പായ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ വീടിന്റെ പണി എന്തായി, എവിടെ എത്തി, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഫോളോ അപ്പ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. റീഹാബിലിറ്റേഷൻ സപ്പോർട്ട്. ചില പേഷ്യൻസിന് വരുമാന മാർഗമൊന്നും ഉണ്ടാവില്ല. ചില ആളുകൾ നമുക്കറിയാം പാലിയേറ്റീവ് കെയറിലെ കുറെ പേഷ്യൻസ്
കുട ഉണ്ടാക്കുന്നതുണ്ട്, സോപ്പ് ഉണ്ടാക്കുന്നത്, ഫിനോയിൽ ഉണ്ടാക്കുന്നതുണ്ട്, അതുപോലെ മെഴുകുതിരി ഉണ്ടാക്കുന്നതുണ്ട്, ഓർണമെന്റ്സ് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നതും അതൊക്കെ അവർക്ക് സെയിൽ ചെയ്യണം. റീഹാബിലിറ്റി അവരവരുടെ പുനരധിവാസത്തിന്റെ ഭാഗമായിട്ട് അവരെ നമ്മൾ മുന്നോട്ട് എംപവർ ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ അവരെ ഈ സാധനങ്ങൾ സെയിൽ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ചില ആളുകൾ പെറ്റി ഷോപ്പ് കടകളൊക്കെ വെച്ച് കൊടുക്കും. അപ്പൊ ഇങ്ങനെയുള്ള സഹായങ്ങൾ, അതുപോലെ തന്നെ ഇവരെ ഈ സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നതിന് റീഹാബ് സ്റ്റോളൊക്കെ നമ്മൾ കോളേജിലെ പ്രോഗ്രാം ഒക്കെ വരുന്ന സമയത്ത്, അല്ല നമ്മളെ നാടുകളിലൊക്കെ ഓണച്ചന്ത, ക്രിസ്മസ് ചന്ത ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ അവിടെയൊക്കെ ഒരു സ്റ്റോൾ ഇവർക്ക് വാങ്ങിക്കൊടുത്തിട്ട് ഇവരെ സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യാനുള്ള ഹെൽപ്പ് നമുക്ക് ചെയ്ത് കൊടുക്കാം. ആ സമയത്ത് ആ സ്റ്റോള് നമ്മളെ പോലെയുള്ള സ്റ്റുഡൻസിനൊക്കെ അവിടെ പോയി നിന്നിട്ട് ആ സ്റ്റോളിൽ നിന്നിട്ട് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. ചില പേഷ്യൻസിന് അങ്ങോട്ട് വരാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഈ സാധനമൊക്കെ സെയിൽ ചെയ്തിട്ട് ആ ക്യാഷ് അവർക്ക് എത്തിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഈ തിരുവനന്തപുരം ജില്ലയിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ നമ്മൾ സ്റ്റുഡൻസിന്റെ ഒരു ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് ഏറ്റെടുക്കാം, അവരെ സഹായിക്കാം. അതിനുശേഷം നമ്മൾക്ക് കമ്മ്യൂണിറ്റി എഡ്യൂക്കേഷൻ. നമുക്കറിയാം ചില ആളുകളിലൊന്നും പാലിയേറ്റീവ് കെയറിന്റെ അറിവ് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഇത് പാലിയേറ്റീവ് കെയർ ക്ലബിന്റെ ഭാഗമായിട്ട് അവയർനെസ് ഒക്കെ കിട്ടി, അതിനുശേഷം നിങ്ങൾ കോളേജിന്റെ അടുത്തുള്ള പാലിയേറ്റീവ് കെയർ കണക്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾ അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ഇങ്ങനെയുള്ള സമയത്ത് പേഷ്യന്റിന്റെ ഫാമിലി മെമ്പേഴ്സിനോ നൈബേഴ്സിനോ ഇവരെ സിറ്റുവേഷനും അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയറിനെ കുറിച്ചൊന്നും അറിയില്ലെങ്കിൽ അതൊക്കെ നമുക്ക് ആ കമ്മ്യൂണിറ്റി, ആ ആളുകളിലോട്ട് അതിൻ്റെ ഒരു നോളജ് എത്തിച്ചു കൊടുക്കാൻ നമ്മളിലൂടെ സാധിക്കും. അതുപോലെ തന്നെ അവയർനെസ് ആൻഡ് ട്രെയിനിങ്. അവയർനെസ് നമ്മളെ ടൗണുകളിൽ നമുക്ക് അവയർനെസ്സും നടത്താൻ പറ്റും. നമ്മളെ കോളേജിലെ സ്റ്റുഡൻസിന് അവയർനെസ് കൊടുക്കാൻ പറ്റും, ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് നിങ്ങളെ കോളേജിൽ പോയിട്ട് ഒരു NSS ഇപ്പൊ നിങ്ങൾ NSS ഇത്ര ഒരു മിനിമം ഒരു കോളേജിൽ നിന്ന് 2-3 കുട്ടികളാണ് വന്നതെങ്കിൽ നിങ്ങൾ 3 പേരും ചേർന്നിട്ട് ബാക്കിയുള്ള NSS വിദ്യാർത്ഥികൾക്ക് പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് ഒരു അറിവ് നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നിങ്ങൾ ഈ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതിന്റെ PPT പ്രസന്റേഷൻ ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം. അതിലൂടെ നിങ്ങൾക്ക് ഇത് ക്ലാസ് ഒക്കെ കേട്ടതിന് ശേഷം നിങ്ങൾക്കും എടുത്തു കൊടുക്കാൻ പറ്റും. നിങ്ങളിൽ തന്നെ നല്ല കുട്ടികളുണ്ടാവും, ട്രെയിനിങ് കൊടുക്കാനും അവയർനെസ് കൊടുക്കാൻ പറ്റും നല്ല കേപ്പബിൾ ഉള്ള കുട്ടികൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ കോളേജിന്റെ അടുത്തും കോളേജിന്റെ പരിസരങ്ങളിലും കോളേജിലെ വിദ്യാർത്ഥികൾക്കും നമ്മുടെ വീടിന്റെ അടുത്ത ടൗണുകളിലുള്ള ആളുകളിലോട്ടൊക്കെ ഇതിന്റെ ഒരു അവയർനെസ്സും കുട്ടികളിലോട്ടുള്ള ട്രെയിനിങ് ഒക്കെ നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സോഷ്യൽ വിസിറ്റ് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്താണ് സോഷ്യൽ വിസിറ്റ്? അതിലൂടെ ഐസൊലേഷൻ അല്ലെങ്കിൽ സൂയിസൈഡൽ തോട്ട്സ്, അങ്ങനെയുള്ള ലോൺലിനെസ്, അതുപോലെ തന്നെ അവരെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് തോന്നലൊക്കെ അവർക്ക് നിങ്ങളെ സോഷ്യൽ വിസിറ്റിന്റെ ഭാഗമായിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതിനുശേഷം എഡ്യൂക്കേഷണൽ സപ്പോർട്ട്. നമ്മൾ പാലിയേറ്റീവ് കെയറിൽ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അവരുടെ കുട്ടികളുടെ അവസ്ഥ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ദുരിതമായിട്ട് ഉള്ള അവസ്ഥകളും ഉണ്ട്. അപ്പം അവർക്ക് വേണ്ടി നമുക്ക് ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു ഫാമിലി, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫാമിലിയാണ് വിചാരിക്കുക. അവിടെ 10ാം ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ട്, 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുണ്ട്. അവർക്ക് എഡ്യൂക്കേഷൻ സപ്പോർട്ടായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും? നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് ആ കുട്ടികൾക്ക് എന്തൊക്കെ സഹായം ചെയ്തു കൊടുക്കാൻ പറ്റും? ഒന്ന് പറയോ? സാർ, നമ്മുടെ കോളേജിൽ നിന്ന് ഇപ്പം ബുക്സ് കളക്ട് ചെയ്ത് അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റും. അത് എനിക്ക് എല്ലാവരുമായിട്ട് പിരിവിട്ടിട്ട് ഓരോരുത്തർ ഓരോ ബുക്സ് വീതം കൊണ്ടുവന്നാൽ നമുക്ക് അത് കൊണ്ടുവന്ന് കൊടുക്കാനൊക്കെ കഴിയും. ഓക്കെ അമൃതശ്രീ, താങ്ക് യു. ആ കുട്ടിക്ക് ചെറിയ രീതിയിൽ ട്യൂഷൻ പോലെ എടുത്തു കൊടുക്കാൻ പറ്റും. 10ാം ക്ലാസ്സിലല്ലേ, അപ്പൊ നമുക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ ശ്രീനിരഞ്ജന, വേറെ? ഇപ്പൊ കോളേജിൽ നിന്നൊക്കെ തന്നെയാണെങ്കിലും പിരിവ് നടത്തി ഇപ്പൊ അവർക്ക് അവർക്ക് ഒരുവിധം ഡ്രസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരുവിധം പെട്ടെന്ന് നല്ല ഡ്രസ്സൊക്കെ കൊടുക്കാമായിരുന്നു. ജീവ, ഒരു മിനിറ്റ്, അഞ്ജൽ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അഞ്ജൽ പറഞ്ഞോളൂ. അത് നമുക്ക് പിരിവ് നടത്തിയിട്ട് അവർക്ക് പഠനാവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. ഓക്കെ ജീവ പറയൂ. അവർക്ക് ഒരുവിധപ്പെട്ടതുള്ള നല്ല ഡ്രസ്സൊക്കെ വാങ്ങിക്കാനുള്ള ഇതൊന്നും കാണത്തില്ല. അപ്പൊ നമ്മളെ കയ്യിൽ കഴിയാവുന്ന ചിലരുടെയൊക്കെ കയ്യില് നല്ല നല്ല ഡ്രസ്സുകൾ കാണും, അവരത് യൂസ് ചെയ്തിട്ട് പോലും ഇല്ല. അതേപോലെയുള്ള നല്ല നല്ല ഡ്രസ്സുകൾ നമുക്ക് കൊടുക്കണമായിരുന്നു. ഓക്കെ. പിന്നെ ഫാത്തിമ സലാഹുദ്ദീൻ പറയൂ. സർ, പഠനത്തിനുള്ള ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞ പോലെ തന്നെ ട്യൂഷനൊക്കെ എടുത്തു കൊടുക്കാം.
ഓക്കെ ഓക്കെ ഫാത്തിമ, എന്തൊക്കെ, അതായത് നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും? ഇപ്പം ട്യൂഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഏതൊക്കെ വേറെ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും? ഹലോ സാർ. ആരാണ്? പറയൂ. കുറച്ചു നേരം അവരോട് സ്പെൻഡ് ചെയ്തൂടെ? കുറച്ച് സമയം അവരെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും കുട്ടികളോട് കൂടെ. ഓക്കെ. പിന്നെ നമുക്ക് ചാറ്റിൽ കുറെ വന്നിട്ടുണ്ട്. ചാറ്റില് ഓക്കെ, പഠനത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അവരെ ചെയ്തു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ അടുത്തതാണ് ടൈം സ്പെൻഡ് വിത്ത് പേഷ്യന്റ്. അവരെ കൂടെ കുറെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. പേഷ്യന്റിന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതായത് അച്ഛനും അമ്മയും അമ്മ ജോലിക്ക് പോയി, അച്ഛനും കിടപ്പിലാണ്, മക്കൾ രണ്ടുപേരും സ്കൂളിൽ പോയി. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് കുറച്ച് സമയം അവരെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ കോളേജിൽ നിന്നുള്ള ഭാഗമായി ഫണ്ട് റൈസിങ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഫണ്ട് റൈസ് ചെയ്യാം. അത് നമുക്ക് കോളേജുകളിൽ പല രീതിയിലും നമുക്കിപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം അതുപോലെ നമുക്ക് സ്ട്രീറ്റ് പ്ലേ ചെയ്യാൻ പറ്റും. ഹൗസ് മോഡിഫിക്കേഷൻ, നേരത്തെ നമ്മൾ റീഹാബിലിറ്റേഷന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു വീട്ടിൽ വെള്ളം ചോർന്നൊലിക്കുകയാണ്, അപ്പം ഭയങ്കര ദുരിതമാണെങ്കിൽ നമുക്ക് മിനിമം ചെയ്യാൻ പറ്റും. ചെറിയൊരു ടാർപ്പായ വാങ്ങിയിട്ട്, നമുക്കറിയാം നമ്മളെ കോളേജിൽ നിന്ന് ചെറിയൊരു ടാർപ്പായൊക്കെ വാങ്ങിയിട്ട് ഒരു ചെറിയ ഒരു മറ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വെള്ളം വരാത്ത രീതിയിലുള്ള മോഡിഫിക്കേഷൻ. അതുപോലെ തന്നെ ചില എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസ് ഒക്കെ ചെയ്യുന്നതാണ് ഈ റാമ്പ് കണ്ടില്ല, വീൽ ചെയർ ഒക്കെ ഇറങ്ങാൻ വേണ്ടി ചെറിയ സ്ലോപ്പ് ആയിട്ടുള്ള ആ റാമ്പ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ചില വീടുകളിൽ ബാത്റൂം അല്ലെങ്കിൽ ടോയ്ലറ്റിലോട്ടൊക്കെ ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന്റെ ഡോർ മോഡിഫൈ ചെയ്ത് കൊടുക്കുക. വീടുകളിലുള്ള ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, കുറെ ആളുകൾ ചാറ്റ് ചെയ്യുന്നുണ്ട്. ഫീസ്, യൂണിഫോം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും കുട്ടികളുടെ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട്. ഓക്കെ വാണി ദേവി. ഓക്കെ, അതുപോലെ തന്നെ ചെറിയൊരു 1 രൂപി 1 ലൈഫ്, അതൊരു ഫണ്ട് റൈസിങ് ആക്ടിവിറ്റീസിന്റെ ഭാഗമാണ്. ഒരു രൂപ ഒരു ജീവിതം, മന്ത്ലി ഒരു രൂപ മിനിമം ഇടാൻ പറ്റാത്ത ആളുകളൊന്നും ചിലപ്പോൾ പക്ഷെ നമ്മളെ കോളേജിൽ ഉണ്ടാവില്ല 1 രൂപ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മന്ത്ലി 1 രൂപ കളക്ട് ചെയ്യാന്നുള്ള രീതിയിൽ 1000 കുട്ടികൾ പഠിക്കുന്ന കോളേജ്, അല്ലെങ്കിൽ 500 പഠിക്കുന്ന കുട്ടികളുള്ള കോളേജ് ആണെങ്കിൽ ഒരു മാസം നമുക്ക് 500 രൂപ കിട്ടും. മിനിമം ആണ്. എല്ലാവരും 1 രൂപ തന്നെ ഇടുന്നൊന്നും ഇല്ലല്ലോ. അപ്പം 2 രൂപ ഇടാം, 5 രൂപ ഇടാം, 10 രൂപ ഇടാം, അങ്ങനെ പല രീതിയിലൂടെ അതിലൂടെ നമുക്കൊരു ഫണ്ട് റൈസ് ആക്ടിവിറ്റി ചെയ്യാം. കെയർ ആൻഡ് ഷെയർ, പൊതുവെ നമ്മളിപ്പോൾ കോളേജുകൾ ഒരുപാട് ഫെസ്റ്റിവലുകൾ നമ്മൾ നടത്താറുണ്ട്. ഓണം, ക്രിസ്മസ്, ന്യൂ ഇയർ, അല്ലെങ്കിൽ പെരുന്നാൾ, അങ്ങനെ ഒരുപാട് ഫെസ്റ്റിവൽ നമ്മൾ നടത്താറുണ്ട്. ഈ ഫെസ്റ്റിവലിന്റെ സമയത്തൊക്കെ അല്ലെങ്കിൽ നമ്മൾ കോളേജിൽ എന്താ പറയാ ആനിവേഴ്സറി ആണെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാം നടത്തും. ആ സമയത്തൊക്കെ ചില ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന പ്രോഗ്രാം, ആ സമയത്തൊക്കെ കെയർ ആൻഡ് ഷെയർ, അതായത് നമ്മൾ പാവങ്ങളിലോട്ട് ഒരു ഷെയർ, നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറെ ഫണ്ട് റൈസ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് പറയാം, ഓണത്തിന് ഒരു ചെറിയൊരു പിരിവുണ്ട്, ഓണപരിപാടിക്കാന്ന് പറയുമ്പോൾ തന്നെ അവരോട് പറയാം ഇതിന്റെ ഭാഗമായിട്ട് പാലിയേറ്റീവ് കെയർ ക്ലബിന് അവരായിട്ട് കണക്ഷൻ, അതായത് ഈ കമ്മിറ്റി ആയിട്ടൊന്ന് സംസാരിക്കണം. അതിനുശേഷം അവരോട് പറയാം നമുക്ക് ഇതിൽ നിന്നൊരു സഹായമായിട്ട് ഈ ഓണത്തിന് ഇത്ര പേഷ്യൻസിന് നമുക്കൊരു കിറ്റും കൂടി കൊടുക്കാം, ഒരു 5 പേഷ്യന്റിന് ഒരു കിറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ക്രിസ്മസിന്റെ സമയത്ത് ഒരു 5 പേഷ്യന്റിന് കിറ്റ് കൊടുക്കാം, പെരുന്നാളിന്റെ സമയത്ത് ഒരു 5 പേഷ്യന്റിന് കിറ്റ് കൊടുക്കാം എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിന്റെ ഒരു കെയർ ആൻഡ് ഷെയർ, അതിന്റെ ഭാഗമായിട്ട് ഒരു സഹായം അവർക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് സ്കിപ്പ് ആയിട്ട് അത് ചെറിയൊരു എന്താ ക്യാമ്പയിൻ ഉള്ള രീതി നമുക്ക് വേണം. ഒരു മാസം ഒരു ദിവസം എല്ലാവരും ഒരു ടീ സ്കിപ്പ് ചെയ്യാം എന്നിട്ട് പറഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് ഫണ്ട് റൈസ് ചെയ്യാൻ വേണമെങ്കിൽ. അതുപോലെ തന്നെ കോളേജുകളുടെ പ്രോഗ്രാമിന്റെ ഫുഡ് ഫെസ്റ്റിവൽ നടത്താം. അത് നമുക്ക് പുറത്തും വേണമെങ്കിൽ നടത്താം. നമ്മളെ ടൗണുകളിലൊക്കെ ഒരു ഫുഡ് ഫെസ്റ്റിവൽ ഒക്കെ നടത്തിയത് അതിൽ നിന്ന് ഫണ്ട് റൈസ് ചെയ്തിട്ട് നമ്മളുടെ ആളുകളിലോട്ട് എത്തിച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ റീഹാബ് എക്സ്പോകൾ നടത്താം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അവയർനെസ് ചെയ്യാം, ഡ്രാമ, പെയിന്റിങ്, സോങ്സ്, അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ അവയർനെസ് സൊസൈറ്റിയിലൂടെ എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഫ്ലാഷ് മോബ് നമുക്ക് ചെയ്യാം, സൈക്ലിംഗ് അവയർനെസ് ചെയ്യാം. ഇങ്ങനെ സിംഗ് ഫോർ പാലിയേറ്റീവ് കെയർ പാട്ടുവണ്ടികളൊക്കെ നമുക്ക് സംഘടിപ്പിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇതിലൂടെ എല്ലാം സൊസൈറ്റിയിലോട്ട് നമ്മളെ പാലിയേറ്റീവ് കെയറിന്റെ അവയർനെസ് നമ്മളെ വിദ്യാർത്ഥിയുടെ പാലിയേറ്റീവ് കെയർ ക്ലബിന്റെ ഭാഗമായിട്ട്, നമ്മളെ കോളേജിലെ പാലിയേറ്റീവ് കെയർ ക്ലബിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത് എല്ലാം ഒരു ദിവസം ചെയ്യുന്നതെന്നല്ല, ഒരു മാസത്തിൽ നമുക്ക് പറ്റുന്നത്. ഞാൻ പറയാം ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. നമ്മളെ കോളേജിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതൊക്കെ എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക.
അതിനെന്ത് ചെയ്യാൻ ഞാൻ പറഞ്ഞ ഈ വളണ്ടിയേഴ്സിന്റെ പാലിയേറ്റീവ് കെയറിൽ NSSന്റെ പുറമെയുള്ള വളണ്ടിയേഴ്സിന് നമുക്ക് ഹെൽപ്പ് ഒക്കെ ചോദിക്കാം. പാലിയേറ്റീവ് കെയർ NSSലുള്ളവർ മാത്രം പാലിയേറ്റീവ് കെയർ ആവണമെന്നൊന്നും ഇല്ല. നമ്മൾ ആ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് 25 മെമ്പേഴ്സ് എന്ന് പറഞ്ഞത്. നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കും ഒരു ടീം വർക്കായിട്ട് ചെയ്യണം. അതായത് നമ്മൾ പറയുന്നത് പോലെ ഒരു ടീം വർക്ക് ആണെങ്കിൽ നമുക്ക് കുറെ കാര്യം യൂണിറ്റി ഈ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ടീം വർക്കായി ടുഗദർ എവരി വൺ അച്ചീവ് മോർ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും നമ്മൾ അസോസിയേഷൻ വിത്ത് ഡിഫറെന്റ് ഗ്രൂപ്പ്സ്, നമ്മളെ കോളേജിലെ പാലിയേറ്റീവ് കെയർ, അടുത്തുള്ള റെസിഡൻഷ്യൽ അസോസിയേഷൻ, ഇപ്പം നമ്മളൊരു പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള റെസിഡൻഷ്യൽ അസോസിയേഷനുമായിട്ടൊരു അസോസിയേഷനുമായിട്ടൊരു കണക്ഷൻ, ഒരു കൊളാബറേഷൻ വരികയാണെങ്കിൽ ആ പേഷ്യന്റിന്റെ കുറെ കാര്യങ്ങൾ റെസിഡൻഷ്യൽ അസോസിയേഷൻ നോക്കും. അവരോട് സംസാരിക്കുക, ഇങ്ങനെ ഒരു പേഷ്യന്റ് ഉണ്ട് നിങ്ങളെ റെസിഡൻഷ്യൽ ഏരിയയിൽ, അപ്പൊ നിങ്ങൾ അവരൊന്ന് ശ്രദ്ധിക്കണം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഏരിയയിൽ പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. അതുപോലെ തന്നെ ആശാ വർക്കറുമായിട്ടൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ ആശാ വർക്ക്, അപ്പൊ നമ്മൾ പേഷ്യൻസിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ആശാ വർക്കർ നമ്മൾ റെഫർ ചെയ്ത് തരും. അവർക്ക് വേണ്ടിയുള്ള സ്കീംസ്, സഹായങ്ങളൊക്കെ ആശാ വർക്കർ ത്രൂ നമുക്ക് ഗവൺമെന്റിൽ നിന്നുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാം. അതുപോലുള്ള അടുത്തുള്ള നമ്മുടെ കോളേജിന്റെ അടുത്തുള്ള ക്ലബ്ബുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അതിലൂടെ നമുക്ക് അവരുടേതായ ചാരിറ്റി സഹായങ്ങളൊക്കെ നമുക്കും നമ്മളെ പേഷ്യൻസിന് നമുക്ക് എത്തിച്ചു കൊടുക്കാം. കാരണം അവർ ആ ക്ലബ്ബൊക്കെ ഒരുപാട് സഹായം ചെയ്യുന്ന ക്ലബ്ബാണെങ്കിൽ നമുക്ക് നമ്മളെ പേഷ്യന്റിനെ നമ്മൾ അഡോപ്റ്റ് ചെയ്തല്ലേ നമ്മളെ കോളേജിന്റെ പാലിയേറ്റീവ് കെയർ ക്ലബിന്റെ പരിധിയിലുള്ള പേഷ്യൻസിന് അതിന്റെ സഹായം എത്തിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് അവിടെ ലൈസണിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഓവർ വർക്ക് നമ്മൾ എടുക്കേണ്ട, അവർ ആ സഹായം അവിടെ ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ അടുത്തുള്ള ലൈബ്രറി, വായനശാലകളിലായിട്ടൊക്കെ ഒരു കണക്ഷൻ ഉണ്ടാക്കിയാൽ കുട്ടികളുടെ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് വായനശാലകൾക്ക് ഒരുപാട് ബുക്ക്, അതുപോലെ തന്നെ അവർ വായനശാലയുടെ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട കുട്ടികൾക്കുള്ള സഹായങ്ങൾ വായനശാല ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റിനെ കുറിച്ച് ബാബു സാറിന്റെ ക്ലാസ് കേട്ട സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. NNPC നൈബർഹുഡ് നെറ്റ്വർക്ക് ഇൻ പാലിയേറ്റീവ് കെയർ, പാലിയേറ്റീവ് കെയർ വിദ്യാർത്ഥി നൈബർഹുഡ് നെറ്റ്വർക്ക് ഇൻ പാലിയേറ്റീവ് കെയർ. ആ പാലിയേറ്റീവ് കെയർ നമ്മളത് പേഷ്യൻസിന്റെ വീടിന്റെ പരിധിയിലുള്ള ആളുകൾ ഒരു ടീമാണ്. അപ്പൊ അവരുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ സഹായം ചെയ്യാം. അതുപോലെ CCC കമ്പാഷനറ്റ് കമ്മ്യൂണിറ്റി കെയർ, നമ്മൾ ചർച്ച്, പള്ളി അല്ലെങ്കിൽ ചെറിയ അസോസിയേഷനൊക്കെ ആയിട്ട് നടത്തുന്ന കമ്മ്യൂണിറ്റി ലെവലിലുള്ള ഒരു കണക്ഷനും അവർക്ക് ഉണ്ടെങ്കിൽ ഒരുപാട് സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ സോഷ്യൽ വിസിറ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ഫാമിലിയിലോട്ട് കയറി ചെല്ലുക, ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുക, അല്ലെങ്കിൽ ഹോം കെയർ ടീമിന്റെ കൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെറിയ കാര്യങ്ങളാണ്. ദ പേഷ്യന്റ് ഡയഗ്നോസിസ് ആൻഡ് കണ്ടീഷൻ ഷുഡ് ബി അണ്ടർസ്റ്റുഡ്. ആ പേഷ്യന്റിന്റെ അസുഖം എന്താണെന്നും അവരെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്നും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ആ പേഷ്യന്റിനെ കാണാൻ പോകാൻ പറ്റുള്ളൂ, അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു പേഷ്യന്റ് ഉണ്ടെന്ന് അറിയുന്ന സമയത്ത് തന്നെ ആദ്യം ആ പേഷ്യന്റിന്റെ അസുഖം എന്താണെന്നും അവരുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ ആ പേഷ്യന്റിനെ കാണാൻ അവരുടെ അങ്ങോട്ട് പോകാൻ പാടുള്ളൂ. രണ്ടാമത്തെ എന്ന് പറഞ്ഞാല് ആ ഏരിയയെ കുറിച്ചൊന്ന് മനസ്സിലാക്കണം, ആ ലൊക്കാലിറ്റിനെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. കാരണം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്കറിയാം റൂറൽ ഏരിയ ഉണ്ട്, ട്രൈബൽ ഏരിയ ഉണ്ട്, അല്ലെങ്കിൽ സ്ലം ഏരിയ ഉണ്ട്, കോസ്റ്റൽ ഏരിയ ഉണ്ട്, സിറ്റി ഉണ്ട്. പല ആളുകളാണ്, നമുക്ക് കൾച്ചറുകളൊക്കെ പല ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മളിപ്പം സിറ്റിയിലുള്ള ഒരാളായിട്ട് ഡീൽ ചെയ്യുന്ന ആയിരിക്കില്ല ഒരു റൂറൽ ഏരിയ, ഒരു ട്രൈബൽ ഏരിയ, അല്ലെങ്കിൽ കോസ്റ്റൽ ഏരിയ, അല്ലെങ്കിൽ സ്ലം ഏരിയ ഉള്ള ആളുകളൊക്കെ. സിറ്റിയുള്ള ആളുകൾക്ക് ഒരുപാട് തിരക്കുള്ള ആളുകളായിരിക്കാം. പക്ഷെ റൂറൽ ഒരു നാട്ടുപ്രദേശത്തുള്ള ഒരാളാണെങ്കിൽ അവർക്ക് സമയത്തിന്റെ അത്ര തിരക്കൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല, അവർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ഒരു സ്ലം ഏരിയ പോവുകയാണെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാം. അതായത് നമ്മൾ ആ പോകുന്ന ഏരിയയെ കുറിച്ച് നല്ല പഠിച്ച് മനസ്സിലാക്കിയിട്ട് പോകണം. ഒരു പക്ഷെ നമ്മളൊരു കൾച്ചർ ആയിരിക്കില്ല അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ആ ജോഗ്രഫിക്കൽ ഏരിയയുടെ ഒരു കൾച്ചർ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അങ്ങോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരുപാട് ബാരിയേഴ്സ് വരും. അപ്പം നമ്മൾ അതൊന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മൾ മാക്സിമം ക്ഷമ വേണം. നമ്മളിപ്പോൾ ഒരു പേഷ്യന്റിനെ കാണാൻ പോവുകയാണ്, അല്ലെങ്കിൽ രോഗിനെ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്, അവരോട് സംസാരിക്കാൻ പോണ സമയത്ത് എനിക്ക് സമയമില്ല, എനിക്ക് പെട്ടെന്ന് പോകണം എന്നുള്ളൊരു മൈൻഡിൽ പോകരുത്. നമ്മുടെ ഫ്രീ സമയം അവരെ കൂടെ ഇരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ബി എ ഗുഡ് ലിസണർ.
അവരെ കേൾക്കണം, അവരെ കേൾവിക്കാരനായി നമ്മൾ ഇരിക്കണം അവർ പറയുന്നത്. ഇപ്പൊ നമുക്ക് തിരക്കും പിടിച്ച് നമുക്ക് ഒരു 5 മിനിറ്റിന്റെ അവിടെ പോയിട്ട് അവർ ചിലപ്പോൾ ഒരു അരമണിക്കൂറോളം നമുക്ക് സംസാരിക്കാൻ, 1 മണിക്കൂർ സംസാരിക്കാൻ ഇരിക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ ഇരുന്നിട്ട് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇറങ്ങിപ്പോയാൽ അത് ഒരു നല്ലതല്ല. അപ്പൊ നമ്മൾ നല്ല ക്ഷമ വേണം. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ അവിടെ പോയാൽ ചിലപ്പോൾ അരമണിക്കൂറിന് പോയാൽ ചിലപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ വരാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ക്ഷമ ഉള്ള ആളുകളായിട്ട് അവിടെ ഇരിക്കുക. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഹോം കെയറിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഞാൻ ചെറിയ ഒരു വീഡിയോ കൂടി ഇടുന്നുണ്ട്. അപ്പൊ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ.
ഓക്കെ, ഇത് ചെറിയ ആക്ടിവിറ്റീസിന്റെ വീഡിയോ, അതായത് ഇപ്പൊ നമ്മൾ കോളേജ് തലങ്ങളിൽ, സ്കൂൾ തലങ്ങളിൽ നമ്മൾ അസോസിയേറ്റ് ചെയ്ത് ചെയ്യുന്ന പ്രോഗ്രാമിന്റെ വീഡിയോ ആണ്. പ്രോഗ്രാമിന്റെ വീഡിയോ ആയിരുന്നു ഇപ്പൊ എല്ലാവരും കണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരുപാട് അവയർനെസ് പല രീതിയിൽ, ഇപ്പൊ സൈക്ലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ കോളേജ് അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിലൂടെ സമൂഹത്തിൽ പാലിയേറ്റീവ് കെയർ എന്താണെന്നും ഫുൾ ഇതിലെല്ലാം കുട്ടികൾ പല കോളേജും നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, അതിന്റെ വീഡിയോന്റെ താഴെ ഉണ്ടായിരുന്നു ഏത് കോളേജാണെന്നൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളുടെ ഒരു സഹായത്തോടു കൂടി, പാലിയേറ്റീവ് കെയർ ക്ലബിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ കൂടുതൽ അവയർനെസ് പ്രോഗ്രാമുകളെല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ജസ്റ്റ് നിങ്ങളെ ഒരു അറിവിലോട്ടും വേണ്ടി കാണിച്ചതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പാലിയേറ്റീവ് കെയറിന്റെ ഈ പാലിയേറ്റീവ് കെയർ ക്ലബിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും ഒരു ചിന്ത ഉണ്ടാവും, അയ്യോ ഞാനിപ്പോ ഇങ്ങനെ പാലിയേറ്റീവ് കെയർ വർക്ക് ചെയ്തിട്ട് ഇപ്പൊ എനിക്ക് എന്ത് കിട്ടാനാണ്, അല്ലേ? പൊതുവെ അങ്ങനെ ഒരു ചിന്ത ആർക്കും, ചില ആളുകൾക്ക്, നല്ല ആളുകൾക്കൊന്നും വരില്ല കേട്ടോ, അവർക്ക് അറിയാം അതിനെ കുറിച്ച്, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹാവിങ് ഹെൽപ്ഡ് സഫറിംഗ് ദ ഹ്യൂമൻ. നമ്മളിങ്ങനെ സഫർ ചെയ്യുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, ഞാൻ ഇങ്ങനെ ഒരു സഹായം ചെയ്തത് കൊണ്ട്. ഇല്ല, നമുക്ക് അതൊന്നും പ്രതിഫലം കിട്ടാനുള്ള ആഗ്രഹമല്ല, ഒരാൾക്കൊരു സഹായം ചെയ്യുമ്പം നമ്മളെ മനസ്സിനൊരു സുഖം ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ചെറിയ നിങ്ങളിൽ ഇപ്പം ഒരുപാട് ഇപ്പൊ അസൈൻമെന്റ്സ് ഒക്കെ പറഞ്ഞാൽ നിങ്ങളോട്, ആ അസൈൻമെന്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടേതായ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഒരാൾക്കൊരു സഹായം ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ കുട്ടിയുടെ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ചില ട്യൂഷൻ എടുത്തുകൂടെ ബുക്കൊക്കെ വാങ്ങി കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു ആശ്വാസം ഉണ്ടാവും, ഇല്ലേ? ഒരു പേഷ്യന്റിനെ കാണാൻ പോണ സമയത്ത്, സോഷ്യൽ വിസിറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, ഞാൻ എൻ്റെ ഒരു സഹായം ചെയ്തുകൊണ്ട് അവർക്ക് ഒരുപാട് ചേഞ്ച് വന്നു, അതിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ട്. ഇതിലൂടെ നമുക്ക് അതുപോലെ ഒരുപാട് ഹാപ്പിനെസ് കിട്ടും. അതുപോലെ തന്നെ വാല്യുബിൾ എക്സ്പീരിയൻസ്, നമുക്ക് പറഞ്ഞാൽ നമുക്ക് കാണാത്ത, നമ്മളെ കേൾക്കാത്ത പല കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, പല രീതിയിലുള്ള മനുഷ്യരെ കാണാൻ പറ്റും, നല്ല നല്ല ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് കിട്ടും, ഒരുപാട് നോളജ് കിട്ടും. അതുപോലെ ഗുഡ് ബാക്ക്ഡ്രോപ്പ് ഫോർ ദെയർ കരിയർ, നമ്മളെ കരിയറിന് വേണ്ടിയുള്ള ഒരുപാട് നോളജും സ്കില്ലും ഒക്കെ നമുക്കത് കിട്ടുന്നുണ്ടോ. പാലിയേറ്റീവ് കെയർ ക്ലബിന്റെ ഭാഗം നിങ്ങൾ ഇവിടെ 5 ദിവസത്തെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു, എക്സാമ്പിൾ പറയാണ്, നിങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡോക്ടർ രാജഗോപാൽ സാറിന്റെ ക്ലാസ് കിട്ടി, ഷീബ മാഡത്തിന്റെ, ബാബു സാറിന്റെ, ട്രീസ മാഡത്തിന്റെ എല്ലാവരുടെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടി. അതിൽ നിന്ന് കൂടുതൽ ഒരുപാട് നോളജ് കിട്ടി. ഫസ്റ്റ് ഡേ ഒക്കെ ഒരുപാട് ആളുകൾ പല ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നിങ്ങളുടെ കരിയറിന് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങളും, അതുപോലെ നമ്മൾ പാലിയേറ്റീവ് കെയർ ക്ലബിന്റെ ഭാഗമായി നമ്മൾ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്ന സമയത്തും അവർക്കും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും പറ്റും. അതുപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി, നിങ്ങളാണ് നിങ്ങളെ കോളേജിലെ പാലിയേറ്റീവ് കെയർ ക്ലബ്ബ് ലീഡ് ചെയ്യുന്ന ആളുകൾ. അപ്പൊ അതിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പോകുന്ന പാലിയേറ്റീവ് കെയർ ക്ലബ്ബുള്ള കോളേജിലെ എല്ലാ പാലിയേറ്റീവ് കെയർ മെമ്പേഴ്സും നല്ല ലീഡേഴ്സ് ആയിരിക്കും. ബാക്കിയുള്ളവരല്ല എന്നല്ല പറയുന്നത്, ഡെഫിനറ്റ്ലി ആയിരിക്കും. കാരണം എന്താണ്, നല്ലൊരു ടീമിനെ ലീഡ് ചെയ്യണമെങ്കിൽ നല്ലൊരു ലീഡേഴ്സ് ഉണ്ടെങ്കിൽ നടക്കുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ പാലിയേറ്റീവ് കെയർ ക്ലബിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കുള്ള ഒരുപാട് അതേപോലെ ടീം വർക്ക് എന്താണെന്നും ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് അതിലൂടെ കിട്ടുന്നതാണ്. പിന്നെ പൊതുവെ NSS നിന്ന് കിട്ടുന്ന പോലെ ഗ്രേസ് മാർക്കും നിങ്ങൾക്ക് കിട്ടുന്നതല്ലേ. അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോ നമ്മുടെ ഇന്നത്തെ ഒരു ലാസ്റ്റ് പറയുന്നത്, നമ്മളിപ്പം വൈൻഡപ്പ് ആക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് 15 മിനിറ്റ് 20 മിനിറ്റോളം നമുക്കുണ്ട്. ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തെങ്കിലും ചോദിക്കാം. അപ്പോൾ അതിന് മുമ്പ് ഒരു കോട്ടാണ്, എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് യുവർ വേൾഡ്. നെൽസൺ മണ്ടേല പറഞ്ഞതാണ്, ലോകം മാറ്റിമറിക്കാൻ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. അതുകൊണ്ട് തന്നെയാണ് പാലിയേറ്റീവ് കെയർ ക്ലബിന്റെ ഭാഗമായിട്ട് യൂണിവേഴ്സിറ്റി തലത്തിലും കോളേജ് തലത്തിലും ഞങ്ങൾ ഇറങ്ങി വരുന്നത്. കാരണം നിങ്ങളെ പോലുള്ള വിദ്യാർത്ഥികൾക്കാണ്, വിദ്യാഭ്യാസമുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ, എഡ്യൂക്കേഷനുള്ള കുട്ടികൾക്ക് മാത്രമേ ഈ ലോകത്തെ ഒരു മാറ്റം വരുത്താനും ചേഞ്ച് വരുത്താനും പറ്റുകയുള്ളൂ. അത് പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ, അതായത് നിങ്ങൾക്കിപ്പം ഒരു 10-20 മിനിറ്റ് നിങ്ങളുടേതായ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പം ഞാൻ എടുത്ത ഈ ക്ലാസ്സിന്റെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പാലിയേറ്റീവ് കെയറിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം, നിങ്ങൾക്ക് എല്ലാവരും ചോദിക്കാവുന്നതാണ്. ഓരോരുത്തരായി ചോദിക്കണം, ഒരാൾ 2 ആൾ ഒരേ സമയത്ത് ചോദിക്കരുത്. ചാറ്റിൽ ഇടണമെങ്കിൽ ചാറ്റിലും ഇടാം, ചാറ്റ് നോക്കിയിട്ടും ചെയ്യാം.
സർ കേൾക്കാമോ? ഓക്കെ, കേൾക്കാം. ശരി. സർ, ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഓൾഡ് ഏജ് ഹോമില് അല്ലെങ്കിൽ അങ്ങനത്തെ അവർക്ക് ചെറിയ സ്ഥാപനങ്ങളിൽ ഇങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടി ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അങ്ങനെ ഏർപ്പെടുത്താൻ പറ്റുമോ ഈ ഷോർട്ട് ഫിലിം മോട്ടിവേഷൻ ആയിട്ട് സ്റ്റുഡൻസിന്? ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ഒന്നുകൂടി പറയൂ ശരീഷ്. സർ, അതായത് നമ്മുടെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഷോർട്ട് ഫിലിം ആക്ടിവിറ്റി ഉണ്ടായി. ഈ ഓൾഡ് ഏജ് ഹോമിൽ പോയി അവിടുത്തെ ഒരു ഡോക്യുമെന്ററി പോലത്തെ. നമുക്ക് ഇവിടെ ഇങ്ങനെ ഏർപ്പെടുത്താൻ പറ്റുമോ പിള്ളേർക്ക് ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി? ചെയ്യാം. അത് അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. കാരണം എന്താന്ന് വെച്ചാല് അത് ഒരാൾക്ക് ഉപകാരപ്പെടാ, ഒരാളൊരു സൊസൈറ്റിക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നല്ല കാര്യങ്ങളാണെങ്കിലൊക്കെ ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും ഒരേപോലെ എല്ലാം ആപ്ലിക്കബിൾ ആയിക്കോളുന്നില്ല. അപ്പൊ നിങ്ങളുടെ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു പ്രശ്നം വരില്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ സർ, താങ്ക് യു സർ. ഓക്കെ. വേറെ ബാക്കി എല്ലാവർക്കും മനസ്സിലായി? ഓക്കെ, മായ പറയും. സാർ, നമ്മൾ ഈ പാലിയേറ്റീവ് കെയർ ഇപ്പം വാർഡ് അങ്ങനെ ഒരു വാർഡിന് ഒരെണ്ണം അങ്ങനെ വല്ലതുമാണോ? ഒരു മിനിറ്റ്. ശിവപ്രിയ. ഓക്കെ, മായ പറയൂ. സാർ, നമ്മൾ ഈ പാലിയേറ്റീവ് കെയറിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് വാർഡിന്റെ അനുസരിച്ചാണോ അതോ ഇത്ര വാർഡ് അല്ലെങ്കിൽ അങ്ങനെ അതൊക്കെ ഉണ്ടോ? ഇപ്പം ഇത്ര വാർഡുകൾക്ക് ഒരു പാലിയേറ്റീവ് കെയർ അങ്ങനെ ഉണ്ടോ? അത് എല്ലാ സ്ഥലവും ഇപ്പൊ നമ്മൾ കേരളത്തില് NHMന്റെ നാഷണൽ നമുക്ക് എപ്പോ വേണേ കാണുമല്ലോ. ഹലോ ശിവപ്രിയ ഒന്ന് മ്യൂട്ട് ചെയ്യോ? ശിവപ്രിയ മ്യൂട്ട് ആക്കണം. ഓക്കെ, മായ. അതായത് നമ്മളെ NHMന്റെ കീഴിൽ, നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിൽ ഓരോ പഞ്ചായത്തിലും ഒരു ഹെൽത്ത് സെന്റർ ഉണ്ട്. അതിന്റെ കീഴിൽ പാലിയേറ്റീവ് കെയർ ഉണ്ട്. അതായത് ഓരോ വാർഡിലും അല്ല, ഒരു പഞ്ചായത്തിലാണ്. എന്റെ അമ്മ ഒരു ആശാ വർക്കറാണ്. അപ്പൊ അമ്മ പാലിയേറ്റീവ് കെയർ ആയിട്ട് ഇങ്ങനെ പഞ്ചായത്ത് ബേസിൽ അവർ ഒരു 18 വാർഡിന് പഞ്ചായത്തിൽ നിന്ന് ഒരു ഡോക്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവര് ആഴ്ചയിൽ ഓരോ ആശാ വർക്കറുമായിട്ട് പോയിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാ ഞാൻ ചോദിച്ചത്. ഓക്കെ. മായ, അങ്ങനെയാണ് ഒരു NHMന്റെ കീഴിൽ വരുന്ന പാലിയേറ്റീവ് ഒരു പഞ്ചായത്തിൽ ബേസ് ചെയ്തിട്ടാണ്. അപ്പം ഒരു പഞ്ചായത്തിൽ ഒരു പാലിയേറ്റീവ് കെയർ ഉണ്ടാവും ഗവൺമെന്റിൽ. ഗവൺമെന്റിന്റെ അല്ലാതെ പ്രൈവറ്റ് പാലിയേറ്റീവ് കെയറുകൾ ഉണ്ടാവും. അതായത് സന്നദ്ധ സംഘടനകൾ നടത്തുന്ന പാലിയേറ്റീവ് കെയർ ഉണ്ടാവും. അത് ഒരു പഞ്ചായത്തിൽ ചിലപ്പോൾ 4, 5, 6 ഒക്കെ വരാം. ഒരു പഞ്ചായത്തിൽ അതുമായിട്ട് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് കൂടെ പോകാനും പറ്റും. നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഏതാണ് കംഫർട്ടബിൾ. ഇപ്പൊ മായയുടെ അമ്മ അവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് മായക്കും മായയുടെ കോളേജ് ആ പഞ്ചായത്തിന്റെ പരിധിയിലുള്ളതാണെങ്കിൽ നമുക്ക് അവരായിട്ട് അസോസിയേറ്റ് ചെയ്യണം. അത് അവർ അക്സെപ്റ്റ് ചെയ്യും. അപ്പം അവരോട് സംസാരിച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അല്ലാത്ത ചില പാലിയേറ്റീവ് കെയർ ഉണ്ടാവും, എന്താ പറയാ, ഈ ഗവൺമെന്റിന്റെ അല്ലാത്തത് ആണെങ്കിൽ അങ്ങനത്തതും ഉണ്ട്. ഗവൺമെന്റിന്റെ അല്ലാത്ത പാലിയേറ്റീവ് കെയറും ഉണ്ട്. അപ്പം അവരായിട്ടും അസോസിയേറ്റ് ചെയ്യാം. അവര് കൂടുതൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടാൻ സാധ്യത ഉണ്ട് അവിടെ. ഗവൺമെന്റിന്റെ ആകുമ്പോൾ അവരുടെ ഗവൺമെന്റിന്റെ കുറെ റൂൾസും റെസ്ട്രിക്ഷൻസും ചിലപ്പോൾ നമ്മൾ സാധാ പറഞ്ഞതുപോലെ ആയിക്കോളന്നില്ല. അവരത് അതിൻ്റെതായ ഒരു രീതി ഉണ്ടാവും. അപ്പൊ അതിലൂടെ പോകാൻ പറ്റുള്ളൂ. മറ്റേ പാലിയേറ്റീവ് കെയറിന് IAPC, ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയറിന്റെ അല്ലെ കേരള ചാപ്റ്ററിന്റെ കീഴിൽ വരുന്നത് ആയതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു ഇതുണ്ടാവും. അപ്പൊ നമുക്ക് ആരായിട്ടും അസോസിയേറ്റ് ചെയ്യാൻ, നമ്മൾ ഉദ്ദേശിക്കുന്നത് പാവപ്പെട്ട ഇങ്ങനെയുള്ള ആളുകൾക്ക് സഹായം എത്തിക്കുക, കോളേജിന്റെ അടുത്തുള്ള പാലിയേറ്റീവ് കെയറുമായി കണക്ട് ചെയ്തിട്ട് നമ്മളെ പ്രവർത്തനം നാളെ മുന്നോട്ട് കൊണ്ടുപോവുക, ആ രീതിയിലാണ്. അപ്പൊ മായ ഒന്ന് സംസാരിച്ചിട്ട് നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാം. അല്ല, നമ്മളിങ്ങനെ ഒരു ട്രെയിനിങ് കിട്ടിയതാകുമ്പോ നമുക്ക് പറ്റത്തില്ലേ? അവിടെ അവര് അക്സെപ്റ്റ് ചെയ്യത്തില്ല നമ്മളെ? അക്സെപ്റ്റ് ചെയ്യണം. അവര് അക്സെപ്റ്റ് ചെയ്യണം. പക്ഷെ ഗവൺമെന്റിന്റേതാവുമ്പം അതിൻ്റെതായ കുറെ റെസ്ട്രിക്ഷൻസ് അവിടെ വരാം. അതാണ് ഞാൻ പറഞ്ഞത്. റൂൾസ് ഒക്കെ കാണുമായിരിക്കും. അതെ. അവര് പറയും ഇങ്ങനെ പറ്റില്ല, അങ്ങനെ പറ്റില്ല. പക്ഷെ നമ്മൾ അവരായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാം. അവരോട് സംസാരിക്കാം. ഞങ്ങളിങ്ങനെ കേരള യൂണിവേഴ്സിറ്റിയുടെ പാലിയേറ്റീവ് കെയറിന്റെ വളണ്ടിയർ ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ട് സ്റ്റുഡൻസിന്റെ. അപ്പൊ ഞങ്ങൾക്ക് വിസിറ്റ് വരാൻ പറ്റുമോ, നിങ്ങളുടെ പേഷ്യൻസിനെ കാണാനാണ്, അങ്ങനെയായിട്ട് സംസാരിക്കുക. അല്ലെങ്കിൽ മായയുടെ കോളേജ് ആ പഞ്ചായത്തിന്റെ പരിധിയിലാണ്, പ്രോഗ്രാം ഓഫീസറോട് സംസാരിച്ചിട്ട് ഒരു കണക്ഷൻ നിങ്ങൾ
കോളേജിന് വേണ്ടി ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിലും ആ സാറുമാര് പോയി സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയാം, സാർ ഞങ്ങളെ കുട്ടികളെ ആഴ്ചയിൽ 2 ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് വിട്ടോട്ടെ, ആഴ്ചയിൽ 1 ദിവസം. അപ്പൊ സാറ്റർഡേ ഫ്രീ ആണ്, ഓരോ ആഴ്ചയിലും ഓരോ സാറ്റർഡേയും 2 കുട്ടികളെ ഞങ്ങൾ ഇങ്ങോട്ട് വിട്ടോട്ടെ എന്ന് സാറ് സംസാരിച്ചിട്ട് ഒരു പെർമിഷൻ വാങ്ങുകയാണെങ്കിൽ ഓരോ ആഴ്ചയിലും നിങ്ങളെ കോളേജിലെ പാലിയേറ്റീവ് കെയർ ക്ലബിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരു 2 പേരെ അങ്ങോട്ട് വിടുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയോണ്ടേയിരിക്കും. അപ്പൊ അവർക്ക് അതിന്റെ കുറെ നോളജും കിട്ടും, എക്സ്പീരിയൻസും ഫീൽഡ് എക്സ്പീരിയൻസ് കിട്ടും. അല്ലെങ്കിൽ ഇപ്പൊ മായയുടെ അമ്മ അവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അമ്മ സംസാരിച്ചിട്ടാണ് അമ്മായക്ക് അവിടെ വർക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ കോളേജിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടീം വർക്കും ഉണ്ടാവും, കുറെ സ്ട്രെങ്ത് ഉണ്ടാവും, നമുക്ക് ഒരുപാട് ഫണ്ട് റൈസിങ് ആണെങ്കിൽ ഇപ്പൊ മായ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവുമല്ലോ. പക്ഷെ നമ്മൾ കോളേജ് തരത്തിൽ ചെയ്യുകയാണെങ്കിൽ അപ്പൊ ഒരു പേഷ്യന്റിനെ ഒരു മായ ഇപ്പൊ കണ്ടു, മായയുടെ കോളേജിലെ ഒരു പാലിയേറ്റീവ് കെയർ ടീം പോയ സമയത്ത് കണ്ടു. അപ്പൊ ഒരു ഫണ്ട് റൈസിങ് വേണമെങ്കിൽ നമ്മൾ കോളേജിൽ നിന്ന് നമുക്ക് ഫണ്ട് റൈസ് ചെയ്യാം. ഒറ്റക്കാണെങ്കിൽ അതിന്റെ ലിമിറ്റേഷൻ. അപ്പൊ നമ്മൾ കോളേജിന്റെ പാലിയേറ്റീവ് കെയർ നമ്മൾ പാലിയേറ്റീവ് കെയർ ആയിട്ട് കണക്ഷൻ ഉണ്ട്, അടുത്തുള്ള ക്ലബ്ബുമായിട്ട് കണക്ട് ചെയ്യാം, വായനശാലയായിട്ട് നമുക്ക് റെസിഡൻഷ്യൽ അസോസിയേഷൻ നമ്മളെ ബന്ധങ്ങൾ വെച്ചിട്ട് നമുക്ക് ബന്ധം കണക്ട് ചെയ്യുന്ന സമയത്ത് അതിലൂടെ നമുക്ക് അവർ ചെറിയ ചെറിയ ഹെൽപ്പുകൾ അതിലൂടെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും പേഷ്യൻസിന്. അതാണ് പറഞ്ഞത്. ഓക്കെ, മായക്ക് ക്ലിയർ ആയിട്ട് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായി സാർ. ഓക്കെ ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ? ഹലോ സാർ. ഓ ശ്രീ നിരഞ്ജന പറഞ്ഞോളൂ. സാർ, നമ്മൾ ഇപ്പൊ ഈ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കോളേജിലെ യൂണിറ്റിൽ നമുക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്ത് ചെയ്യാൻ തുടങ്ങാൻ പറ്റും ഇങ്ങനെ ഒരു സമയത്ത്? കോളേജ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് പറ്റുമോ അങ്ങനെ? നമുക്ക് എന്തെങ്കിലും കോവിഡ് സാഹചര്യം ഇപ്പൊ ഞങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് ആയത് കാരണം ഞങ്ങൾ കോളേജിൽ പോവാറില്ല. അതായത് ഈ കോവിഡിന്റെ സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നല്ലേ? അതെ സാർ, ഫസ്റ്റ് ഇയേഴ്സ് ആണ് ഞങ്ങൾ. അപ്പൊ കോളേജിൽ ഇതുവരെ ഞങ്ങൾ വിസിറ്റ് 2 വട്ടം വിസിറ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങളിപ്പോ കോളേജിൽ പോകാത്തത് കൊണ്ട് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഈ കോവിഡിന്റെ സമയത്ത് നമ്മളിപ്പോ കോളേജ് ഓൾറെഡി പാലിയേറ്റീവ് കെയർ ക്ലബ് ഉള്ള കോളേജുകളാണെങ്കിൽ അവിടെ നമുക്ക് ചിലപ്പം അവർ കുറച്ച് പേഷ്യൻസിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും. ഉണ്ടെങ്കിൽ നമുക്ക് ത്രൂ ഫോൺ കോളിലൂടെ അവരെ പ്രശ്നങ്ങളൊക്കെ, ഞാൻ പറഞ്ഞ സോഷ്യൽ വിസിറ്റ് ഇപ്പോൾ കോവിഡ് സാഹചര്യം ആയതുകൊണ്ട് പറ്റിയില്ല. അപ്പൊ നമുക്കെന്ത് ത്രൂ ഫോൺ കോളിലൂടെ നമുക്ക് അവരെ കാര്യങ്ങൾ അന്വേഷിക്കുക, സംസാരിക്കുക, മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ അവിടെ പേഷ്യന്റിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പൊ നിങ്ങളിപ്പോ കോളേജ് തുറക്കാത്തത് കൊണ്ട് അവിടെ ഒരുപാട് ലിമിറ്റേഷൻസ് നിങ്ങൾക്ക് വരും. കാരണം നിങ്ങൾ ഓൾറെഡി പാലിയേറ്റീവ് കെയർ ക്ലബ്ബ് ഉള്ള കോളേജ് ആണെങ്കിൽ ഒരു പക്ഷെ പേഷ്യൻസിനെ അവർക്ക് അറിയാം. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ക്ലബ് ഉണ്ട്. അപ്പൊ ക്ലബിന്റെ സാറുമായിട്ട് സംസാരിച്ചിട്ട് ഇപ്പം തിരുവനന്തപുരം ജില്ലയിലെ ലൊയോള കോളേജ് ഈ കോവിഡ് സമയത്ത് ചെയ്ത ഒരു വർക്ക് ഞാൻ പറയാം. അവർ കോവിഡിന്റെ സമയത്ത് കുറച്ച് പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവർ ഫോണിലൂടെ വിളിച്ചിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ ലോൺലിനെസ്, അതുപോലെ തന്നെ ഒറ്റപ്പെടുന്ന ഒരുപാട് അവസ്ഥ അവര് ഫേസ് ചെയ്യുന്ന കൊറോണയുടെ സമയത്ത് നമുക്ക് തന്നെ അറിയാം. ഇപ്പോഴും കോളേജിന്റെ അഡ്മിഷൻ എടുത്ത് നിങ്ങൾ ഇതുവരെ കോളേജിൽ പോയിട്ടില്ല, വീട്ടിലിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഒരുപാട് പേഷ്യൻസും ഉണ്ടാവും. അപ്പൊ അവരെയൊക്കെ ഫോണിലൂടെ വിളിച്ച് നമ്മൾ പാലിയം ഇന്ത്യയിലും അതേപോലെ ആദ്യം തന്നെ ഞങ്ങളെ പാലിയം ഇന്ത്യയിൽ കോവിഡിന്റെ ഈ സാഹചര്യം വന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും സോഷ്യൽ വർക്കേഴ്സ് എല്ലാവരും എല്ലാ പേഷ്യൻസിന്റെ ലിസ്റ്റ് എടുത്തു, എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തു. എല്ലാ പേഷ്യൻസിന്റെ ഫാമിലിയിലെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് അവർക്ക് എന്തൊക്കെ സഹായം ഈ സമയത്ത് ചെയ്തു കൊടുക്കാൻ പറ്റും അതൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ വിളിച്ച സമയത്ത് ഒരു എറണാകുളം ജില്ലയിലുള്ള ഒരു അമ്മ എടുത്തിട്ട് എന്നോട് സംസാരിച്ചത്, മകനെ ഭയങ്കര സന്തോഷമായി, കാരണം ഈ കോവിഡ് സമയത്ത് ഒരാളും നമ്മളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഫൈനാൻഷ്യലി അവർക്ക് പ്രശ്നമില്ല. കാരണം എന്താന്ന് വെച്ചാല് അവരെ മകൻ മിലിറ്ററിയിലാണ്, അതുകൊണ്ട് അമ്മ അവിടെയാണ്, അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പം അമ്മക്ക് ആശ്വാസമായത് നമ്മളൊന്ന് വിളിച്ചതാണ് അമ്മക്ക് ആശ്വാസമായത്. അപ്പൊ നമ്മളൊരു ഫോൺ കോൾ ആശ്വാസം നൽകുന്ന സാഹചര്യങ്ങളുണ്ട്. നമ്മൾ സോഷ്യൽ വിസിറ്റ് പറഞ്ഞ പോലെ തന്നെയാണ് ചില സമയങ്ങളിൽ ഫോൺ കോളും. അമ്മ പറഞ്ഞത് ഞങ്ങളെ കുറിച്ച് അന്വേഷിച്ചല്ലോ മോനെ, അതന്നെ വലിയ സന്തോഷം, നമുക്ക് ഒരു സഹായം വേണ്ട, സഹായം വേണ്ടെന്ന് ആവശ്യമില്ല, ഈ സമയത്ത് ഫോൺ വിളിച്ചത് തന്നെ ആശ്വാസമായി എന്ന് പറഞ്ഞു. ചില ആളുകൾക്ക് കൊറോണയുടെ സാഹചര്യത്തിൽ നമുക്ക് ഫോൺ കോളിലൂടെയുള്ള പോസിബിലിറ്റീസും നോക്കാം. അപ്പൊ നിങ്ങൾ കുട്ടികളാവുമ്പോൾ നിങ്ങൾക്ക് തന്നെ കുറെ ഇന്നോവേറ്റീവ് ആയിട്ട് ഐഡിയാസ് ഒക്കെ ഉണ്ടാവുമല്ലോ.
ഞാനിപ്പോ എന്റെ ഒരു ഇത് പറഞ്ഞു എന്ന് വെച്ചാൽ നിങ്ങളിപ്പോ ഒരു 10 പേര് കൂടുമ്പോൾ 10 ഇന്നോവേറ്റീവ് ഐഡിയാസ് വരും. അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് ഓരോന്നും ചെയ്തു കൊടുക്കാൻ പറ്റും. വേറെ താങ്ക് യു സർ. ഓക്കെ ഓക്കെ. വേറെ എന്തെങ്കിലും? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ? ഇല്ല. അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അപ്പൊ ബാബു സാറിലോട്ട് ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. ഓക്കെ. നമ്മുടെ 1-2 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ സെഷനും, അതായത് ഇപ്പോൾ ഏകദേശം ക്ലാസ്സുകളൊക്കെ ഒരു 5 ദിവസമായിട്ട് നമ്മുടെ ഇത് കംപ്ലീറ്റ് ആയി. പാലിയേറ്റീവ് കെയർ എന്താണെന്ന് കണ്ടു, അതിലെ ഹോം കെയറിന് കണ്ടു, കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് അല്ലെങ്കിൽ സൈക്കോ സോഷ്യൽ സപ്പോർട്ടിനെ കുറിച്ച് നമ്മൾ കണ്ടു, ആശയവിനിമയത്തെ കുറിച്ച് നമ്മൾ കണ്ടു, നമ്മുടെ റോൾ എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങളുടെ ആർട്ടിക്കിളൊക്കെ ഏകദേശം എല്ലാവരും എഴുതി കാണുമെന്ന് വിചാരിക്കുന്നു. അരുൺ സാറ് നിങ്ങളുമായിട്ട് ഒരു ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പുകളിൽ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 1-2 മോഡൽസും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ആർട്ടിക്കിൾ എഴുതേണ്ടത്, ഏത് രീതിയിൽ അതിനകത്തിൽ കാര്യങ്ങൾ കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ള ആർട്ടിക്കിളും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ആ ലിങ്ക് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഗൂഗിൾ ഷീറ്റ് ആണ്, അത് ഉപയോഗിച്ചുകൊണ്ട് ഡീറ്റെയിൽ ഫില്ല് ചെയ്യുക. നിങ്ങളുടെ ആ ആർട്ടിക്കിൾ അതിനകത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള അവസരം അതിനകത്തിലുണ്ട്. ഫൈനൽ എപ്പോഴാ സബ്മിറ്റ് ചെയ്യണ്ടേ? ലാസ്റ്റ് ടൈം ഇന്ന് രാത്രിയാണ്. ഇന്ന് രാത്രി, അതായത് നാളെ നിങ്ങളുടെ ക്ലാസ് അവസാനിക്കുന്നതിന് മുമ്പ് എനിക്ക് വാലുവേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് ഇവിടെ കൊടുക്കണം. അതുകൊണ്ടാണ് ഇന്ന് രാത്രി വൈകുന്നേരം 5 മണി വരെ ആയിരുന്നു നിങ്ങളുടെ ഒരു ചെറിയ എന്താണ് കുറെ നിങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇന്ന് രാത്രി 12 മണി വരെ നമ്മൾ ആക്കിയിരിക്കുന്നത്. സാർ റിസൾട്ട് എന്ന് പറയുമ്പോൾ റിസൾട്ട് അല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഈ ആർട്ടിക്കിൾ ബേസ് ചെയ്തുകൊണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ വെച്ചുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് യു ഹാവ് ടു കംപ്ലീറ്റ് ദാറ്റ് അന്ന് രാത്രി തന്നെ. അതായത് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി നമുക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് അത് മാക്സിമം ആ ലിങ്ക് എന്തായാലും നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് സാറ്. അരുൺ സാറ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് അത് ഷെയർ ചെയ്തിട്ടുണ്ട്. പറഞ്ഞോളൂ സാർ. എഴുതിയിട്ടേ പിക്ക് എടുത്ത് അയച്ചാലും മതിയല്ലോ. പിക്ചർ എടുത്ത് അപ്ലോഡ് ചെയ്യുക. ആ ലിങ്കിനകത്ത് പറയുന്നുണ്ട്, അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് കൃത്യമായിട്ട് അത് ഉപയോഗപ്പെടുത്തുക. ഓക്കെ സാർ. സാർ ഒരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ മുദർസി. സാർ ആദ്യത്തെ ക്ലാസ്സിൽ ഈ ലിങ്ക് അതിൻ്റെ അകത്ത് കയറണമെന്ന് അറിയത്തില്ലായിരുന്നു കേട്ടോ. ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഇനി പോരുന്നു. പക്ഷെ ആദ്യത്തെ ക്ലാസ്സിൽ എനിക്ക് അത് ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഫീഡ്ബാക്ക് ആണോ? അതെ സാർ. ഓക്കെ ഓക്കെ. അത് പിന്നീട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാരിഫിക്കേഷൻ വേണമെന്ന്, എന്തെങ്കിലും രീതിയിലുള്ള ക്ലാരിഫിക്കേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. തൽക്കാലം അതിപ്പം ഇനി അത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റില്ല, അതുകൊണ്ടാണ്. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ സാർ ഹലോ. മർവ പറഞ്ഞു. സാർ ഇത് ഇംഗ്ലീഷിൽ പ്രിപ്പയർ ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ? നോ പ്രോബ്ലം. ഇംഗ്ലീഷോ മലയാളമോ എന്തായാലും കുഴപ്പമില്ല. ഹിന്ദി വേണ്ട, മലയാളവും ഇംഗ്ലീഷും മതി. താങ്ക് യു സാർ. ഫൈൻ, താങ്ക് യു. സാർ ഹലോ, കേൾക്കാം സാർ? ഈ ആർട്ടിക്കിളിനകത്ത് നമ്മുടെ ക്ലാസ്സിനെ പറ്റി ഒന്ന് മെൻഷൻ ചെയ്യണ്ടല്ലോ. അല്ല, നിങ്ങളുടെ ഒരു അനുഭവമാണ് ചോദിച്ചത്. ഒരു ആർട്ടിക്കിൾ ബേസിസിൽ നിങ്ങൾ പോയി കണ്ടിട്ടുള്ള പേഷ്യൻസിന്റെ കാര്യങ്ങളാകാം, അല്ലെങ്കിൽ അത് നിങ്ങളുടെ അനുഭവങ്ങളാകാം, ആ രീതിയിലുള്ള കാര്യങ്ങളാണ്. ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ അനുഭവക്കുറിപ്പ് പോലെ എഴുതിയാൽ മതിയോ? അതെ, ഞാൻ അതിന്റെ കൃത്യമായിട്ടുള്ള 1-2 മോഡൽസ് കുറച്ച് ആൾക്കാർ എഴുതിയിട്ടുള്ളതിനെ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് ഇന്നലെ. അതൊന്ന് റെഫർ ചെയ്യുക. താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. ഫൈൻ. വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് ചോദിക്കാനുണ്ടോ? ഇല്ല സാർ.
നമുക്ക് ഇന്നത്തേത് അപ്പൊ അവസാനിപ്പിക്കാം. നമ്മൾ ക്ലാസ്സിൽ കേട്ടത് ആരൊക്കെ പഠിപ്പിച്ചു അതേപോലുള്ള രീതികൾ നമുക്ക് എഴുതാമോ എന്നാണ് ചോദിച്ചത്. അല്ല, അത് നമുക്കൊരു ആർട്ടിക്കിളായിട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് പ്രയാസമായിരിക്കുമല്ലോ. അപ്പൊ അത് അങ്ങനെയും നിങ്ങൾക്ക് ഫീഡ്ബാക്ക് എഴുതി തരണമെന്നുണ്ടെങ്കിൽ അതും ആകാം, കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ നമ്മുടെ ഈ ആർട്ടിക്കിൾസിലെ ഏറ്റവും നല്ലത് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ മന്ത്ലി പബ്ലിക്കേഷനിൽ, അതായത് സഹയാത്ര എന്ന് പറഞ്ഞൊരു മന്ത്ലി പബ്ലിക്കേഷൻ പാർലമെന്റിലേക്ക് ഉണ്ട്, അതിൽ നമ്മളത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഹലോ സാർ. വിഷ്ണു പറഞ്ഞോളൂ. സാർ എനിക്ക് പറയാനുള്ളത്, ഞാൻ ലോയോള കോളേജിൽ നിന്നാണ്, തിരുവനന്തപുരം. പറഞ്ഞോളൂ. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ PG ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഞങ്ങൾ 2 പേരായിരുന്നു. അപ്പൊ ആദ്യത്തെ 2 ദിവസം ഞാനും, അത് കഴിഞ്ഞ് 2 ദിവസം അൻസൻ ജേക്കബും ആണ് കയറി. ഇന്ന് ഞങ്ങൾ 2 പേരും അറ്റൻഡ് ചെയ്തു. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ അറ്റൻഡൻസ് അവിടുന്ന് ക്ലാസ്സിൽ നിന്ന് പറ്റത്തുള്ളായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ അറ്റൻഡ് ചെയ്യേണ്ടി വന്നത്. എന്തായാലും നമുക്ക് 80% അറ്റൻഡൻസ് ഉണ്ടെങ്കിലേ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യാവൂ എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് പറയാം. വിഷ്ണു. ആർട്ടിക്കിൾ എഴുതുന്ന സമയത്ത് ക്ലാസ് എടുത്തവരുടെ പേര് വേണോ? അതിന്റെ ഒരു കാര്യം വരുന്നില്ല. ടോപ്പിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം, പക്ഷെ പേര് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യണമെന്നില്ല. ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ മുമ്പുള്ള ഒരു എക്സ്പീരിയൻസ്, നിങ്ങളെ അതിനെ കുറിച്ചാണല്ലോ. ഈ ക്ലാസ്സിനെ കുറിച്ചാകുമ്പോൾ ഫീഡ്ബാക്ക് ആയിട്ടല്ലേ നമ്മൾ വരുള്ളൂ. അപ്പൊ നിങ്ങൾ ആർട്ടിക്കിൾ ഇപ്പം നിങ്ങൾ പാലിയേറ്റീവ് കെയർ എന്താണെന്ന് മനസ്സിലാക്കി, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എന്റെ ലൈഫിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ സിറ്റുവേഷൻ കുറിച്ച് ഒരു റൈറ്റപ്പ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറ്റേതെന്ന് പറഞ്ഞ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളൊരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാം. മറ്റേത് നിങ്ങളിപ്പോൾ ക്ലാസ്സിനെ കുറിച്ച് എഴുതുമ്പോൾ അതിന്റെ ക്ലാസ്സിന്റെ ഒരു ഫീഡ്ബാക്കും ആയിട്ടാണല്ലോ വരിക. അപ്പം ആ രീതിയിൽ നിങ്ങൾ നല്ല രീതിയിൽ എഴുതുക. ബാബു സാറ് പറഞ്ഞ പോലെ തന്നെ ഇന്ന് രാത്രി 12 മണിക്ക് മുമ്പായിട്ട് എല്ലാവരും സബ്മിറ്റ് ചെയ്യണം. അത് ചെയ്താൽ മാത്രമേ നമുക്ക് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ അറ്റൻഡൻസ് 80% അറ്റൻഡൻസും കമ്പൾസറി ആണ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ ഫീഡ്ബാക്ക് ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഫീഡ്ബാക്ക് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് ലീവ് ചെയ്യാവുന്നതാണ്. നാളെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ് 10 മണിക്ക് തന്നെ ആരംഭിക്കും. ആദ്യത്തെ സെഷനിൽ നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് പാർലമെന്റിയുടെ ട്രസ്റ്റിയും 2017 കേരള ഗവൺമെന്റിന്റെ യൂത്ത് ഐക്കൺ വിന്നറുമായ ആഷ്ല റാണി മാം നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ അതിനുശേഷം 11 മണി തൊട്ട് 12 മണി വരെ നിങ്ങളുടെ തന്നെ റെപ്രസെന്റേറ്റീവ് ആയിട്ടിരിക്കുന്ന SIPC വോളണ്ടിയർ ആയിരിക്കുന്ന സനീദ്, ഇക്ബാൽ കോളേജിലുള്ള സനീദ് നിങ്ങളോട് സംസാരിക്കും. അതായത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും അതോടൊപ്പം തന്നെ SIPCയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനുണ്ടായ മാറ്റങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. 12 മണി തൊട്ട് 12:30 വരെ നമ്മുടെ ക്ലാസ്സിന്റെ മൊത്തത്തിലുള്ള ഫീഡ്ബാക്ക് ആണ്. അതിൽ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ഷാജി സാർ നമ്മുടെ കൂടെ നാളെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം ജില്ലയിലെ പ്രോഗ്രാം ഓഫീസേഴ്സ് കൂടെ നാളെ നമ്മുടെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും കൃത്യമായിട്ട് കൃത്യസമയത്ത് തന്നെ പങ്കെടുക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ കുട്ടി എന്തോ പറയാനുണ്ട്. ശ്രീകുട്ടി എന്തെങ്കിലും പറയാനായിട്ട് വന്നതായിരുന്നോ? ഹലോ സാർ, ഓഡിബിൾ ആണോ? യെസ് സാർ, നമുക്കിപ്പം പാലിയേറ്റീവ് മെമ്പർ എങ്ങനെ ആയിരിക്കണം, നമ്മൾ എങ്ങനെ അവരെ നോക്കണം, പേഷ്യൻസിനെ, അതിനെയൊക്കെ കുറിച്ച് നമുക്ക് ഒന്ന് ക്രിയേറ്റ് ചെയ്യാമോ? അത് ആകാമല്ലോ, കുഴപ്പമില്ല. ആർട്ടിക്കിളിനെ ബേസ് ചെയ്തല്ലേ, ആർട്ടിക്കിളിനെ കുറിച്ചല്ലേ ചോദിച്ചേ? ആർട്ടിക്കിളിനെ കുറിച്ച്. യെസ്, നോ പ്രോബ്ലം. ഓക്കെ. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം, ബാക്കിയുള്ള സമയം നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. Thank you, sir. 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 Thank you, sir.